So hi, hello, good evening. Hi everyone. So welcome to DOPA Combi class, Combi room 2.0 അല്ലേ. അപ്പോൾ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന ഞാനും അതുപോലെ എല്ലാ ഫാക്കൽറ്റീസും ഒരുപാട് കാലമായി ഒറ്റുനോക്കിയിരുന്ന ഒരു വലിയൊരു നമ്മുടെ ഇനീഷ്യേറ്റീവാണ് കോംബി റൂം എന്ന് പറയുന്നത്. സോ ഒരുപാട് പേര് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് സോ ഹാപ്പി ടു സീ യു എവ്രി വൺ. അപ്പോൾ സോ പേര് വായിക്കുകയാണെങ്കിൽ വായിച്ചുകൊണ്ടേ ഇരിക്കണം. ദർ ഇസ് ഹുദ, PSY, തസ്നി, നന്ദന, ആസിഫ്. സോ എല്ലാവരെയും കാണുന്നുണ്ട് കേട്ടോ, എല്ലാവരുടെയും മെസ്സേജസ് കാണുന്നുണ്ട് ആൻഡ് എവ്രി വൺ ഈസ് സെയിങ് ഹായ് സർ, ഗുഡ് ഈവനിങ്. സോ ഹാപ്പി ടു സീ എവ്രി വൺ. അപ്പോൾ എന്താ പറയുക, സോ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കോംബി എടുത്ത സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയുക, ഭയങ്കര ഞാൻ ഒരുപാട് ക്ലാസ്സസ് എടുത്തിട്ടുണ്ട് ഡോപ്പയിൽ, എന്താ പറയുക, റിപ്പീറ്റേഴ്സിനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ. ബട്ട് കഴിഞ്ഞ വർഷമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തെടുത്ത ഒരു സെഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇറ്റ് ഇസ് ഓൾവേസ് എ കോംബി റൂം. കാരണം നമ്മൾ രാത്രി എന്ന് പറഞ്ഞാൽ 10 മണിക്ക് തുടങ്ങി, 10:30 തുടങ്ങി, 12 1 മണി വരെ നീളുന്ന ഡിസ്കഷൻസ്, അതൊക്കെ കഴിഞ്ഞ് രാവിലെ 5-6 മണിക്ക് തുടങ്ങുന്ന ഡിസ്കഷൻ. ഇറ്റ് വാസ് ഓൾ എ ഗ്രേറ്റ് തിങ്. ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്ത് വലിയൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു ഡോപ്പ കോംബി റൂം എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ലൈവായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് പുതിയ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ന്യൂ ബാച്ചിലെ പുതിയ കുട്ടികളാണ്. സോ ആദ്യം തന്നെ പറയാം, കോംബി റൂം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഫിസിക്സിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മണിക്കൂർ അല്ലേ, 1 മണിക്കൂർ 1.5 മണിക്കൂറുണ്ടോ നമുക്കൊരു എൻറ്റയർ ചാപ്റ്ററിൻ്റെ എൻറ്റയർ കൺസെപ്റ്റും പറയണം, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ചെയ്യണം, റൈറ്റ്? അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഒരുപാട് പേര് മെസ്സേജസ് ഇങ്ങനെ അയക്കുന്നുണ്ട്. മെയിൻലി നമുക്കറിയാം നാളെ നിങ്ങൾക്കൊരു ഗോൾഡ് മെഡൽ എക്സാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പേടിച്ച് ഒരുപാട് റിപ്പീറ്റേഴ്സ് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ആരെങ്കിലും ഇതിലൂടെയൊക്കെ എത്തി നോക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നാളെ നിങ്ങൾക്ക് എക്സാമിനുള്ള ചാപ്റ്ററാണിത്. നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ തരും. ഓക്കെ ആണല്ലോ. സോ ഒരുപാട് പേര് ആകാശ് ചേട്ടാന്ന് വിളിക്കുന്നുണ്ട്, ഹായ്. സോ ഹലോ എല്ലാവരെയും കാണുന്നുണ്ട് കേട്ടോ. അജയ്, ആസിഫ്, പൂജ എല്ലാവരെയും കാണുന്നുണ്ട്. ആൻഡ് സോ ഹാപ്പി ടു സീ എവ്രി വൺ. അപ്പോൾ എഗെയിൻ ഫ്രം ദി ഫിസിക്സ് പാർട്ട്, ഇന്നലെ ദേവപ്രിയ നിങ്ങളെ വെൽക്കം ചെയ്തത് ബയോളജി പാർട്ടിലേക്കായിരുന്നെങ്കിൽ ഫ്രം ദി പാർട്ട് ഓഫ് ഫിസിക്സ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം എവ്രി വൺ ടു ദിസ് ന്യൂ കോംബി സെഷൻ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു എൻറ്റയർ സീരീസ് ഇസ് കമ്മിങ് സൂൺ അല്ലേ. നമുക്ക് ഫിസിക്സിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും സൂൺ. ഓക്കെ, അപ്പോൾ ടു ബിഗിൻ വിത്ത് നിങ്ങൾക്ക് അറിയാലോ, ദിസ് ഇസ് ഓൾ എ പാർട്ട്. നമുക്ക് നീറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നീറ്റിലേക്ക് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ഡോപ്പയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പീറ്റേഴ്സ് ഒരു ഭാഗത്ത് അവരുടെ ബെസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു തുടങ്ങാൻ വേണ്ടി യു ഹാവ് അവർ ക്യാപ്സ്യൂൾ അല്ലേ. ക്യാപ്സ്യൂളിൻ്റെ പുതിയ ക്യാപ്സ്യൂൾ 3.0 അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നല്ല ബുക്സാണ്, നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തുണ്ടാക്കിയ മെറ്റീരിയൽസും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഇന്നലെ നമുക്കൊരു ഡോപ്പയുടെ കോംബിയുടെ ഒരു ക്വിസ് നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ക്വിസിൻ്റെ വിന്നേഴ്സിന് നമ്മൾ ഇന്നത്തെ സെഷൻ്റെ അവസാനം അനൗൺസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗ്രേറ്റ് ഗിഫ്റ്റ്സ് ആർ അവൈറ്റിംഗ് ഫോർ ദം. ഓക്കെ, സോ എല്ലാവരും ഹായ് പറയുന്നുണ്ട്. നന്ദന, സാൻഷ, മഹാദേവ്, സന, ആരെയും ഞാൻ ഒഴിവാക്കൊന്നും അല്ല കേട്ടോ, എനിക്ക് കാണുന്ന ആൾക്കാരെ വിളിക്കുകയാണ്. സോ ഹാപ്പി ടു സീ യു എവ്രി വൺ. സോ ലെറ്റ്സ് കം ടു കോംബി റൂം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇന്ന് ഈ ഒരു കോംബി റൂം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ആൻഡ് സോ ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, റൈറ്റ്? അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ യൂഷ്വലി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരേണ്ട 2 ചാപ്റ്റർ ആയിരുന്നു. അതിൻ്റെ നീളക്കൂടുതൽ കൊണ്ട് മാത്രം 2 പോയ 2 ചാപ്റ്റേഴ്സാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇതിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് കവർ ചെയ്യും. നാളെ രാത്രി കൊണ്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും കവർ ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവിടെ തീർന്നു കഥ എന്ന്. എങ്കിൽ അവിടെ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ, അത് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന, അതായത് നമ്മുടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ചാർജിനെ കുറിച്ചാണ്. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കും, അതിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് പഠിക്കും. അത് കഴിഞ്ഞ് ഒരു ചാപ്റ്റർ കൂടെ ഉണ്ട്. ഏതാണ് അത്? ദാറ്റ് ഈസ് ദി കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലേ. അതാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ചാർജിനെ നീക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതും കൂടെ ഞാൻ എടുക്കുന്നുണ്ടാവും. സോ ഐ വിൽ ബി ടേക്കിംഗ് ദ 3 ചാപ്റ്റേഴ്സ് ഇൻ ടോട്ടൽ: ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, അതുപോലെ തന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി. ഈ 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഞാൻ കവർ ചെയ്യുന്നുണ്ടാവുക. ഇന്ന് നാളെ പ്രോബബ്ലി ഒരു അടുത്തൊരു ഡേറ്റിലും ഉണ്ടാവും. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ യു വിൽ ബി ഗെറ്റിംഗ് ടു നോ സൂൺ. ഓക്കെ ആണല്ലോ, ഫൈൻ. അപ്പോൾ ക്വിസ് എങ്ങനെ അറ്റൻഡ് ചെയ്യുക? ക്വിസ് ഇസ് അറ്റൻഡഡ് ത്രൂ ഡോപ്പ ആപ്പ് കേട്ടോ. ക്വിസ് അറ്റൻഡ് ചെയ്യുന്ന ഡോപ്പ ആപ്പിലാണ്. അവിടെ ഇന്നും നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിൻ്റെയും ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ,
ഫൈൻ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ചാപ്റ്റർ. എല്ലാവരും റെഡിയാണോടാ? എല്ലാവരും റെഡിയാണോ? ഈസ് എവ്രി വൺ റെഡി? ലെറ്റ്സ് സ്റ്റാർട്ട് ദി ക്ലാസ്. നിങ്ങൾ ജസ്റ്റ് ഒരു തംസ് അപ്പ് ഇടുക. ഓക്കെ ആണല്ലോ? എല്ലാവരും ഒരു തംസ് അപ്പ് ഇടുക. വി ആർ സ്റ്റാർട്ടിംഗ് ദി ചാപ്റ്റർ. ഓക്കെ ആണല്ലോ? സോ വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഇലക്ട്രിക് ചാർജസ് അല്ലേ? നമുക്കറിയാം നമുക്ക് ചുറ്റും ചാർജസ് ഉണ്ട് അല്ലേ? ഇലക്ട്രിക് ചാർജസ് ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് ഇലക്ട്രിക് ചാർജസ്? ഒന്ന് പോസിറ്റീവ് ചാർജാണ്, രണ്ടാമത്തത് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ പറയും, സർ എന്താണ് പോസിറ്റീവ് ചാർജ്? പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താടാ? അത് നമ്മുടെ പ്രോട്ടോൺ ആണ് അല്ലേ? സോ പ്രോട്ടോൺ എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത്. അതുപോലെ വാട്ട് ഈസ് നെഗറ്റീവ് ചാർജ്? അത് നമ്മുടെ ഇലക്ട്രോൺ ആണ്. ഓക്കെ ആണല്ലോ? സോ നമുക്കൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ ആണല്ലോ? സോ എന്താണ് ഒരു ചാർജിൻ്റെ പ്രത്യേകത? അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചും മാഗ്നറ്റിക് ഫീൽഡിന് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ ആ ഒരു ചാർജിന് അനുഭവിച്ചറിയാൻ കഴിയും. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ നമുക്കറിയാം എന്താണ് വാട്ട് ഈസ് എസ് ഐ യൂണിറ്റ് ഓഫ് ചാർജ്? പറഞ്ഞേ. എസ് ഐ യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് കുളംബ് ആണ് അല്ലേ? എസ് ഐ യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് കുളംബ് ആണ്. ഓക്കെ ആണല്ലോ? കുളംബ് ആണ്. ഫൈൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ബോഡി ഈ ബോഡി പോസിറ്റീവ് ചാർജ് ആവുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, യൂഷ്വലി എല്ലാ ബോഡീസും ന്യൂട്രൽ ആണ് അല്ലേ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് നമ്മൾ എപ്പോഴും പറയുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബോഡി പോസിറ്റീവ്ലി ചാർജ് ആവുകയാണെങ്കിൽ അതിനർത്ഥം എന്താ? അതിനകത്ത് പ്രോട്ടോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഡെഫിഷ്യൻസി, ഇലക്ട്രോൺസ് പോവുകയാണ് അല്ലേ? യൂഷ്വലി പ്രോട്ടോൺസ് അല്ല നീങ്ങുക, എപ്പോഴും ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുക അല്ലേ? സോ ഇലക്ട്രോൺസ് അതിൽ നിന്ന് പോവുകയാണ്. അപ്പോഴാണ് എന്ത് പറ്റുക? അതൊരു പോസിറ്റീവ് ചാർജ് ആകും. അപ്പോൾ എന്ത് പറ്റും? ആ ഒരു ബോഡിയുടെ മാസ് കുറയും. കാരണം അതിലുണ്ടാകുന്ന ഇലക്ട്രോൺസ് പുറത്തേക്ക് പോയി, അപ്പോൾ അതിൻ്റെ മാസ് കുറയും. അതുപോലെ തന്നെ വെൻ ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്, അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആകുമ്പോൾ എന്ത് പറ്റും? അതിലേക്ക് കൂടുതൽ ഇലക്ട്രോൺസ് കയറും. സോ ദ മാസ് ഇൻക്രീസസ്. ഓക്കെ ആണല്ലോ? ജസ്റ്റ് നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് കുറയും, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മാസ് കൂടും. ഓക്കെ ആണല്ലോ? ഫൈൻ. ഓക്കെ ആണല്ലോ? സോ ആസിഫ് പറയുന്നുണ്ട് ഇലക്ട്രോൺ ഡെഫിസിറ്റ്. റൈറ്റ്, ഇലക്ട്രോൺ ഡെഫിസിറ്റ് കേട്ടോ. പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിസിറ്റ്, ഇലക്ട്രോൺ പോകുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ കയറി, സോ മാസ് കൂടി. അപ്പോൾ ഇലക്ട്രോൺസ് ആർ ഗോൺ ഓർ റിമൂവ്ഡ് ഓർ ഇലക്ട്രോൺസ് ആർ ഡെഫിഷ്യൻറ്റ് അല്ലേ? അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ ഇലക്ട്രോൺ ഇസ് ഗെയിൻഡ്. ഓക്കെ ആണല്ലോ? അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്. ഓക്കെ, നമ്മളിനി പോകാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ദി പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്. ഓക്കെ, സോ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജിലേക്ക് വരുമ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ടത് ദർ ആർ ടു ടൈപ്സ് ഓഫ് ചാർജ്. രണ്ട് ടൈപ്പ് ഓഫ് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ലൈക്ക് ചാർജ് ആണെങ്കിൽ എന്ത് പറ്റും? ലൈക്ക് ചാർജ് വിൽ റിപ്പൽ. കണ്ടോ, രണ്ട് പോസിറ്റീവ് വന്നപ്പോൾ അവർക്ക് എന്ത് പറ്റി? അവർ പരസ്പരം റിപ്പൽ ചെയ്ത് പോയി. അതുപോലെ തന്നെ രണ്ട് നെഗറ്റീവ് വന്നപ്പോൾ എന്ത് പറ്റി? അവർ പരസ്പരം റിപ്പൽ ചെയ്ത് പോയി. പക്ഷേ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വന്നപ്പോൾ എന്ത് പറ്റി? ദേ അട്രാക്ട്. ഓക്കെ ആണല്ലോ? സോ ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട്, ലൈക്ക് ചാർജസ് റിപ്പൽ. ഓക്കെ ആണല്ലോ? ഫൈൻ. ഒപ്പം തന്നെ വാട്ട് ഈസ് ദ ചാർജ് ഓഫ് പ്രോട്ടോൺ ഇലക്ട്രോൺ? നിങ്ങൾക്ക് അറിയാം അല്ലേ? 1.6 × 10⁻⁹ എഴുതി വെക്കുക. ആൻഡ് ചാർജ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് പ്ലസ് 1.6 × 10⁻⁹. ഓക്കെ ആണല്ലോ? കിട്ടിയല്ലോ? ഫൈൻ. സോ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് എല്ലാത്തിലേക്കും വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിലൂടെ ഒക്കെ തൊട്ടിട്ടാണ് പോവുക. ഡോണ്ട് വറി. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് അല്ലേ? പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് ചെറിയൊരു കാര്യമാണ്, കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത്. നമുക്ക് അതിലൂടെ ഒന്ന് പോവാം. പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോപ്പർട്ടി പറഞ്ഞു ലൈക്ക് അൺലൈക്ക് കാര്യം അല്ലേ? ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി അറിയേണ്ടതാണ് ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ, ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ല, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസിൻ്റെ കുറവ്, അതാണ് ചാർജ് അല്ലേ? അതിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നുമില്ല. ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഓക്കെ ആണല്ലോ? ഫൈൻ. അടുത്തതാണ് ഇറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ. എന്താണ് അത്? ഇറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ. അതായത് ഒരു ബോഡിയിൽ ന്യൂട്രൽ ആണെങ്കിൽ അതിലൊരു ഇലക്ട്രോൺ എന്ത് ചെയ്യാം? നിനക്ക് വേറൊരു ബോഡിയിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചാർജ് എന്ത് പറ്റി? ഇതിൻ്റെ ചാർജ് നെഗറ്റീവ് ആവും, ഇതിൻ്റെ മാസ് കുറയും. അതുപോലെ തന്നെ ഇതിനും കിട്ടും. അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജ് ആവും അല്ലേ? ഇതിന് ഇലക്ട്രോൺ പോയി, അതുപോലെ തന്നെ ഇതിന് ഇലക്ട്രോൺ കിട്ടും, അപ്പോൾ അത് നെഗറ്റീവ് ചാർജ് ആവും. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി ട്രാൻസ്ഫറബിൾ പ്രോപ്പർട്ടി ഓഫ് ദി ചാർജ്. നമുക്ക് ഇലക്ട്രോൺസിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി അടുത്ത
അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു സിനേറിയോയിൽ നമ്മൾ അസേർഷൻ റീസണെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് ടൈം ഒരുപാട് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നും ഒരുപാട് സ്റ്റുഡൻസിന് ബുദ്ധിമുട്ടായെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എ മാസ് ക്യാൻ എക്സിസ്റ്റ്, അതാണ് പോയിന്റ്. എ മാസ് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് ചാർജ്. അതായത് ഒരു ചാർജ്, ഒരു മാസ്, അതിന് ചാർജ് ഇല്ലെങ്കിലും അതിനോട് എക്സിസ്റ്റ് ചെയ്യാം. നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സിലുള്ള ഒരുപാട് സാധനങ്ങൾ ന്യൂട്രൽ ആണ് അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് ഈക്വൽ ആണ്, അവരവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എന്ത് റിവേഴ്സിബിൾ അല്ല, എ ചാർജ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് മാസ്. ഓക്കെ ആണല്ലോ, ഒരു ചാർജ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു മാസ് ഉണ്ടാവും. മനസ്സിലായോ? ഒറ്റയ്ക്ക് ഒരു ചാർജിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു മാസിൽ മാത്രമേ ഒരു ചാർജ് ഉണ്ടാവുള്ളൂ. സോ വാട്ട് ഈസ് ദ തിങ്? എ മാസ് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് ചാർജ്, ബട്ട് എ ചാർജ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് മാസ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ ട്രാൻസ്ഫറബിൾ കാര്യമാണ് അഡിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി. അതാണ് ഒരുപാട് പേര് മെൻഷൻ ചെയ്തത്, കറക്റ്റാണ്. എന്താണ് അഡിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർജസിനെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അടുത്ത കാര്യമാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അതെന്താടാ? ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഈ എൻറ്റയർ തിങ് അബൌട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എല്ലാം ലിവ് ചെയ്യുന്നത് ഒറ്റ കാര്യത്തിലാണ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ ഒരു കാര്യമുള്ളൂ, ഇപ്പോൾ ഒരു ബോഡിക്ക് ഒരു നെഗറ്റീവ് ചാർജ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ കൊടുത്തു എന്നാണ് അർത്ഥം. രണ്ട് നെഗറ്റീവ് ചാർജ് തുടങ്ങിയാൽ 2 ഇലക്ട്രോൺ കൊടുത്തു എന്ന് അർത്ഥം. അതായത് നമ്മുടെ നേച്ചറിൽ എപ്പോഴും ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നത് Q ഇസ് ഈക്വൽ ടു NE എന്ന ഫോർമാറ്റിലാണ്. ഇതെപ്പോഴും എന്താണ്? N ഇസ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര ആയിരിക്കും. ഓക്കെ ആണല്ലോ, എപ്പോഴും 1E, 2E, 3E. ഇറ്റ്സ് ഓൾവേസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ ആണല്ലോ, അതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ Q ഇസ് ഈക്വൽ ടു NE. അപ്പോൾ ചില കുട്ടികൾ ചോദിക്കും 1.5 ചാർജ് ഉണ്ടാവുമോ, 1.5 ഉണ്ടാവുമോ? മക്കളെ ശ്രദ്ധിച്ചേ, ഒരു ഇലക്ട്രോണിനെ പൊട്ടിച്ച് പകുതി ഇലക്ട്രോണാക്കി കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇലക്ട്രോൺ ഇസ് ഇൻഡിവിസിബിൾ. നമ്മൾ ഈവൻ നമ്മൾ പറയുന്നത് ഇലക്ട്രോൺ ഇസ് മേഡപ്പ് ഓഫ് ടൈനി വേറെ പാർട്ടിക്കിൾസ്, അതിന് വേറെ പേരൊക്കെ ഉണ്ട്. പക്ഷേ അതിനെ നീ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനൊരു എക്സിസ്റ്റൻസ് ഇല്ല. മനസ്സിലായോ? നമ്മൾ പറയുന്നത് ഇലക്ട്രോണാക്കി മാത്രമേ ഒരു സബ്സ്റ്റൻസിന് കൊടുക്കാൻ പറ്റുള്ളൂ, അതിനെ പൊട്ടിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് 1.5E, 2.3E അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇറ്റ്സ് നോട്ട് എക്സിസ്റ്റിംഗ്. ഓക്കെ ആണോ? കിട്ടിയല്ലോ, ഫൈൻ. അടുത്ത കാര്യം കൺസർവേഷൻ ഓഫ് ചാർജ്. കൺസർവേഷൻ എന്താണ്? കൺസർവേഷൻ എന്ന് പറയുന്നത്, കൺസർവേഷൻ നിങ്ങൾ പഠിക്കുന്ന സ്ഥിരം ഡയലോഗാണ്. ചാർജ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ ആണല്ലോ, അതായത് എത്ര ചാർജ് ഉണ്ടോ അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. നിങ്ങൾക്ക് ആ ചാർജിനെ കൂട്ടാനോ ചാർജിനെ കുറയ്ക്കാനോ ഒന്നും കഴിയില്ല. യു ക്യാൻ ജസ്റ്റ് ട്രാൻസ്ഫർ ഇറ്റ്, ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി അടുത്തതാണ് ഇൻവേരിയൻറ്റ്. ഇത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതാണ് കേട്ടോ, എനിക്ക് പേഴ്സണലി മെസ്സേജ് ആയിട്ട് കിട്ടാറാണ്. സർ എന്താണ് ഈ ഇൻവേരിയൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ചാർജ് എന്ന് പറയുന്നത്? എന്താണ് ഈ ഇൻവേരിയൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ചാർജ് എന്ന് പറയുന്നത്? സോ എന്താണ് ഇൻവേരിയൻറ്റ്? അതായത് ഇൻവേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുള്ളൂ, ഒരു ബോഡിയിലുണ്ടാവുന്ന എന്തെങ്കിലും ഒരു സാധനം, നമുക്ക് ഒരു വെലോസിറ്റി, മാസ്, പ്രഷർ, ടെമ്പറേച്ചർ എന്തെങ്കിലും എടുക്കാം, അത് അതിൻ്റെ സ്പീഡ് അനുസരിച്ച് മാറുകയാണെങ്കിൽ, ഇഫ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ചേഞ്ചസ് അക്കോർഡിംഗ് ടു വിത്ത് സ്പീഡ്, അതായത് ഒരു ബോഡി സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാം സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ ടെമ്പറേച്ചറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അല്ലേ, കാരണം അത് E=mc². അറിയാലോ, ഒരു ബോഡീനെ ലൈറ്റിൻ്റെ സ്പീഡിൽ നമ്മൾ ആക്സലറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി കൺവേർട്ടിങ് ഇൻ ടു എനർജി. അറിയാലോ, അതുപോലെ ഒരു ബോഡി നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, അത് എനർജിയായി മാറാൻ വേണ്ടി ഇതിൻ്റെ ടെമ്പറേച്ചർ മെല്ലെ മെല്ലെ കൂടും. അതുപോലെ തന്നെ ചിലപ്പോൾ അതിൻ്റെ മാസിൽ ചെറിയ കുറവുണ്ടാവും, പ്രഷറിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും ഗ്യാസ് ആണെങ്കിൽ. പക്ഷേ ചാർജിൻ്റെ കാര്യം ഇതാണ്, നീ എത്ര സ്പീഡിൽ 1 കുളം ചാർജിന് വിട്ടാലും അതെപ്പോഴും 1 കുളം ആയിരിക്കും. സോ ഇതാണ് കാര്യം, ഇറ്റ് ഈസ് കോൺസ്റ്റൻ്റ് ഇൻ or it is independent of frame of reference. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ചാർജസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ആ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന രീതി, അതായത് ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുമ്പോൾ നമ്മൾ നോക്കുകയാണ്, അടുത്തൊരു ഒബ്ജക്റ്റ് സ്പീഡ് പോകുമ്പോൾ നോക്കുകയാണ്, രണ്ടും ഒരേ ചാർജ് ആയിരിക്കും. ഓക്കെ ആണല്ലോ, സോ ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, നമുക്ക് നാളെ രാവിലെ ഒരു കോമ്പി ക്ലാസ് ഉണ്ട് കേട്ടോ.
നമ്മുടെ ഫാസ്റ്റിൽ എടുക്കുന്നത് ബയോയുടെ ആയിരിക്കും. അടിപൊളി ക്ലാസ് ആയിരിക്കും, നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യണം. ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്ന കണ്ടു, എന്താ പറയുക, രാവിലത്തെ ക്ലാസ് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഈ സൺഡേയ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്ക് നീറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് എല്ലാം എത്തിക്കണ്ടേ അല്ലേ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 1-2 ദിവസം ഫാക്കൽറ്റി അവൈലബിലിറ്റി കാരണം ക്ലാസ് മിസ്സാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തം കിട്ടണമല്ലോ അല്ലേ. അതുകൊണ്ട് അതായത് ജസ്റ്റ് എക്സാമിൻ്റെ തലേന്ന് കൊണ്ടുപോയിട്ട് കോമ്പി നിർത്താൻ പറ്റില്ല. എന്തായാലും ഒരു 1 വീക്ക് മുന്നെങ്കിലും കോമ്പി കൺക്ലൂഡ് ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ മോസ്റ്റ് പ്രോബ്ലി ഒരു ഏപ്രിൽ ഫൈനൽ വീക്ക് ആകുമ്പോഴേക്കും തീർക്കണം, ശരിയാണല്ലോ. അപ്പോൾ അങ്ങനെ തീർക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചൊന്ന് ഈ സൺഡേയ്സിലൊക്കെ, യൂഷ്വലി രാവിലെയും രാത്രി ഉണ്ടായിരുന്നു പണ്ട്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ രാത്രി 10 o'clock എവറി ഡേ, പക്ഷേ എല്ലാ സൺഡേയ്സിലും ഉണ്ടാവും. ഓക്കെ ആണല്ലോ, നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ബിയർ ഇറ്റ്. ഓക്കെ ആണല്ലോ, ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഞാൻ എല്ലാം വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ആൻസേഴ്സ് നന്നായിട്ട് പറയുന്നുണ്ട്. ഐ എം സോ ഹാപ്പി. മോർണിംഗ് ടൈം വിൽ ബി 7 AM കേട്ടോ. രാവിലെ 7 മണിക്കാണ്, 7 AM രാവിലെ 7 മണിക്കാണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ, 7 മണിക്കാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഗ്രേറ്റ്. അപ്പോൾ ജസ്റ്റ് എല്ലാ സൺഡേയ്സേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്ന് ഇപ്പോൾ ഒരു 12 കഴിഞ്ഞ് അല്ലെങ്കിൽ 10-11:30 കഴിഞ്ഞ് കിടക്കുക, നേരെ കോമ്പി ക്ലാസ്സിന് എണീക്കുക. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഈസ് ദിസ് റിവിഷൻ ക്ലാസ്? ഡെഫിനറ്റ്ലി. കോമ്പി എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിച്ച് എടുക്കുന്ന കാര്യമല്ലേ. സോ ഇറ്റ്സ് ഡെഫിനറ്റ്ലി റിവിഷൻ. ഇനി അടുത്ത ഞാൻ എഴുതുന്ന കാര്യം, ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും 1 മിനിറ്റ് വൃത്തിക്കൊന്ന് ശ്രദ്ധിച്ചേ. ഇത് ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് സാർ അത് കാരണം പല ഫാക്കൽറ്റീസ് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, കുട്ടികൾ പല ഡൗട്ട്സിൽ വരുന്നുണ്ട്. അത് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ചാർജ് റെസ്റ്റിലാണെന്ന് വിചാരിക്കാം. ദ ചാർജ് ഇസ് അറ്റ് റെസ്റ്റ്. മക്കളെ 1 മിനിറ്റ് കേട്ടോ, വൃത്തിക്ക് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നല്ലൊരു കൺസെപ്റ്റ് കിട്ടും. എന്താണ് ഇവിടെ? V = 0 ആണ്. അതായത് ചാർജ് റെസ്റ്റിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് ഓൺലി ഇലക്ട്രിക് ഫീൽഡ് കേട്ടോ. അതായത് റെസ്റ്റിലുള്ള ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉണ്ടാക്കൂ. കിട്ടിയല്ലോ, ദാറ്റ് ഈസ് എ ഫസ്റ്റ് പോയിന്റ്. അടുത്ത കാര്യം എന്താണ്? ഇത് മൂവ് ചെയ്യുന്നുണ്ട്, ഈ ഒരു സാധനം മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ്. എന്താണ് അത്? ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ് ചാർജ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസ് both electric field and magnetic field. So any charge which is moving in a constant velocity produces both electric field and magnetic field. കിട്ടിയല്ലോ. അടുത്ത കാര്യം, V ഒരു കോൺസ്റ്റൻ്റ് അല്ല. അതായത് ഇറ്റ് മേ ബി ആക്സിലറേറ്റിംഗ് ഓർ ഡീക്സിലറേറ്റിംഗ്. അതായത് A is also not 0. There is a net acceleration. അത് ഡീസിലറേഷൻ ആയിരിക്കാം, ആക്സിലറേഷൻ ആയിരിക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ what happens? It produces EB. അത് അറിയാം അല്ലേ, നീങ്ങല്ലേ. ബട്ട് അതിൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ടാവും? ഇറ്റ് റേഡിയേറ്റ്സ് എനർജി. ഇത് മക്കളെ ഒരിക്കലും മറക്കരുത്. മനസ്സിലായോ? ഈ കാര്യം മനസ്സിലായോ? ജസ്റ്റ് എനിക്കൊരു തംസപ്പ് ഇട്ടേ. മനസ്സിലായോ? ഈ കാര്യം മനസ്സിലായോ? ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. റെസ്റ്റിലാണെങ്കിൽ ജസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ്, അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ എൻ ഇറഗുലർ ആക്സലറേഷൻ, ഒരു ആക്സലറേഷനിൽ പോവുകയാണെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് റേഡിയേഷൻ ഓർ എൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഓക്കെ ആണല്ലോ. നാളത്തെ ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ, ഫൈൻ. ലൈവ് റെക്കോർഡറായി ഉണ്ടാവും, പക്ഷേ ലൈവ് നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഒപ്പം ഇരുന്ന് പഠിക്കാം. ഓക്കെ ആണല്ലോ, നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ കേട്ടോ. ഓക്കെ ആണല്ലോ. സോ മനസ്സിലാക്കിയല്ലോ, ഈ 3 കാര്യം സെറ്റാണല്ലോ, റൈറ്റ്? ഗ്രേറ്റ്. ഓക്കെ, സോ ഫൈൻ. യെസ്, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് റേഡിയേറ്റ്സ് എനർജി. റൈറ്റ്, കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞു. നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. നിങ്ങൾക്കൊരു ഫിസിക്സ് ഇത് കിട്ടാനാണ് സാർ ഇങ്ങനെ കുറേ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട്. ഇതെല്ലാം നമ്മുടെ ഫിസിക്സിലുള്ള പല സ്ഥലങ്ങളില്ല. നിങ്ങൾക്കിങ്ങനെ യു ക്യാൻ ഓൾവേസ് സോൾവ് ദി പസിൽ. ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ ഐൻസ്റ്റീൻ്റെ ചെറിയൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. യു ഹാവ് ദിസ് ലോസ് ഓഫ് മോഷൻ. ഓക്കെ ആണല്ലോ, ആപ്പിൾ, അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. റേ ഒപ്റ്റിക്സ് ഒക്കെ ഉണ്ട്. ഓക്കെ ആണല്ലോ. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്കൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഫിസിക്സിലേക്ക്, ഒരു ഫിസിക്സ് വേൾഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ചെറിയ അറ്റംപ്റ്റ് ആയിരുന്നു. ഓക്കെ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ, ഇഫ് യു ലൈക്ക് ഓൾ ദീസ് ബാക്ക്ഗ്രൗണ്ട് തിങ്സ്. ഓക്കെ, അപ്പോൾ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് എന്താണ് കാര്യം? നമുക്കറിയാം ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ആണ്. അല്ല, ഇലക്ട്രോൺ മൂവ് ചെയ്യണം.
നമുക്കറിയാം ഇലക്ട്രോൺ അനാഥനല്ല, അതായത് വെറുതെ ഇലക്ട്രോൺ ഓടിക്കളിക്കില്ല. നമ്മുടെ കുട്ടികളെ നോക്കുന്നല്ലേ, ഫാമിലി നോക്കുന്ന പോലെയാണ്. ചില കുട്ടികൾ എന്തായിരിക്കും പുറത്തായിരിക്കും, അതായത് ഇപ്പോൾ 3-4 കുട്ടികളുണ്ട് വീട്ടിൽ എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് പറ്റും, അപ്പോൾ ഏറ്റവും പുറത്തുള്ള കുട്ടീനെ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടൂല. അപ്പോൾ എന്ത് പറ്റും, അവർ ഓടിക്കളിക്കും. അതുപോലെ തന്നെ കണ്ടക്ടേഴ്സ് അതുപോലെ തന്നെയാണ്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് വീക്ക്ലി ബൗണ്ട് ആയിരിക്കും, അവർക്കിടയ്ക്കുള്ള അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ എന്ത് പറ്റും, അവരെല്ലായിടത്തും ഓടിക്കളിക്കും. അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ്, ഔട്ടർ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കണ്ടക്ടർ. അതുപോലെ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താടാ, ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്, കുട്ടികളെ വൃത്തിക്ക് നോക്കുകയാണ്, ആര് വിളിച്ചാലും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കൂല. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും, ദിസ് ഇസ് ആൻ ഇൻസുലേറ്റർ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഇഷ്ടമായി സർ, അടിപൊളി, ബ്യൂട്ടിഫുൾ, ഓ ഗ്രേറ്റ്, താങ്ക് യു കേട്ടോ. അപ്പോൾ ദിസ് ഇസ് ധാരാ പറഞ്ഞേ നോക്കട്ടെ, ഹൂ ഇസ് ദിസ് ഗായ്? നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഇടാമല്ലോ അല്ലേ, വാട്ട് ഇസ് ദിസ്, ഹൂ ഇസ് ദിസ് എന്നൊന്ന് പറയണേ. ഇഷ്ടമായി, അടിപൊളി, ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ ഫൈൻ, ഗ്രേറ്റ്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഇത് കാണും, നമ്മളൊരു കോംബി 2.0 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൂടെ എന്തെങ്കിലും ഒരു പുതിയൊരു അഡീഷൻ വേണ്ടേ, ജസ്റ്റ് പണ്ടത്തെ ഒരുപാട് സ്ലൈഡ്സ് കൊണ്ടുവരല്ല. ബട്ട് ഐ തോട്ട് ലൈക്ക് മേക്കിംഗ് സംതിങ്, ഒരുപാട് വർക്ക് ചെയ്തു കേട്ടോ, അതൊക്കെ മാനുവലി നമ്മൾ വരച്ചുണ്ടാക്കണം. സോ ഐ ടുക്ക് എ ലോട്ട് ഓഫ് എഫേർട്ട്, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് റിയലി വർത്ത് അല്ലേ. ഒരുപാട് പേര് നല്ല കമൻറ്റ്സ് പറയുന്നുണ്ട്, ഐ എം സോ ഹാപ്പി. യെസ്, ഇറ്റ്സ് നിക്കോളാസ് ടെസ്ല കേട്ടോ, ഇറ്റ്സ് നിക്കോളാസ് ടെസ്ല. ഗ്രേറ്റ്, കൊള്ളാലോ കുട്ടികളെ, ഇറ്റ്സ് നിക്കോളാസ് ടെസ്ല. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്, ഫൈൻ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ടൈപ്പ് ഓഫ് ചാർജ്. ഓക്കെ, നമ്മളിനി പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ചാർജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇലക്ട്രോൺസിനെ കൈമാറുക. അതിനുള്ള ആദ്യത്തെ മെത്തേഡാണ് എന്ത്, ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോഡിനെ ഒരു തുണിപ്പേസ് വെച്ച് നമ്മൾ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ ആണല്ലോ, നമ്മൾ അതിനാണ് എന്ത് പറയുന്നത്, ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്, റബ്ബ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക്, നിങ്ങൾ മിക്കവാറും ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് റോഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കുട്ടികൾ ഡൗട്ട് ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ആ ഒരു ഡൗട്ടിന് ഒരു അന്ത്യം വരികയാണ്. ഓക്കെ ആണല്ലോ, ഒരു ടേബിൾ എഗെയിൻ 1 മിനിറ്റ് ശ്രദ്ധിക്കുക, യു ആർ ഗോയിങ് ടു ഗെറ്റ് എ 1 ഷുവർ ക്വസ്റ്റ്യൻ. സോ ഞാൻ ഈ സൈഡിൽ പോസിറ്റീവ് ചാർജിനെ കുറിച്ചാണ് പറയുന്നത്, ഈ സൈഡിൽ പറയുന്നത് നെഗറ്റീവ് ചാർജാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ആദ്യത്തെ കേസ് നോക്കാം. ഒരു ഗ്ലാസ് റോഡ് സിൽക്കുമായിട്ട് ഒരതാണ്, അത് നമ്മൾ NCERT പഠിച്ച കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് കിട്ടും, അതുപോലെ തന്നെ സിൽക്ക് ക്ലോത്തിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഓക്കെ ആണല്ലോ, ഗ്ലാസ് റോഡ് ഇസ് പോസിറ്റീവ്ലി ചാർജ്, സിൽക്ക് ക്ലോത്ത് ഇസ് നെഗറ്റീവ്ലി ചാർജ്. അതുപോലെ തന്നെ ഒരു വൂളൻ ക്ലോത്ത്, ഓക്കെ ആണ്, ഒരു വൂളൻ ക്ലോത്ത് നമ്മൾ എന്താ ഒരു ഷൂസിലോ ഒരു പ്ലാസ്റ്റിക് ഒബ്ജക്റ്റിലോ വരുന്നതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വൂളൻ ക്ലോത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടും. അതുപോലെ തന്നെ ഈ റബ്ബർ ഷൂസ്, ആംബർ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒബ്ജക്ട്സ്, ഇതിനൊക്കെ നെഗറ്റീവ് ചാർജ് കിട്ടും. ഓക്കെ, ആംബർ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പോലത്തെ ഒരു സബ്സ്റ്റൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം പരിപാടി എന്ത് ചെയ്യുക, നമ്മൾ മുടി എന്താണ് കോമ്പ് വെച്ച് ചീന്തുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുടിക്ക് ഡ്രൈ ഹെയർ കേട്ടോ, വെറ്റ് ഹെയർ അല്ല, ഡ്രൈ ഹെയർ. അങ്ങനെയാണെങ്കിൽ ഡ്രൈ ഹെയറിന് പോസിറ്റീവ് ചാർജ് കിട്ടും, നെഗറ്റീവ് ചാർജ് കിട്ടുന്നത് കോമ്പിനാണ്. ഓക്കെ ആണല്ലോ, നെഗറ്റീവ് ചാർജ് കിട്ടുന്നത് കോമ്പിനാണ്. അതുപോലെ തന്നെ ക്യാറ്റ് സ്കിൻ, ഇതൊരു തവണ ജിപ്മറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് സാർ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. ക്യാറ്റ് സ്കിൻ അത് നമ്മളൊരു എബോണൈറ്റ് റോഡ് കൊണ്ട് റബ്ബ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എബോണൈറ്റ് റോഡ് നെഗറ്റീവ് ആയിരിക്കും, ക്യാറ്റ് സ്കിൻ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ, ഫൈൻ, ഗ്രേറ്റ്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായോ? ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ്, ഒരുപാട് കുട്ടികൾക്ക് ടെക്സ്റ്റ് വായിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ കാര്യമാണ്. ഇനി ഈ ഒരു ബുദ്ധിമുട്ട് ഈ കോംബി ക്ലാസ് കഴിയുമ്പോൾ ആർക്കും ഉണ്ടാവരുത്. ഓക്കെ ആണല്ലോ, ഇതേ നിങ്ങൾക്ക് ചോദിക്കുള്ളൂ, ഇതാണ് തലങ്ങും വിലങ്ങും ചോദിക്കുക. സോ മേക്ക് ദിസ് ക്ലിയർ. നിങ്ങൾക്ക് ചോദിക്കാവുന്ന 4 സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ, ഫൈൻ. സോ അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം, ഒരു പരിധി വരെ നമ്മൾ 10 to 15 ക്വസ്റ്റ്യൻസ് ചെയ്യും. പക്ഷേ കോംബിയോട് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് കൺസെപ്റ്റ്സ് ഷുഡ് ബി പക്കാ ക്ലിയർ. ഓക്കെ ആണല്ലോ, നമ്മൾ ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യും. ഇറ്റ് റിക്വയർസ്, ഫിസിക്സ് ഈസ് ഓൾ അബൌട്ട് ക്വസ്റ്റ്യൻസ്, ബട്ട് വിൽ ഡെഫിനറ്റ്ലി ഫോക്കസ് മോർ ഓൺ ദി തിയറി ആസ്പെക്ട് ഓൾസോ. കാരണം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ നമ്മളിത് കഴിഞ്ഞാൽ മേ ബി അടുത്തൊരു ക്വസ്റ്റ്യൻ സീരീസ് തന്നെ വരും, അതിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബട്ട് കുട്ടികൾ കൂടുതൽ ചോദിക്കാറ് സാർ ഹൗ ഇസ് ദിസ് ഹാപ്പനിങ്, എങ്ങനെയാണിത്? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസും ഉണ്ട് അലോങ് വിത്ത് ദിസ് കുറച്ച് തിയറി. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സപ്പോസ് വാട്ട് വി ആർ ഡൂയിങ് ഇസ്, ശ്രദ്ധിച്ചേ, ഞാൻ ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ളൊരു ബോഡി ഒരു
ന്യൂട്രൽ ബോഡിയുടെ അടുത്ത് കൊണ്ടുവരികയാണ്. ഇതിനകത്ത് ക്യൂ ഇപ്പോൾ 0 ആണ്, ഇതിൽ ചാർജ് ഒന്നുമില്ല. ശ്രദ്ധിക്കുക, ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പരസ്പരം തൊടാണ്ട് ഇവർക്കുള്ളിൽ ചാർജ് ഡെവലപ്പ് ചെയ്യണം. ഓക്കെ ആണല്ലോ, അതാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് അടുത്തേക്ക് വരുമ്പോൾ എന്ത് പറ്റും? ഇവർ പോസിറ്റീവിന് എപ്പോഴും നെഗറ്റീവിന് ഇഷ്ടമാണ്. അപ്പോൾ നെഗറ്റീവിനൊക്കെ അടുത്തേക്ക് വിളിക്കും. അപ്പോൾ എന്ത് പറ്റും? ഇവിടെയൊക്കെ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ, ഡെവലപ്പ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാന്നറിയോ? നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ നെഗറ്റീവ്ലി ചാർജ് ആക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈസായിട്ട് അടുത്തൊരു സ്റ്റെപ്പിൽ ഈ ഒരു ഇപ്പോൾ നെഗറ്റീവ് അല്ലേ, ഇവിടെ ഫുൾ നെഗറ്റീവ്, ഇവിടെ ഫുൾ പോസിറ്റീവ് ആണ് അല്ലേ. നമ്മൾ നൈസായിട്ട് ഈ പോസിറ്റീവ് ഇരിക്കുന്ന സ്ഥലം നമ്മൾ എർത്തിലേക്ക് അങ്ങ് കൊടുക്കും. ഇവിടെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കും. എന്തിനറിയോ? നെഗറ്റീവ് കൂടെ വരാണ്ടിരിക്കാൻ. അപ്പോൾ എന്ത് പറ്റും? ഈ എൻറ്റയർ ചാർജ് താഴത്തേക്ക് ഇറങ്ങിപ്പോവും. ഇപ്പം എന്താ ബാക്കിയുള്ളത്? ഇപ്പം മൊത്തം നെഗറ്റീവ് ചാർജാണ് ബാക്കിയുള്ളത്. ഇപ്പം എന്ത് പറ്റി? നമുക്കൊരു നെഗറ്റീവ് ചാർജ് ആയിട്ട് ഒരു ഒബ്ജക്റ്റിനെ കിട്ടി. മനസ്സിലായല്ലോ? ദിസ് ഇസ് വാട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ വേറൊരു ഒബ്ജക്റ്റായിട്ട് തൊടാണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദിസ് ഇസ് കോൾഡ് എസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ ആണല്ലോ, ഫൈൻ. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അത് ഇവർ പറയുന്നുണ്ട് Q ഡാഷ് ഇസ് ഈക്വൽ ടു Q ഇൻറ്റു 1 മൈനസ് 1/K. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. അത് ആരെ കമൻറ്റ് ചെയ്തത്? മിർഷയാണ് കമൻറ്റ് ചെയ്തത്. റൈറ്റ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ Q ഡാഷ് ഇസ് ഈക്വൽ ടു Q ഇൻറ്റു 1 മൈനസ് 1/K. വേർ വാട്ട് ഇസ് K? K എന്താ? ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കട്ടെ. ആർക്ക് K ഏതാണെന്ന് അറിയാമെന്നുള്ളത് നോക്കട്ടെ. K എന്താണെന്ന് പറയണം, അല്ലെങ്കിൽ സാറ് പറഞ്ഞു തരാം കേട്ടോ. Q ഡാഷ് ഇസ് ഈക്വൽ ടു Q ഇൻറ്റു 1 മൈനസ് 1/K. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് കണ്ടക്ഷൻ ബൈ കോൺടാക്ട്. ഓക്കെ ആണല്ലോ, കണ്ടക്ഷൻ ബൈ കോൺടാക്ട്. കണ്ടക്ഷൻ ബൈ കോൺടാക്ട് എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. 2 ചാർജ് ഉണ്ട് അല്ലേ. ഒരു ചാർജ് ഫുൾ പോസിറ്റീവാണ്, മറ്റേതിൽ ചാർജ് ഒന്നുമില്ല. നമ്മളിത് മുട്ടിച്ചപ്പോൾ എന്ത് പറ്റി? കുറച്ച് ചാർജ് അപ്പുറത്തേക്ക് പോയി. കാരണം ഇവിടെ പോസിറ്റീവ് ഇങ്ങനെ തിങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പോസിറ്റീവ് അങ്ങോട്ട് പോയി. അപ്പോൾ രണ്ടും ചാർജായി. ഓക്കെ ആണല്ലോ, ഫൈൻ. K എന്താണ്? ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. റൈറ്റ്, ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് അതാണ് കേട്ടോ. സോ യു ഗോട്ട് ഇറ്റ് റൈറ്റ്, ദാറ്റ് ഇസ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ കണ്ടക്ഷൻ ബൈ കോൺടാക്ട് എന്ന് പറഞ്ഞാൽ 2 അടുത്ത് വയ്ക്കുന്ന സമയത്ത് ഇതിലെ ചാർജ് ഇപ്പുറത്തേക്ക് കൂടെ കുറച്ച് പോകും. ഓക്കെ ആണല്ലോ, ദാറ്റ് ഈസ് നോൺ ആസ് ഡൈ ഇലക്ട്രിക്, ദാറ്റ് ഈസ് നോൺ ആസ് കണ്ടക്ഷൻ ബൈ കോൺടാക്ട്. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. സോ ദാറ്റ് ഈസ് റിഗാർഡിങ് കണ്ടക്ഷൻ ബൈ കോൺടാക്ട്. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ പറയുന്നതോടെ നമ്മൾ അത് കഴിഞ്ഞു. നൗ വി ആർ മൂവിങ് ടു വൺ ഇമ്പോർട്ടൻറ്റ് പാർട്ട്, കുളംസ് ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ആകെ അറിയേണ്ടത്, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹൗ ഇസ് ഇറ്റ്? നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഈ സ്പീഡ് ഓക്കെയാണോ? നിങ്ങൾ ജസ്റ്റ്, കാരണം ഇറ്റ്സ് ഓൾ അബൌട്ട് എന്താ പറയുക, ഗെറ്റിംഗ് ലോട്ട് ഓഫ് എന്താ പറയുക, നമ്മൾ ഈ ഫീഡ്ബാക്സ് കിട്ടുക എന്ന് പറയില്ലേ. സോ ദാറ്റ് ഈസ് വാട്ട്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് തോന്നുകയാണെങ്കിലോ ഡൂ ഫീൽ ഹാപ്പി ടു ഷെയർ ടു മീ. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു കുട്ടിക്ക് നെഗറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ. അപ്പോൾ വിചാരിക്കുക സാർ അതൊന്ന് മാറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ ഞാൻ ഒരുപാട് തവണ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കാറ്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറയും. കാരണം നിങ്ങൾ യു ആർ ഹിയർ ടു ലേൺ അല്ലേ. അപ്പോൾ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ പറയണം. ഓക്കെ ആണല്ലോ, ഫൈൻ. സ്ലൈഡ് ഗ്രൂപ്പിലിടോ? ഓ ഡെഫിനറ്റ്ലി. ഓക്കെ ആണല്ലോ, സ്ലൈഡ് ഗ്രൂപ്പിലിടാം കേട്ടോ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് പാർട്ട് വിച്ച് ഇസ് കുളംസ് ലോ. കുളംസ് ലോൻ്റെ സ്പെല്ലിംഗ് ശരിയാണോടാ? ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് ടൈപ്പ് ചെയ്തപ്പോൾ. ശരിയാണോ തെറ്റാണോ? ആദ്യം അത് പറയും. ഓക്കെ, കുളംസ് ലോൻ്റെ സ്പെല്ലിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കുളംസ് ലോൻ്റെ സ്പെല്ലിംഗ് COULOMB ആണ് കേട്ടോ. LOMB ആണ്. COULOMB ആണ് കേട്ടോ. പെട്ടെന്ന് ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. എന്താണ് കുളംസ് ലോ പറയുന്നത്? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ശ്രദ്ധിച്ചേ, 2 ചാർജ് ഉണ്ട്, Q1 ആൻഡ് Q2. അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ അവർക്കിടയ്ക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് F is equal to 1/4πε0 Q1 Q2/R². ഓക്കെ ആണല്ലോ. അതിൽ ε0 നമ്മൾ വിളിക്കുന്ന പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ആൻഡ് പെർമിറ്റിവിറ്റിയുടെ വാല്യൂ ആണ് 8.85 × 10⁻⁻12. ഈ കാര്യം കുട്ടികളെ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക കേട്ടോ. വേറൊന്നുമല്ല, ഞാൻ നീറ്റ് എഴുതുന്നത് 2018 ആ ഇയറിലെ ക്വസ്റ്റ്യൻ ആയിരുന്നത്. ദ യൂണിറ്റ് ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, യൂണിറ്റ് അല്ല ഡയമെൻഷൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദീസ് ആർ ദി ക്വസ്റ്റ്യൻസ്. ഇതൊക്കെയാണ് ഇപ്പോൾ അവർ ക്വസ്റ്റ്യൻ ആയി ചോദിക്കുന്നത്. സോ കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ, ഫൈൻ.
അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ചോദിക്കാം, എന്താ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഓക്കെ ആണല്ലോ, എന്തും നിങ്ങളോട് ചോദിക്കാം. സോ 1/4πε0. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 1/4πε0? 9 × 10⁻⁹ കിട്ടിയല്ലോ, 9 × 10⁹. ഓക്കെ ഫൈൻ. പിന്നെ നിങ്ങൾ അറിയേണ്ട കാര്യമാണ് വാട്ട് ഈസ് റിലേറ്റീവ് പെർമിയബിലിറ്റി. എപ്സിലോൺ എന്ന് പറയുന്നത് ഈസ് ദി ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും, സർ പെർമിറ്റിവിറ്റി സ്പെല്ലിംഗ് വേണമെങ്കിൽ തരാം, PERMITTIVITY പെർമിറ്റിവിറ്റി. എന്താണ് പെർമിറ്റിവിറ്റി എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സബ്സ്റ്റൻസിലൂടെ എത്ര എളുപ്പത്തിൽ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യും എന്നതിൻ്റെ ഒരു മെഷറാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. എന്താണ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സബ്സ്റ്റൻസിലൂടെ എത്ര സിമ്പിളായിട്ട് ഇലക്ട്രിക് ഫീൽഡിന് പാസ് ചെയ്യാം, അതിനെയാണ് നമ്മൾ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ദ ഓർ ദി ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ടു പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ജസ്റ്റ് കുളംസ് കോൺസ്റ്റന്റ് വാല്യൂ 8.854 ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ, ജസ്റ്റ് അത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ നിങ്ങളുടെ ഒരു നോട്ടിന് വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് കുളംസ് ലോ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദാറ്റ് ഈസ് അബൌട്ട് കുളംസ് ലോ. ഇനി നമുക്കറിയേണ്ടത് കുളംസ് ലോ ഇൻ വെക്റ്റർ ഫോം. ഓക്കെ ഉള്ള ഒരു വെക്റ്റർ ഫോമിൽ എങ്ങനെയാണ് എഴുതാന്നാണ് കാര്യം. സോ വെക്റ്റർ ഫോം എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, നമ്മൾ അവർക്ക് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 6 ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇനി 6-നൊരു ഡയറക്ഷൻ കൊടുക്കും. അതൊന്നെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അത് 2-ൽ നിന്ന് 1-ലേക്ക് എടുക്കും. അതാണ് F12 എന്ന് പറയുന്നത്. ചിലവർ 1-ന്ന് 2-ലേക്ക് F12 എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഇസ് ടോട്ടലി ഓക്കെ. അത് ഇപ്പോഴും നമ്മുടെ ഫിസിക്സിലുള്ള ഒരു വലിയൊരു തർക്കമാണ്. ഓക്കെ ആണല്ലോ, അത് എങ്ങനെയാണെന്നുള്ളത്. സോ ഞാൻ എടുക്കുന്നത് R12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം 1 to 2. ഓക്കെ ആണല്ലോ, ഞാൻ അങ്ങനെയാണ് എപ്പോഴും പഠിപ്പിക്കാറ്. R12 എന്ന് പറഞ്ഞാൽ 1-ൽ നിന്ന് 2-ലേക്ക്. ഞാൻ പഠിപ്പിച്ചത് തന്നെ, പഠിപ്പിച്ചവരെല്ലാവരും പറഞ്ഞത് അങ്ങനെയാണ്. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ ആണല്ലോ, വേറെ ഒന്നുമില്ല, അവർക്കുള്ള ഡിസ്റ്റൻസ് നമ്മളൊരു ഡയറക്ഷൻ കൊടുക്കുകയാണ്. കാരണം ഒരു കുട്ടി പറയുകയാണെങ്കിൽ Q2 നിന്ന് Q1-ലേക്കാണ് ഫോഴ്സ്, വേറൊരു കുട്ടി പറയുകയാണത് Q1-ൽ നിന്ന് Q2-ലേക്കാണ്. എന്തോ ആയിക്കോട്ടെ, നമുക്കതൊന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്യാം. ഇനി തൊട്ട് ഞാൻ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത് Q1-ൽ നിന്ന് Q2-ലേക്കാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, F21 is equal to KQ1 Q2/R² R12. ഓക്കെ ആണല്ലോ. സോ ഇതൊന്നും നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ, ഫൈൻ. സർ എല്ലാ പോർഷനും എടുക്കണേ, ഒന്നും സ്കിപ്പ് ചെയ്യരുത് പ്ലീസ്. ഓ ഷുവർ അസ്ന, നമ്മളൊന്നും സ്കിപ്പ് ചെയ്യുന്നുണ്ടാവില്ല, നമ്മൾ മൊത്തം എടുക്കും. ആകെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുമെന്നാണ്. കാരണം ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണല്ലേ ചാപ്റ്റർ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് ചാപ്റ്റർ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയതുകൊണ്ട് തന്നെ എന്താണ് പ്രശ്നം നിങ്ങൾക്കറിയാം, ഒരുപാട് പറയാനുള്ളൊരു ചാപ്റ്ററാണ്. സോ ഒരു 2 മണിക്കൂർ എടുക്കും. അതായത് ഒരു 12 വരെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല എന്നൊരു കമൻറ്റ് കാണുകയാണെങ്കിൽ ഞാൻ മൊത്തം തീർത്തുതരാം. ഓക്കെ ആണല്ലോ, 12 മണി വരെ എടുക്കാൻ നിങ്ങൾ പെർമിഷൻ തന്നാൽ സാർ ഫുൾ തീർക്കും. അല്ല 11:30 ആകുമ്പോഴേക്കൊക്കെ തീർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഓടിച്ചു വിട്ട് പറയേണ്ടി വരും. മേ ബി 1-2 കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും. നിങ്ങൾ പറയും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതുപോലെ എടുത്തുതരാം. നിങ്ങൾക്കൊരു 12 മണിയിൽ ഇരിക്കാനുള്ള ക്ഷമയുണ്ടെങ്കിൽ സാർ മൊത്തം എടുത്തുതരും. ഓക്കെ ആണല്ലോ, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ എടുത്തുതരും. നോ ഇഷ്യൂസ് ഫോർ ദാറ്റ്. ഓക്കെ, സോ അത് കഴിഞ്ഞു. സോ ദിസ് ഈസ് എ വെക്റ്റർ ഫോം ഓഫ് കുളംസ് ലോ. ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം കൂടെയുണ്ട്, 2 കാര്യങ്ങൾ കൂടെയുണ്ട്. ആദ്യത്തേത് എന്ന് പറയുന്നത്, അത് എപ്പോഴും എല്ലാവരും ഡിസ്കസ് ചെയ്യാറില്ല, ബട്ട് നിങ്ങൾ അറിയണം. അതാണ് കുളംസ് ലോ ഇൻ ടേംസ് ഓഫ് പൊസിഷൻ വെക്റ്റർ. ഓക്കെ ആണല്ലോ, അതുകൂടെ നിങ്ങൾ അറിയണം. പൊസിഷൻ വെക്റ്റർ എന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കുളംസ് ലോനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. അങ്ങനെ വരുന്ന സമയത്ത് എന്താ പറ്റുക, നമ്മളൊന്നുമില്ല, നമ്മൾ ഇനി തൊട്ട് ആ 2 ചാർജ് അല്ലേ, നമുക്ക് 2 ചാർജ് ഉണ്ട്, Q1-ഉം Q2-ഉം. ആദ്യത്തെ പൊസിഷൻ വെക്റ്റർ ഈസ് R1. എന്താണ് പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയണമെങ്കിൽ ആദ്യം നമുക്കൊരു ആക്സിസ് വേണം. ആ ആക്സിസിൽ നിന്ന്, അതിൻ്റെ ഒറിജിനിൽ നിന്ന് ആ ചാർജിലേക്ക് നീ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ആ വെക്റ്ററാണ് അതിൻ്റെ പൊസിഷൻ വെക്റ്റർ. ഇതാണ് അതിൻ്റെ പൊസിഷൻ വെക്റ്റർ Q2. ഇതിനാണ് നമ്മൾ R21 എന്ന് പറയുക. ഓക്കെ ആണല്ലോ, R21 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പൊസിഷൻ വെക്റ്റർ എന്താണെന്ന് ചിലപ്പോൾ ഒരു 1 മാർക്കിനായിട്ടേ ചോദിക്കുള്ളൂ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ F12 ഇസ് ഈക്വൽ ടു കെ എന്ന് പറയുന്നത് എന്താ, 1/4πε0 കേട്ടോ. KQ1 Q2/R1 മൈനസ് R2 അതിൻ്റെ മോഡുലസ് ഇൻറ്റു R1 മൈനസ് R1 ക്യൂബ്/R1 മൈനസ് R2. ഓക്കെ ആണല്ലോ. സോ ഇതാണ് നമ്മുടെ വെക്റ്റർ പൊസിഷൻ വെക്റ്റർ ഫോമിലുള്ള കുളംസ് ലോ എന്ന് പറയുന്നത്.
ഒരു പരാതിയില്ല, നോ പ്രോബ്ലംസ്, 12, 1, 2 അങ്ങനെ പറയില്ലേ. അപ്പോൾ എനിക്ക് ഉറങ്ങട്ടെ, അവർ ഡ്രീം ഇസ് ബിഗ്. ഓക്കെ ആണല്ലോ, ക്ലോക്ക് 12 വരെ 12 ക്ലോക്ക് വരെ എടുത്തോളൂ സാർ. ഓക്കെ ആണല്ലോ, സോ ഹാപ്പി ടു സീ ദാറ്റ് അവർ ഡ്രീം ഈസ് ബിഗ്. അതാണ് മെയിൻ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും, നിങ്ങൾ എല്ലാവരും, ഞാൻ സത്യം പറഞ്ഞാൽ ഹാവ് എ ഹ്യൂജ് റെസ്പെക്ട് ഫോർ യു. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ദ ടൈം ഇസ് 10:30 അല്ലേ. ഒരു ആവറേജ് കുട്ടി, നിങ്ങളുടെ പ്രായത്തിലുള്ള ഏത് കുട്ടിയാണെങ്കിലും ഈ സമയത്ത് എന്തെങ്കിലും ഒരു നെറ്റ്ഫ്ലിക്സ് കാണാനോ ഒരു യൂട്യൂബിൽ കാണാനോ അല്ലെങ്കിൽ റിപ്പീറ്റർ ആണെങ്കിൽ ഉറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സമയമാണ്. ഈവൺ ഇൻ ദാറ്റ് ടൈം യു ആർ കമ്മിങ്, യു ആർ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ സ്ക്രീൻ ആൻഡ് യു ആർ വാച്ചിങ് മൈ ക്ലാസ്സിൽ. ഒരു സാറ് എന്തൊക്കെയോ പറഞ്ഞ് നിങ്ങൾ രാത്രി 10:30, ഇത് 12 മണി വരെ നീളാണെങ്കിൽ 12 മണി വരെ നിങ്ങൾ കേൾക്കുകയാണ്. ആൻഡ് ദാറ്റ്സ് എ ഗ്രേറ്റ്. എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് ഓൺലി ബിക്കോസ് യുവർ ഡ്രീംസ് ആർ സോ ഹൈ. കാരണം ശരിയാണ്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, എന്താ അറിയോ, നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്ന സ്ഥലം, ദ ഹാപ്പിനെസ് ഓഫ് ബീയിങ് എ ഡോക്ടർ, ഇറ്റ്സ് സോ ഹൈ. അതെ, ഒരു ഡോക്ടർ ആവാന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ചെറിയൊരു കാര്യമല്ല അല്ലേ. അപ്പോൾ അങ്ങനെ നീറ്റ് ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലും ചെറുതല്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ യു ഹാവ് ടു ഡു സർട്ടൻ സാക്രിഫൈസസ് ഇൻ ലൈഫ് അല്ലേ. ബാക്കിയുള്ള കുട്ടികൾ ചെയ്യുന്നതിനേക്കാൾ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അധികം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ബാക്കി കുട്ടികൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ പഠിക്കണം, ബാക്കി കുട്ടികൾ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾ എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടി വരും. ബട്ട് ഈസ് ഇറ്റ് ഓൾ വർത്ത് ഇറ്റ്? ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ്. കാരണം എല്ലാം കഴിഞ്ഞ് വെൻ യു ലുക്ക് ഇൻ ബാക്ക് ഇൻ ടൈം. ഇപ്പം എന്നെ സംബന്ധിച്ച് 2017, നിങ്ങൾ വിചാരിക്കുമ്പോൾ വളരെ മുന്നെയാണ്, ബട്ട് 2017 എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയമായിരുന്നു. ആ സമയത്തൊക്കെ വെൻ ഐ ജസ്റ്റ് ലുക്ക് ബാക്ക്, ഐ ജസ്റ്റ് താങ്ക് മൈസെൽഫ് ഫോർ നോട്ട് ഗിവിങ് അപ്പ്. അന്ന് വിട്ടുകൊടുക്കാണ്ട്, അന്ന് കുട്ടികളെല്ലാവരും കളിച്ച സമയത്ത് ഞാൻ അന്നിരുന്ന് പഠിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ വന്നിരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും കഴിയുന്നത്. ആൻഡ് ഒരുപാട് പേര് പറയും, ഇപ്പോൾ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ അവർ നത്തിങ്. ദി ഓൺലി അഡ്വാൻറ്റേജ്, അത് നിങ്ങളുടെ മുന്നിൽ ഇരിക്കാനുള്ള എൻ്റെ ഒരു യോഗ്യത എന്ന് പറയുന്നത് നിങ്ങളെക്കാൾ മുന്നേ ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. നിങ്ങളെക്കാൾ 4 or 5 വർഷം മുന്നേ ജനിക്കാനും അതിന് മുന്നേ എക്സാം എഴുതാനും പറ്റി. അത് മാറ്റി വെച്ചാൽ വി ആർ ഓൾ ദി സെയിം ഡാ. അതാ പറയുന്നത്, ഐ എം ജസ്റ്റ് എന്താ പറയുക, വെൽക്കമിങ് യു ടു ബി എ ഡോക്ടർ. ഈ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞൊരു വലിയ ഫാമിലി, ഡോപ്പ ഇസ് ഓൾ ഓഫ് ഡോക്ടേഴ്സ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഫാമിലിയിലേക്കാണ് ഞാൻ നിങ്ങളെ ആക്ച്വലി ഇൻവൈറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്, ഐ ബി സോ ഹാപ്പി ടു സീ എവ്രി വൺ അല്ലേ. നിങ്ങളെല്ലാവരെയും കാണാനും സംസാരിക്കാനും ഒക്കെ ഐ ബി സോ ഹാപ്പി. ഓക്കെ, ഒരു സെക്കൻഡ്. ഒറ്റ സെക്കൻഡ്, ചെറിയൊരു ഇവിടുത്തെ ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ കാണിക്കുന്നുണ്ട്. ഹലോ, ഞാൻ ജസ്റ്റ് നെറ്റ് പോയിട്ടുണ്ട്. സോറി ഗായ്സ്, സോറി കേട്ടോ, ചെറിയൊരു എറർ വന്നാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, എവറിത്തിങ് ഇസ് ഓൾ റൈറ്റ്. സോ പറഞ്ഞു വന്നത് എന്തായിരുന്നു, യു ആർ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ബീയിങ് എ ഡോക്ടർ അല്ലേ. സോ യു ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട് എനിത്തിങ് എൽസ്. ദ കറണ്ട് തിങ്, വാട്ട് യു ഹാവ് ടു ഫോക്കസ് നൗ ഇസ് ടു സ്റ്റഡി. ഓക്കെ ആണല്ലോ. സോ മോട്ടിവേഷൻ ഇടയ്ക്കിടയ്ക്ക് തരണം. ഓക്കെ ആണല്ലോ. ഐ എം ഗ്രേറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് നോട്ട് അബൌട്ട് മോട്ടിവേഷൻ അല്ലേ. ഇത് ആരും പറഞ്ഞു തരിക അല്ലെങ്കിൽ ആരും പറഞ്ഞു കൊടുക്കേണ്ടതൊന്നുമല്ല. ഇറ്റ് ഓൾ കംസ് ഫ്രം വിത്തിൻ യു. നിങ്ങൾക്ക് ഡോക്ടർ ആവണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളതായിരിക്കും. ഹൂഎവർ സ്റ്റോപ്സ് യു ഫ്രം ബിക്കമിങ് ഇറ്റ്, യു വിൽ ബിക്കം ഇറ്റ് വൺ ഡേ. അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് യു ഗൈസ് ആർ സിറ്റിംഗ് ഹിയർ കീപ്പിംഗ് ഇറ്റ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും, എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കും, എൻ്റെ ലൈഫിനെ കുറിച്ച്, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാവും. എല്ലാം നമ്മൾ പറയാൻ പറഞ്ഞല്ലോ, ദിസ് ഈസ് എ ജേർണി ഫോർ മിനിമം 100 days അല്ലേ. നമ്മുടെ ഈ കോമ്പി മൊത്തം കഴിയുമ്പോഴേക്കും ഒരു 100 ദിവസത്തിനടുത്തുണ്ടാവും. 3 മാസം കാലഘട്ടത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇനി കാണുന്നുണ്ടാവും, സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. സോ ഞാൻ ഇടയ്ക്കൊന്ന് മാറിയെന്നേ ഉള്ളൂ, ബട്ട് വിൽ ബി കമ്മിങ് ബാക്ക്. ഓക്കെ ആണല്ലോ. ഇതാണ് പൊസിഷൻ വെക്ടറിൻ്റെ ടേമിൽ.
പിന്നെയുള്ള കാര്യം എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ ഇമ്പോസിഷൻ എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യം കൂടെയുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. അത് വേറൊന്നുമല്ല പറയുന്നത് നമുക്ക് ഒരുപാട് ചാർജസ് ഉണ്ടെങ്കിൽ, ഒരുപാട് ചാർജസ് ഉണ്ടെങ്കിൽ ഇവർക്കിടയ്ക്കുള്ള ചാർജസിനെല്ലാം നിനക്ക് പരസ്പരം ആഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇവർക്കിടയ്ക്കുള്ള ചാർജസിനെല്ലാം നിങ്ങൾക്ക് പരസ്പരം ആഡ് ചെയ്യാൻ പറ്റും. അതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ, വേറൊന്നും അറിയണ്ട, ജസ്റ്റ് ആഡ് ഇറ്റ്. ഓക്കെ ആണല്ലോ? ഇനിയുള്ള കാര്യമാണ് ഇക്വിലിബ്രിയം ഓഫ് ചാർജ് പാർട്ടിക്കിൾസ്. ഓക്കെ ആണോ? ദിസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് കാര്യം. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യം എന്താ പറയുക, നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിന് ഒരുപാട് ഫോർമുലാസ് കിട്ടും. ഞാൻ അതിനെല്ലാം കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് തരാം. ഓക്കെ ആണല്ലോ? സോ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക, മൾട്ടിപ്പിൾ സാധനങ്ങൾ കണ്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ ഒരു 5-10 മിനിറ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കിട്ടുന്ന അതേ കാര്യം ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് അങ്ങ് തരാം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. ഓക്കെ അല്ലേ? സോ അതിലൊരു കാര്യമാണ് എന്ത്, നിങ്ങൾ എപ്പോഴും അറിയുന്ന ഒരു 3 പോയിൻറ്റ് ചാർജ് സിസ്റ്റം ഉണ്ട്. അതാണ് ഇക്വിലിബ്രിയം ഓഫ് പാർട്ടിക്കിൾസിൽ ഒന്നാമത്തത്. അതാണ് 3 പോയിൻറ്റ് ചാർജ് സിസ്റ്റം. 3 പോയിൻറ്റ് ചാർജ് സിസ്റ്റം. അതെന്താ അറിയോടാ? ശ്രദ്ധിച്ചേ, 3 ചാർജാണ് ഇവിടെ ഉള്ളത്. യു ഹാവ് Q1, യു ഹാവ് Q2 ആൻഡ് യു ഹാവ് ദി സ്മോൾ ലെറ്റർ Q. ഓക്കെ ആണല്ലോ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കാം, ഇതിൽ എല്ലാ ചാർജും ലൈക്ക് ചാർജസ്, അതായത് എല്ലാം പോസിറ്റീവാണ്, എല്ലാം നെഗറ്റീവാണെന്ന് വിചാരിക്കുക. സോ കേസ് 1 എന്ന് പറയുന്നത് ചാർജസ് ആർ ലൈക്ക്. ഓക്കെ, ഇവർക്ക് Q1-ഉം Q-നും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് വിചാരിക്കുക. Q1-നും Q2-നും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആർ ആണെന്ന് വിചാരിക്കുക. ചാർജസ് ആർ ലൈക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ത് പറ്റും? ശ്രദ്ധിച്ചേ, രണ്ടാളും പരസ്പരം വലിക്കുകയായിരിക്കും. ഓക്കെ ആണല്ലോ? സോ വാട്ട് ഹാപ്പൻസ് FQ is equal to KQQ by x square minus Q1Q minus KQ2 by r minus x the whole square will be equal to 0. ഓക്കെ ആണല്ലോ? അതായത് എന്താ പറ്റുന്നത് അറിയോ? ഒരാൾ പിടിച്ച് വലിക്കും, അടുത്ത ആൾ പിടിച്ച് വലിക്കും. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് ചാർജ്, ഇത് രണ്ടെണ്ണത്തിൻ്റെയും വലിയുടെ മൈനസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതാണ് ഞാനിവിടെ എഴുതിയത്. ഓക്കെ ആണല്ലോ? ആദ്യം ഈ 2 ചാർജ് എടുത്തു, പിന്നെ ഈ 2 ചാർജ് എടുത്തു. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്, r മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. അത് 0 ആയാൽ മതി. ഓക്കെ ആണല്ലോ? സോ അതാണ് ആദ്യത്തെ കേസ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് തേർഡ് ചാർജ്, മൂന്നാമത്തെ ചാർജാണ്. തേർഡ് ചാർജ് ഷുഡ് ബി അൺലൈക്ക്. അതായത് 2 പോസിറ്റീവിനിടയ്ക്ക് ഇവിടെ എന്താ പറ്റിയേ? ഇവിടെ 2 പോസിറ്റീവ് ആണെങ്കിൽ ഇതും പോസിറ്റീവാണ്. ഓക്കെ, ഈ കേസിൽ 2 പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് പറ്റും? ഇത് നെഗറ്റീവ് ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇവിടെ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ Q1, അതായത് Q1 ചാർജ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ FQ1 അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് വിൽ ബി KQ1Q2 by r square പ്ലസ് KQ1Q2 by x square is equal to 0. ഓക്കെ ആണല്ലോ? അതാണ് ഇവിടെ വരുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഹാപ്പൻസ്, ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ടത്, നിങ്ങളോട് ചോദിക്കുക എന്തായിരിക്കും അറിയോ? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ ഫസ്റ്റ് ചാർജ് ദ കോമൺ ചാർജ് അല്ലെങ്കിൽ Q ഷുഡ് ബി കെപ്റ്റ്. എപ്പോഴും ചോദിക്കുക എക്സിൻ്റെ വാല്യൂ എത്രയെന്നാണ് മക്കളെ. ഇനി നിങ്ങൾക്ക് അത് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഹിയർ ഈസ് ദ ഇക്വേഷൻ ഫോർ ദാറ്റ്. റൂട്ട് ഓഫ് Q1 by റൂട്ട് ഓഫ് Q1 പ്ലസ് റൂട്ട് ഓഫ് Q2 ഇൻറ്റു R. ഇതാണ് എന്ത്? ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരുപാട് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് സമയം കളയരുത്. റൂട്ട് ഓഫ് Q1 by റൂട്ട് ഓഫ് Q1 പ്ലസ് Q2 ഇൻറ്റു R ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരമായി. ഓക്കെ ആണല്ലോ? ഫൈൻ. അതുപോലെ തന്നെ ചിലപ്പോൾ ചോദിക്കുക എത്ര ചാർജ് നടുക്ക് വെക്കണം, അതായത് ഇവിടുന്ന് 2 സെൻറ്റിമീറ്റർ മാറി ഏത് ചാർജ് വെച്ചാലാണ് അവർ ഇക്വിലിബ്രിയത്തിലാവുക, അങ്ങനെയും ചോദ്യം വരാം. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ശ്രദ്ധിച്ചേ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, സ്മോൾ ലെറ്റർ Q, അതാണ് ആ ചാർജ് അല്ലേ? Q is equal to minus Q1 Q2 divided by root of Q1 plus root of Q2 the whole square minus Q1 Q2 by root of Q1 plus root of Q2 the whole square. ഓക്കെ ആണല്ലോ? അതാണ് ആ ചെറിയ ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി നിങ്ങൾക്ക് ഒരിക്കലും 3 സിസ്റ്റം ചാർജ് ഒരു ബുദ്ധിമുട്ടാവില്ല. ആകൂടാ, ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. നിങ്ങളോട് ചോദിക്കുക വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, ഉത്തരമായി എക്സ്. അടുത്ത ചോദ്യം വരിക വാട്ട് ചാർജ് ഷുഡ് ബി പ്ലേസ്ഡ്, അതിനുമുള്ള ഇക്വേഷൻ ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു കാര്യം മനസ്സിലായില്ല. അപ്പോൾ ഒരുപാട് പേര് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. വേറെ ഒന്നുമില്ലടാ, ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളോട് 2 ചാർജ് എൻഡിൽ വെച്ചിട്ടുണ്ടാവും. സപ്പോസ്
2 കുളം ചാർജ് 3 കുളം ചാർജ് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. എന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും അവർക്കിടയിൽ 3 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ചോദിക്കും എന്ത്, ഇതിന്ന് 1 സെൻറ്റിമീറ്റർ മാറി ഒരു ചാർജ് വെക്കണം. അത് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ആ ചാർജിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ചാർജിൻ്റെ വാല്യൂ ആണ്. അതിന് ഇത് ഈ ഇക്വേഷൻ കൊടുക്കുക, -q1 q2 by √Q1 + Q2 the whole square. അല്ല, നിങ്ങളോട് ചോദിക്കുകയാണ് ഞാനിവിടെ ഒരു കുളമ്പ് ചാർജ് വെക്കുന്നുണ്ട്, അത് ഈ ചാർജിൽ നിന്ന് എത്ര ദൂരം മാറി വെക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ദ ആൻസർ ഇസ് x = √Q1 by √Q1 + √Q2 × r. ഓക്കെ ആണല്ലോ, ഫൈൻ. അത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ ആണല്ലോ, ഫൈൻ. അത് മാത്രം ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ഇതെന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. വേറൊന്നുമില്ല, ഇത് പ്ലസ് ചാർജ് ആണെന്ന് വിചാരിക്കാം. നടുക്കിരിക്കുന്നത് പ്ലസ് ചാർജ് ആണ്, രണ്ട് സൈഡിലും പ്ലസ് ചാർജ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇവനെ അങ്ങോട്ട് തള്ളും, കാരണം ലൈക്ക് ചാർജസ് ആണ്. ഇവനെ ഇങ്ങോട്ട് തള്ളും. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും തള്ളു വരികയാണ് അല്ലേ. അപ്പോൾ എന്ത് പറ്റും, രണ്ട് തള്ളും, അതായത് രണ്ട് തള്ളും ഈക്വൽ ആയിരിക്കണം, കറക്റ്റ് പറയുകയാണെങ്കിൽ. അതായത് ഒരു സൈഡിൽ നിന്ന് കിട്ടുന്ന റിപ്പൽഷനും മറ്റേ സൈഡിൽ നിന്ന് കിട്ടുന്ന റിപ്പൽഷനും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന റിപ്പൽഷൻ kq1/x² ആണ്. അപ്പുറത്തെ സൈഡിൽ നിന്ന് കിട്ടുന്ന റിപ്പൽഷൻ kq2/r-x² ആണ്. അത് രണ്ടും ഈക്വൽ ആയാൽ മതി. ഓക്കെ ആണല്ലോ. ഇനി അൺലൈക്ക് ആണെങ്കിൽ എന്ത് പറ്റും, ഇവൻ ഇങ്ങോട്ട് വലിക്കും, അതുപോലെ തന്നെ ഇവൻ ഇങ്ങോട്ട് വലിക്കും. അപ്പോൾ ഇവരുടെ രണ്ട് വലിയും കൂടെ ഒരുമിച്ച് പിടിക്കുമ്പോൾ അത് ഈക്വൽ ആയാൽ മതി. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ, ഫൈൻ. ഗ്രേറ്റ്. സോ അതവിടെ കഴിയാണ്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾക്ക് ഈ ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ ഒരുപാട് പേര് എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്. ഒന്നുമില്ല, വേറൊന്നും നിങ്ങളിതിൻ്റെ ഡെറിവേഷനോ കാര്യങ്ങളോ ഒന്നും പഠിക്കേണ്ട, ഭയങ്കര കോംപ്ലക്സ് ആണ്. നിങ്ങൾ ആകെ അറിയേണ്ടത് ഒരു ട്രയാങ്കിൾ തന്നിട്ട് അതിൻ്റെ നടുക്കിരിക്കുന്ന ചാർജ് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഈ ചാർജിൻ്റെ വാല്യൂ എത്രയെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ q = -q/√3. അതായത് സൈഡിലിരിക്കുന്ന ചാർജ് /√3. മനസ്സിലായോ? അതാണ് എന്തെന്ന് പറയുന്നത്, അതിൻ്റെ ടോട്ടൽ, അതായത് നടുക്കിരിക്കുന്ന ചാർജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -q/√3 ആണ്. കിട്ടിയല്ലോ, q = -q/√3. ഓക്കെ. ആൻഡ് ഇതാണ് അടുത്ത സിറ്റുവേഷൻ. ഒരു സ്ക്വയർ, അതിൻ്റെ 4 സൈഡിലും q ഇരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളോട് ചോദിച്ചത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് q. അങ്ങനെയാണെങ്കിൽ q = -q × 2√2 + 1 /4. q is equal to -q into 2√2 + 1 /4. ഓക്കെ ആണോ? മനസ്സിലായോ? സോ ഇതാണ് രണ്ട് കേസ് കേട്ടോ. വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ട്രയാങ്കിളിൻ്റെ നടുക്കാണ് ഇരിക്കുന്നതെങ്കിൽ -q/√3, ഒരു സ്ക്വയറിൻ്റെ നടുക്കാണ് ഇരിക്കുന്നതെങ്കിൽ -q into 2√2 + 1 /4. ഓക്കെ ആണോ? ഇത് രണ്ടുമാണ് കാര്യങ്ങൾ. ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ഇറ്റ്. ഓക്കെ ആണല്ലോ? ഭയങ്കര എളുപ്പമാണ്. വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇതിൻ്റെ തിയറിയോ കൺസെപ്റ്റോ ഒന്നും അതെങ്ങനെ വന്നു സർ അതൊന്നും നിങ്ങൾ അറിയണ്ട. എക്സാമിന് ചോദിച്ചാൽ ഉത്തരം എഴുതാനുള്ള സാധനം തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? നിങ്ങൾക്കത് മതി. ഓക്കെ ആണല്ലോ? സോ വെരി യൂസ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് കൺസെപ്റ്റ്. സോ താങ്ക് യു സോ മച്ച് ആസിഫ്. അമിത് ഇതിൻ്റെ ഇടാമോ? ഷുവർ, ഞാൻ ഇടാം കേട്ടോ, പോസ്റ്റ് ചെയ്യാം. സർ ബെസ്റ്റ് ബുക്ക് ഫോർ പ്രോബ്ലം സോൾവിങ് ഇൻ ഫിസിക്സ്. ഫിസിക്സിൻ്റെ പ്രോബ്ലം സോൾവിങ്ങിന് ഒരു ബെസ്റ്റ് ബുക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ടേക്സ് ഉണ്ട്. എൻ്റെ പ്രിഫറൻസ്, എൻ്റെ സ്റ്റുഡൻസിനും ഞാൻ എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഒരു ഫസ്റ്റ് ടേക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെൻഗേജ്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് സെൻഗേജ് ആണ്. ആഫ്റ്റർ സെൻഗേജ് ഇപ്പം എന്നോട് ഒരാൾ ചോദിക്കുകയാണ് വിച്ച് ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വുഡ് ഗോ ഫോർ പ്രദീപ്സ്. ഇതൊക്കെ കൺസെപ്റ്റ് ബിൽഡിങ്ങിനാണേ. പക്ഷെ ഒരു നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ജസ്റ്റ് നീറ്റിങ്ങനെ തട്ടിമുട്ടിയും പോയാൽ മതി എന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ചാമ്പ്യൻ, NCERT ചാമ്പ്യൻ ടെക്സ്റ്റ് ബുക്ക്. അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എറർലെസ്, അല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ അരിഹന്ത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ പ്രിഫർ ചെയ്യാം. മൈ പിക്ക് ഇസ് സെൻഗേജ്. ഓക്കെ ആണല്ലോ? മൈ പിക്ക് ഇസ് സെൻഗേജ്. ഓക്കെ. പിന്നെ നമ്മുടെ ക്യാപ്സ്യൂൾ ഉണ്ട് കേട്ടോ. ക്യാപ്സ്യൂൾ ഓൾസോ ഗോട്ട് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. യു ക്യാൻ ഡെഫിനറ്റ്ലി റിലൈ ഓൺ ക്യാപ്സ്യൂൾ ഓൾസോ. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി ഇടയ്ക്ക് നിങ്ങൾക്ക് പണി തരാൻ വേണ്ടി ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇക്വിലിബ്രിയം ഓഫ് സസ്പെൻഡഡ് പോയിന്റ് ചാർജ് സിസ്റ്റം. അതായത് ഒരു സസ്പെൻഡഡ്, അതായത് ഇത്രയേ ഉള്ളൂ കാര്യം നിങ്ങളോട് ചോദിക്കുന്നത്. ഇവിടുന്ന് ഒരു ചാർജ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ചാർജ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. അതുപോലെ ഈ ആംഗിൾ തീറ്റയാണ്, ഈ ആംഗിൾ തീറ്റയാണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ലെങ്ത്ത്, ഈ ഒരു റോപ്പിൻ്റെ ലെങ്ത്ത് L ആണ്.
ഓക്കെ ആണല്ലോ, ഈ ഒരു റോപ്പിൻ്റെ ലെങ്ത്ത് L ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്, ഇവർക്കിടയിലുള്ള ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എക്സ് എത്രയാണെന്ന് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരും. ഓക്കെ ആണല്ലോ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു ചാർജസ്. ശ്രദ്ധിക്കുക, എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ എൽ ഡിവൈഡഡ് ബൈ 2πε0 mg ഹോൾ റേസ് ടു 1/3 അഥവാ ക്യൂബ് റൂട്ട്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് ഇക്വേഷൻ ഐ വാണ്ട് ടു ഗിവ് യു ദിസ് നൈറ്റ്. എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ എൽ ഡിവൈഡഡ് ബൈ 2πε0 mg ദ ഹോൾ റേസ് ടു 1/3. എല്ലാവർക്കും മനസ്സിലായോ? എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ എൽ ബൈ. ഇതിൻ്റെ ഒന്നും ദയവ് ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ ഒന്നും എന്താ പറയുക ഡെറിവേഷനിലേക്ക് പോയത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ല, ഇത് ചാപ്റ്റർ കഴിഞ്ഞ് ലാസ്റ്റ് സമയമുണ്ടെങ്കിൽ ഞാൻ തരും. ഓക്കെ ആണല്ലോ, എനിക്ക് തരുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. ബട്ട് ദ പ്രോബ്ലം ഇസ് ഞാൻ പറയുന്നത് ഇത് ഒരുപാട് ലെങ്തിയാണ്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിൻ്റെ എന്താണ് ടെൻഷൻ ടി എടുക്കും ആൻഡ് ദിസ് വിൽ ബി തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇത് ടി കോസ് തീറ്റയാവും, ഇത് ടി സൈൻ തീറ്റയാവും, എന്നിട്ട് ടി കോസ് തീറ്റ വിൽ ബി ബാലൻസിങ് ദി എം ജി. നമ്മൾ അങ്ങനെ പറഞ്ഞ് നമ്മൾ ടാൻ തീറ്റ എടുത്ത് രണ്ട് ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ ആണല്ലോ. നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജ്. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾ ഡയറക്റ്റ് അത് കൊടുക്കാം. ഫിംഗർ ടിപ്സ് നല്ലതാണോ? ഫിംഗർ ടിപ്സ് നല്ല ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. നല്ല ടെക്സ്റ്റ് ബുക്കാണ്, കാര്യങ്ങളൊക്കെ വൃത്തിക്ക് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ ആണല്ലോ, നല്ല ടെക്സ്റ്റ് ബുക്കാണ്. സെൻഗേജ് ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടാണ്. സെൻഗേജ് യെസ് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. പക്ഷേ സെൻഗേജിൻ്റെ പ്രശ്നം ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാപ്റ്ററിന് അറൗണ്ട് ഒരു 300, 400, 500 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഐ ആക്സെപ്റ്റഡ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, സർ എനിക്കൊരൊറ്റ ബുക്കേ ഞാൻ വാങ്ങുകയുള്ളൂ, ഈ ബുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻറ്റയർ ഫിസിക്സ് ചോദിക്കാനുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും എനിക്ക് വേണം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡിഫിക്കൽട്ടി. അതിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ഉണ്ട്. പക്ഷേ എനിക്ക് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും വേണമെന്നൊരു കുട്ടി ചോദിച്ചാൽ മൈ ടേക്ക് വിൽ ബി സെൻഗേജ്. മനസ്സിലായോ? പക്ഷേ ഇപ്പോൾ NCERT അല്ലെങ്കിൽ നമ്മുടെ നീറ്റിൻ്റെ ചാമ്പ്യനൊക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതിലൊക്കെ ഉണ്ടാകുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നീറ്റിന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വളരെ പെക്യുലർ ക്വസ്റ്റ്യൻസ്, ഭയങ്കര റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. പക്ഷേ സെൻഗേജ് പൊസസ് എ ലോട്ട് ഓഫ് ഡൈവേഴ്സിറ്റി, ഒരുപാട് ഡൈവേഴ്സ് ക്വസ്റ്റ്യൻസ് സെൻഗേജിലായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇഫ് യു നീഡ് യു ക്യാൻ ഗെറ്റ് ഇറ്റ്, ജസ്റ്റ് ട്രൈ ഇറ്റ്. ഓക്കെ ആണല്ലോ, ജസ്റ്റ് നോക്കി നോക്കാം കിട്ടുന്നുണ്ടോ എന്ന്. ഓക്കെ. പിന്നെ മൊഡ്യൂൾ, നമ്മുടെ ഒന്നാമത്തെ കാര്യം ദിസ് DOPA മൊഡ്യൂൾ ഇറ്റ്സെൽഫ് ഗോട്ട് എ ടൺ ഓഫ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ അതൊക്കെ ചെയ്ത് സമയമുണ്ടെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ് തിങ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി അടുത്തൊരു കാര്യം, ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നെക്സ്റ്റ് ഇത് അടുത്ത തവണ എക്സാമിൽ ഞാൻ പ്രഡിക്റ്റ് ചെയ്യണം, മേ ബി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സാധനം ഭൂമിയിലായിരിക്കുന്നത് അല്ലേ, ദിസ് ഇസ് അണ്ടർ ദി എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി. ഇനി ഞാൻ ഈ എൻറ്റയർ സിസ്റ്റത്തിന് നേരെ സ്പേസിലേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ ആണല്ലോ, ഈ രണ്ട് തൂക്കിയിട്ട സാധനത്തിനെ നേരെ സ്പേസിലേക്ക് കൊണ്ടുപോവാണ്. ശ്രദ്ധിച്ചേ, ഈ സാധനം സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? വാട്ട് ഹാപ്പൻസ്? ഈ സാധനം സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ഇതിൻ്റെ ഗ്രാവിറ്റി എലിമിനേറ്റ് ആയി അല്ലേ. അപ്പോൾ ഇതിനെ പരസ്പരം ഇങ്ങനെ നിർത്തുന്നത് എന്താ? അതിൻ്റെ ഗ്രാവിറ്റിയാണ്. സോ വൺസ് ഇറ്റ് റീച്ചസ് എ സ്പേസ് ഇത് ഇങ്ങനെ എങ്ങനെയാവും, അതായത് ഇവർക്കിടയിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആവും. ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത് L ആണല്ലേ, അപ്പോൾ രണ്ട് സൈഡും വരുമ്പോൾ ഇറ്റ് വിൽ ബി 12. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് 12 ആവും, Q ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിലുള്ള പുതിയ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു KQ സ്ക്വയർ ബൈ 4L². ഓക്കെ ആണല്ലോ, L². അതായത് വേറെ ഒന്നുമില്ല, ഇവിടെ mg 0 ആവും കേട്ടോ, mg 0 ആവും. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു സാറ്റലൈറ്റിലേക്ക് കൊണ്ടുപോയി അല്ലേ, അപ്പോൾ എന്ത് പറ്റി? ദർ ഇസ് നോ ഗ്രാവിറ്റി. അപ്പോൾ എന്ത് പറ്റി? അതിൻ്റെ F അല്ലെങ്കിൽ അതിൻ്റെ ഫോഴ്സ് ആക്ടിങ് വിൽ ബി 0. സോ ഇപ്പോൾ ആക്ട് ചെയ്യുന്നത് ആകെയുള്ളത് ഇലക്ട്രിക് ഫോഴ്സ് ആണ്, ദാറ്റ് ഈസ് KQ² ബൈ 4L². ശ്രദ്ധിച്ചേ, അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം ഓഫ് സസ്പെൻഡഡ് പോയിന്റ് ചാർജ് സിസ്റ്റം കൂടെ നമ്മൾ പഠിച്ചു. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? ഗ്രേറ്റ്. 550 ആൾക്കാർ കാണുന്നുണ്ട്. സോ ഐ എക്സ്പെക്ട് മോർ റിപ്ലൈസ്. കാണുന്നവരെല്ലാവരും റിപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിങ്ങളൊക്കെ എവിടെ പഠിക്കുന്നതെന്നും പറയുമോ? അപ്പോൾ റെസിഡൻഷ്യലാണോ, ഓൺലൈനാണോ, പിന്നെ അതുപോലെ തന്നെ ഹൈബ്രിഡിലാണോ? ഹൈബ്രിഡിൽ ഞാൻ മെൻറ്ററാണ്. സോ എൻ്റെ കുട്ടികൾ ആരൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് പറയാം. അതുപോലെ തന്നെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പറയാം? നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ പറയാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ പരിചയപ്പെടാൻ പോകാൻ കേട്ടോ. നമ്മളൊക്കെ മെയിൻ കാര്യം കോമ്പിയിലുള്ളവരെല്ലാവരും എല്ലാ ദിവസവും, അതായത് ഇപ്പോൾ എനിക്ക് തരാനുള്ള ഒരു ടേക്ക് ഇതാണ്, ഇറ്റ്സ് അറൗണ്ട് 100 days ഫോർ നീറ്റ്. അതിലൊരു ഡൗട്ടുമില്ല. 100 ദിവസം കൂടിയേ ഉള്ളൂ.
ഒരുപാട് റിവിഷൻ നടക്കുന്നുണ്ട് അല്ലേ, നിങ്ങൾ ഒരുപാട് റിവിഷൻ നടക്കുന്നുണ്ട്, ഒരുപാട് പഠിക്കുന്നുണ്ട്, ഓക്കെ ആണല്ലോ. സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പേര് ടൈം ടേബിൾ ഉണ്ടാക്കും അല്ലേ, ഇന്ന ചാപ്റ്റർ തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യമാണ്, ഇനി തൊട്ട് നിങ്ങളുടെ ടൈം ടേബിളിൽ ദിവസവും 2 മണിക്കൂർ കോമ്പിക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. മനസ്സിലായോ? രാത്രി 10 to 12 നിങ്ങളുടെ ടൈം ടേബിൾ ഷുഡ് ബി കോമ്പി ക്ലാസ്. കാരണം എന്താ അറിയോടാ, കോമ്പി ക്ലാസ് പറഞ്ഞാൽ വേറൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു ചാപ്റ്റർ ഗ്യാരണ്ടീഡ് റിവിഷനാണ്. മനസ്സിലായോ? ഇതൊക്കെ മുന്നെടുത്ത ചാപ്റ്റർ ആയിരിക്കാം, എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഇസ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക 100 ദിവസം ഞാൻ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ കോമ്പി കണ്ടാൽ ഐ എം ഗെറ്റിംഗ് ദ ചാപ്റ്റർ അല്ലേ. അപ്പോൾ മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. മനസ്സിലായോ? യു ഹാവ് ടു മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ്. സോ ഇത് എല്ലാ ദിവസവും കോമ്പി കാണുന്ന ഒരു ഹാബിറ്റ് ആക്കാം. ഞാനിവിടെ എല്ലാവരും പേര് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ആൾക്കാരൊക്കെ മനസ്സിലാവും. ഞാൻ പറയാം എല്ലാവരും പേര് വിളിച്ച് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാനൊക്കെ തുടങ്ങും. ക്വസ്റ്റ്യൻ ചോദിക്കാനല്ല, ജസ്റ്റ് ടെല്ലിങ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഞാൻ അതാ പറഞ്ഞത്. സോ യു ജസ്റ്റ് ബി എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യുക ആൻഡ് മേക്ക് ദിസ് എ ഹാബിറ്റ്. മനസ്സിലായല്ലോ? മേക്ക് ദിസ് എ ഹാബിറ്റ്. സോ ഒരുപാട് പേര് പ്രബീഷ്, കുറേ പേര് ഹൈബ്രിഡ് എന്ന് പറയുന്നുണ്ട്. ഗ്രേറ്റ്. ഹൈബ്രിഡുള്ള കുട്ടികളൊക്കെ എൻ്റെ കുട്ടികളായിരിക്കും. ഓക്കെ ആണല്ലോ. സോ ഐ എം ഹാവിങ് ഇറ്റ്. സോ ഇറ്റ്സ് ഓൾറെഡി ആഡഡ് ടു ദ ടൈം ടേബിൾ. യെസ്, അതായത് ഡോപ്പയുടെ ടൈം ടേബിൾ ഉണ്ടാവും. ഞാൻ പറയുന്നത് എന്താ അറിയോ, നിങ്ങളുടെ സ്റ്റഡി ടൈം ടേബിളിലേക്കൂടെ കോമ്പിനെ കൊണ്ടുവരാം. ഓക്കെ ആണല്ലോ, ഫൈൻ. ഡോപ്പ, സ്മാർട്ടപ്പ് ബാച്ച്, ആകാശ് ബാംഗ്ലൂർ, ഒരുപാട് കാണുന്നുണ്ട്. ഐ എം സോ ഹാപ്പി. ഡോപ്പ ക്യാപ്സ്യൂൾ ഓൺലൈൻ, അതുപോലെ തന്നെ phase 2 റെസിഡൻഷ്യൽ. ഗ്രേറ്റ്. സോ അത് കഴിഞ്ഞു. ഓക്കെ ആണല്ലോ, അതെല്ലാം കഴിഞ്ഞു. നൗ വി ആർ മൂവിങ് ഇൻ ടു ഇലക്ട്രിക് ഫീൽഡ്സ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും, സാർ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ലേ? ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് കയറും. പിന്നെ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത് 5 or 8 ക്വസ്റ്റ്യൻസ്. നമുക്ക് അധികം ക്വസ്റ്റ്യൻ കോമ്പി റൂമിൽ പറ്റില്ല, ബട്ട് ഒരു 10 to 15 ഞാൻ എത്തിക്കും. ഓക്കെ ആണല്ലോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് തിയറി മൊത്തം പറയണം അല്ലേ, ഒരു 1.5 hour 2 hours പറയണം എന്നുള്ളത് വലിയൊരു കൺസ്ട്രെയിൻ ആണിത്. അപ്പം ഞാൻ ശ്രമിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിയറി മൊത്തം തരണം, ആ തിയറിക്ക് പെർട്ടൈനിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചെയ്ത് തരണം. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻസിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു സീരീസ് തന്നെ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂർ ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും. 30-40 ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെ ഇരുന്ന് ചെയ്യും. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദി ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു ചാർജ് ഉണ്ട് Q, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും അറിയില്ല. ആ ഒരു ചാർജിന് ചുറ്റും ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനിൽ നീ വേറെ ഏതെങ്കിലും ഒരു ചാർജ് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഈ ചാർജ് കാരണം ഇതിനൊരു അട്രാക്ഷനോ റിപ്പൾഷനോ എക്സ്പീരിയൻസോ, അതായത് ദ റീജിയൻ അറൗണ്ട് ദി ചാർജ് വേർ ഇറ്റ് എക്സ്പീരിയൻസസ് സം കൈൻഡ് ഓഫ് ഫോഴ്സ്, അട്രാക്റ്റീവ് ആയിരിക്കാം, റിപ്പൾസീവ് ആയിരിക്കാം. ആ ഒരു സ്പേസിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഇ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ക്യാപിറ്റൽ ലെറ്റർ ഇ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? ന്യൂട്ടൺ പെർ കുളം. ഓക്കെ ആണല്ലോ. സോ അതൊന്നും ഓർത്തിരിക്കാം. ഓക്കെ, അടുത്ത കാര്യമാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? ഞാൻ പറഞ്ഞു, ഒരു ചാർജിന് ചുറ്റും ഒരുപാട് സ്ഥലങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ. അങ്ങനെ നീ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം. ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എത്രയാണ്, എത്ര സ്ട്രെങ്ത് ഉണ്ട്, എത്ര ശക്തി അല്ലെങ്കിൽ എത്ര ശക്തமான അല്ലെങ്കിൽ എന്താ പറയുക എത്ര ശക്തിയുള്ള ആളാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്, അതിനാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വേരിയേഷൻ വിത്ത് ഡിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ദിസ് ഇസ് യുവർ ഗ്രാഫ്. ശ്രദ്ധിച്ചേ, ഇറ്റ് ഈസ് വേരിയിങ് വിത്ത് സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനൊരു ചാർജ് ഇതാണ് കിട്ടുക. ഓക്കെ ആണല്ലോ. സോ അത് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ ഇറ്റ്? പറഞ്ഞിടാം. വാട്ട് ഈസ് ദി ഇക്വേഷൻ? ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു KQ/R² ഇൻറ്റു R ക്യാപ്. ഓക്കെ ആണല്ലോ. അതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. സർ നാളെ എക്സാം ഹാളിൽ ഉണ്ടാവുമോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ സാധ്യത കുറവാണ് കേട്ടോ. നാളെ വേറെ 1-2 ഷൂട്ട്സ് ഒക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സ്ലൈഡ് കിട്ടുമോ? ഡെഫിനറ്റ്ലി സ്ലൈഡ് കിട്ടും, പറഞ്ഞാൽ മതി കേട്ടോ. അടുത്ത കാര്യം, പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. പെട്ടെന്ന് ഇതൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് പറഞ്ഞു പോവാണ്. ഓക്കെ ആണല്ലോ. KQ/R². റൈറ്റ്. എന്താണ് ആദ്യത്തെ കാര്യം? ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക്. ഓക്കെ ആണല്ലോ. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഓർത്തിരിക്കുക?
പോസിറ്റിവിറ്റി, അതായത് എനിക്ക് ഒരുപാട് പോസിറ്റീവ്, ഞാൻ ഭയങ്കര പോസിറ്റീവ്, ഒരുപാട് പോസിറ്റിവിറ്റി ഉള്ള ആളാണ്, ഞാൻ എൻ്റെ പോസിറ്റിവിറ്റി എല്ലാവർക്കും കൊടുക്കും. ഓക്കെ ആണല്ലോ. ബട്ട് നെഗറ്റിവിറ്റി ആണെങ്കിലോ, നെഗറ്റിവിറ്റി ആയിട്ടുള്ള എന്നെ സംബന്ധിച്ച് എനിക്കുള്ളിൽ ഫുൾ നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ എനിക്ക് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ പുറത്തുനിന്ന് കിട്ടി ഞാൻ അപ്ലിഫ്റ്റ് ആവണം. അപ്പോൾ എന്ത് പറ്റും, ഞാനൊക്കെ ഉള്ളിലേക്ക് മേടിക്കും. സോ ഇറ്റ് ഈസ് ഇൻ ടു. ഓക്കെ ആണല്ലോ. സോ ഇറ്റ് ഈസ് ഇൻ ടു. അടുത്ത കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് ബിഗിൻ ഓൺ എ പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് ഓൺ എ നെഗറ്റീവ് ചാർജ്. കണ്ടോ, ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എന്ത് പറ്റി, പോസിറ്റീവ് ചാർജ് നിന്ന് പുറത്തേക്കാണ്. ഇനി അത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ അത് എൻഡ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ഇറ്റ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്. ഓക്കെ ആണല്ലോ. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ഇറ്റ് ഈസ് എൻഡിങ് അറ്റ് നെഗറ്റീവ് ചാർജ്. ഓക്കെ ആണല്ലോ. ഗ്രേറ്റ്. അതൊക്കെ ഇനി ഇതാണ് കാര്യം. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഒരു എത്ര ചാർജ് ഉണ്ട്, 1 കുളം 2 കുളം 3 കുളം, അതായത് ചാർജ് കൂടുന്നതിനനുസരിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടും. ഫോർ എക്സാമ്പിൾ 1 കുളമ്പാണെങ്കിൽ 4 ലൈൻ, നമുക്കറിയില്ല എത്ര ലൈനാണെന്ന്, ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ 1 കുളമ്പാണെങ്കിൽ 4 ലൈൻ പുറത്തേക്ക് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അത് 3 കുളമ്പാണെങ്കിൽ എന്ത് പറ്റും, അതിൻ്റെ 3 ഇരട്ടിയോളം ഉണ്ടാവും. ചിലപ്പോൾ 3 ഇരട്ടി 2 ഇരട്ടി. അതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഇതുവരെ ഫിസിക്സ് തന്നിട്ടില്ല. പക്ഷെ അറിയുന്ന കാര്യം ഇതാണ്, ചാർജ് കൂടുന്നതിനനുസരിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടും. എണ്ണം കൂടെ മാത്രമല്ല, ഇത് കണ്ടോ, ഇത് നിങ്ങൾ ഇങ്ങനൊരു സ്ഥലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലാകെ ഒരൊറ്റ ഇലക്ട്രിക് ഫീൽഡ് ലൈനേ ഉള്ളൂ. പക്ഷേ അതേ സ്ഥലം ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 3 എണ്ണം ഉണ്ട്. അതായത് എന്താ അതിനർത്ഥം, ഇറ്റ് ഈസ് മോർ ഡെൻസ്, ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ മോർ ഡെൻസ് എന്നുള്ളതാണ് കാര്യം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഭയങ്കര ഡെൻസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ ബി വെരി മച്ച് ഡെൻസർ. ഓക്കെ ആണല്ലോ. ഫൈൻ. അടുത്ത കാര്യം, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ചാർജ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വേവ് ഫാക്ടറിലൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അറിയണമെങ്കിൽ ആ പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു ടാൻജൻറ്റ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് ചാർജ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ടാൻജൻറ്റ് വരച്ചു കൊടുക്കുക. ഓക്കെ ആണല്ലോ. ടാൻജൻറ്റ് മലയാളം എന്താ, തൊടുവര. ഓക്കെ ആണല്ലോ. ഫൈൻ. സാർ ഒന്നും കൂടി പറയുമോ? ഒന്നുമില്ലടാ, ഇത്രയേ ഉള്ളൂ. ചാർജ് കൂടുന്നതിനനുസരിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൂടും. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അതായത് 1 കുളം ചാർജിൽ നിന്ന് ഒരു 4 ഫീൽഡ് ലൈൻ വരികയാണെങ്കിൽ 3 കുളം ആകുമ്പോൾ ഒരു 12 15 വരും. ചാർജ് കൂടുന്നതിനനുസരിച്ച് അതിൽ നിന്ന് വരുന്ന ഫീൽഡ് ലൈൻസിന് എണ്ണം കൂടും. അതുപോലെ തന്നെ എന്ത് പറ്റും, ഫീൽഡ് ലൈൻസിന് എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ഡിസ്റ്റൻസ് കുറയും. സോ ഇറ്റ് വിൽ ബി മോർ ഡെൻസർ. അപ്പോൾ അത് ഭയങ്കര ഡെൻസായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടാവും. സോ ഡെൻസ് ഫീൽഡ് ലൈൻസ് പറഞ്ഞാൽ ഒരു ഫീൽഡ് ലൈനിന് അടുത്ത ഫീൽഡ് ലൈനിലുള്ള ഒരു ലെങ്ത് ആണ്. സോ ഇറ്റ് വിൽ ബി വെരി മച്ച് സ്മോൾ. ഓക്കെ ആണല്ലോ. സോ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ചെറിയ ചാർജ് ആണെങ്കിൽ കുറച്ച് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുള്ളൂ. വലിയ ചാർജ് ആണെങ്കിൽ ഒരുപാട് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. അതെല്ലാം അടുത്തായിരിക്കും. ഓക്കെ ആണല്ലോ. കിട്ടിയല്ലോ. ഗ്രേറ്റ്. അടുത്തത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവുക. എന്താണ് കാര്യം, 2 ഫീൽഡ് ലൈൻസ് ഒരിക്കലും പരസ്പരം മുട്ടില്ല. കാരണം ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർ പരസ്പരം മുട്ടുകയാണെങ്കിൽ എന്ത് പറ്റും, ആ പോയിന്റിൽ ഇവർക്ക് 2 ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. സോ ഇവരൊരിക്കലും പരസ്പരം മുട്ടില്ല. ഏതെങ്കിലും പോയിന്റിൽ മുട്ടുകയാണെങ്കിൽ 2 ഡയറക്ഷൻ ഉണ്ടാവും, വിച്ച് ഇസ് ഇമ്പോസിബിൾ. ഒരു പോയിന്റിൽ എപ്പോഴും ഒരൊറ്റ ഇലക്ട്രിക് ഫീൽഡേ ഉണ്ടാവുള്ളൂ. ഓക്കെ ആണല്ലോ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ നെവർ ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ. അടുത്തത്, ഓൾറെഡി കുറച്ച് കുട്ടികൾ എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്സ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് ഒരിക്കലും ഉണ്ടാവില്ല. അതായത് എന്താണ്, ഇത് ഫീൽഡ് ലൈൻസ് പറഞ്ഞാൽ അപ്പോൾ ചോദിക്കും, സാർ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് അല്ലേ? പക്ഷെ അല്ല. ഇത് ഇവിടെ തുടങ്ങി ഇവിടെ എൻഡ് ചെയ്തു, പിന്നെ ഇവിടുന്ന് അടുത്തതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇതൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇങ്ങനെ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇവിടെ ഓക്കെ പുറത്തേക്ക് വരുന്നുണ്ട്, പക്ഷേ ഇത് ഉള്ളിലേക്ക് കയറുമോ? ഇല്ല. ഉള്ളിലേക്ക് വരുന്ന നെഗറ്റീവ് ചാർജിലാണ്. മനസ്സിലായോ? സോ ഞാൻ പറഞ്ഞു വന്നതാണ്, ദേ നെവർ ഫോം ക്ലോസ്ഡ് ലൂപ്പ്. ഓക്കെ ആണല്ലോ. അടുത്തത്, ഓക്കെ, പിന്നെ പോസിറ്റീവ് ചാർജ് ആണോ, പിന്നെ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? ഹൗ ഇസ് MBBS ലൈഫ്? അത് ഞാൻ പറയാം കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഐ ഡെഫിനറ്റ്ലി സ്പീക്ക് അബൌട്ട് ഇറ്റ്. ഈ ഒരു പോർഷൻ കുറച്ച് നീങ്ങട്ടെ. പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം എന്തൊക്കെയാണ്? വെരി ഹെൽപ്ഫുൾ ക്ലാസ്, താങ്ക് യു സോ മച്ച്. ഫുൾ ചാപ്റ്റേഴ്സും എടുക്കുമോ? സോ ലൈക്ക് ആക്ച്വലി വി ഹാവ് എ ലോട്ട് ഓഫ് ഫാക്കൽറ്റീസ് ഇൻ DOPA. അപ്പോൾ
ഞാൻ കുറച്ച് ചാപ്റ്റേഴ്സ് എടുക്കും, ഡെഫിനറ്റ്ലി ഐ വിൽ ബി ടേക്കിംഗ് ചാപ്റ്റേഴ്സ്. അതുപോലെ തന്നെ വേറെ ഇഷ്ടംപോലെ ഫാക്കൽറ്റീസ് ഉണ്ട്. ആക്കുഫ് ഉണ്ട്, ആക്കുഫ് വിൽ ബി കമ്മിങ് ജോയിനിങ് യു ഫോർ ദി മാഗ്നറ്റിസം പാർട്ട്. അതുപോലെ തന്നെ വേറെ അടിപൊളി ഫാക്കൽറ്റീസ് അല്ലേ. യു ഹാവ് ടു എക്സ്പീരിയൻസ് എവ്രി വൺ അല്ലേ. ആൻഡ് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഡോപ്പ. ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ മാത്രമല്ല, ഞാനുണ്ടാവും, ഡെഫിനറ്റ്ലി ഐ വിൽ ബി കവറിങ് യു എ ലോട്ട് ഓഫ് ചാപ്റ്റേഴ്സ്. ഡിപ്പെൻസ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഫൈനൽ ഇയർ ആണ്, അപ്പോൾ അതിൻ്റെ എക്സാമിൻ്റെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ കോമ്പിൽ ഞാൻ ഒരുപാട് ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. മേ ബി 12th ഒരു 70% ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഞാൻ പറയാം, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, പൊട്ടൻഷ്യൽ, കറണ്ട്, ഇലക്ട്രിസിറ്റി, ഇത് മൂന്നും ഞാൻ എടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് കോമ്പിൽ നിന്ന് എൻ്റെ ആ 3 ചാപ്റ്ററും കിട്ടും. അത് കഴിഞ്ഞ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ഇത് രണ്ടും ഞാൻ ക്യാപ്സൂളിന് കൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ ക്യാപ്സൂളിൽ പോയി കഴിഞ്ഞ് ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വരുന്നത് EMI, AC, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഇത് മൂന്നും റിപ്പീറ്റേഴ്സ് മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ട്. സോ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടും. പിന്നെ റയോപ്റ്റിക്സ് കഴിഞ്ഞ വർഷത്തെ കോമ്പി, ഇനി ഈ വർഷം ആരാ എടുക്കുന്നതെന്ന് അറിയില്ല. പിന്നെയുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഇറ്റ്സ് റിയലി എ ബിറ്റ് ഒബ്വിയസ്, അത് റെക്കോർഡായിട്ടുണ്ടാവില്ല. യു ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദി കോമ്പി. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, സോ കിട്ടും. സോ മാഗ്നറ്റിസം ഒക്കെ ഞാൻ ക്യാപ്സൂളിൽ എടുത്തിട്ടുണ്ട്. സാറിൻ്റെ മാഗ്നറ്റിസം പൊളിയാണ്. ഓ, thank you so much. So it's happy that people are seeing it and giving good response. So magnetism കാണാത്തവരുണ്ടെങ്കിൽ definitely see it. ഇതേപോലെ ഞാൻ എല്ലാ കാര്യങ്ങളും അതിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. വി ലവ് യു മോർ. ഓ, സോ മച്ച് ഓഫ് ലവ് ആസഫ്. ഇലക്ട്രിക് ഡൈപോൾ ടോപ്പിക് എടുക്കും ഡെഫിനറ്റ്ലി. ആക്കുഫ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദർ ആർ ലൈക്ക് സ്പാർക്സ് കമ്മിങ്. സോ ആക്കുഫ് ഇസ് അനദർ ഗ്രേറ്റ് ഫാക്കൽറ്റി. യു വിൽ ബി കമ്മിങ് ടു സീ ഹിം ലേറ്റർ ഓൾസോ. ഓക്കെ, ഇനി അടുത്ത കാര്യം, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എന്ത് പറ്റും? The lines will be parallel. Okay, ഒരു യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ they will be parallel. Okay, this is the next thing. ഇത് ഓൾറെഡി പറഞ്ഞതാണ്, സൂപ്പർ പൊസിഷൻ. അതായത് 2 ഇലക്ട്രിക് ഫീൽഡ് വരികയാണെങ്കിൽ എന്ത് പറ്റും? അവർ രണ്ടും കൂടി ചേർന്ന് ഒരൊറ്റ ഇലക്ട്രിക് ഫീൽഡ് ആയിട്ടായിരിക്കും ഒരു പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുക. ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഒരു പോയിന്റിൽ 2 ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത, അതായത് 2 സാധനം ഉണ്ടാവില്ല, അത് എപ്പോഴും കൂടി ചേർന്ന് ഒരൊറ്റ ഒന്നായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിൻ്റെ ഡയമെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് mL(T⁻³ A⁻⁻1 ആണ് കേട്ടോ. ഈ mL(T⁻³ A⁻⁻1 ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരിക്കാം. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, സോ മോഷൻ. ഓക്കെ, മോഷനിലേക്ക് പോകുന്നതിന് മുന്നേ വി ഹാവ് ടു ഡീൽ വിത്ത് എ ലിറ്റിൽ മോർ എക്സ്ട്രാ തിങ്സ് ആൻഡ് വി വിൽ ഡു സം ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇനി കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് വി ആർ മൂവിങ് ടു ദി ക്വസ്റ്റ്യൻ പാർട്ട്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഇതിലേക്ക് വരുന്നുണ്ടോ? ലെറ്റ് മീ സീ വെദർ ഇറ്റ്സ് ദേർ. ഇല്ല, സോ ഐ ഹാവ് ടു ജസ്റ്റ് സേ ഇറ്റ് നൗ ഇറ്റ് സെൽഫ്. കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സം ഒബ്ജക്ട്സ്. അത് നിങ്ങളുടെ ഡയറക്റ്റ് എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്. ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് എന്താ പറയുക, കുറച്ച് ജോമെട്രിക്കൽ ഫിഗേഴ്സിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് സാറ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ, കുറച്ച് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേതെന്ന് പറയുന്നത് ഒരു യൂണിഫോംലി ചാർജ്ഡ് റിംഗ് ആണ് കേട്ടോ. യൂണിഫോംലി ചാർജ്ഡ് റിംഗ്. ഓക്കെ ആണല്ലോ. സോ ഇങ്ങനെയാണ് റിംഗ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. മൊത്തം പോസിറ്റീവ് ചാർജാണ്. ഓക്കെ ആണല്ലോ, പോസിറ്റീവ് ചാർജാണ്. ഇതിൻ്റെ സെൻറ്ററിൽ ആദ്യത്തെ കാര്യം, അറ്റ് സെൻറ്റർ വാട്ട് ഹാപ്പൻസ് ശ്രദ്ധിച്ചേ. അപ്പോൾ ഈ ഒരു പോയിന്റ് എടുക്കുകയാണ്, ഈ സെൻറ്റർ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഇവനിങ്ങോട്ട് തള്ളുകയാണ്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് തള്ളുകയാണ്. പക്ഷേ കറക്റ്റ് അതിന് ഓപ്പോസിറ്റും ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്, അത് ഇവനിങ്ങോട്ട് തള്ളും. അപ്പോൾ ഈ പോയിന്റിൽ എന്തായി? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയി. അങ്ങനെ മൊത്തത്തിൽ എന്താവും? the electric field is equal to 0. So at the center the electric field is equal to 0. Okay ആണല്ലോ, ഫൈൻ. അടുത്ത കാര്യമാണ്, what about in axial point? ഇതാണ് ഇതെന്ന് വിചാരിക്കുക. ആൻഡ് ദിസ് ഇസ് ദി ആക്സിയൽ പോയിന്റ്, അതിൻ്റെ ആക്സിസിന് അറൗണ്ട്. ഓക്കെ ആണല്ലോ. സോ ലെറ്റ് ദിസ് ബി ദ പോയിന്റ് P. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ റേഡിയസിനെ ഞാൻ R എന്ന് വിളിക്കുകയാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ആൻഡ് ലാംഡ ബി ദി ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു സെൻറ്റിമീറ്ററിലുള്ള ചാർജാണ് ലാംഡ എന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് എക്സ് ഇസ് ദ ഡിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ആൻഡ് സ്മോൾ ലെറ്റർ R ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടോപ്പ് മോസ്റ്റ് പോർഷൻ. ഓക്കെ അല്ലേ, ഏറ്റവും മുകളിലത്തെ പോയിന്റും ഈ ചാർജ് തമ്മിലുള്ള ആ ഒരു പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ E ഈസ് ഈക്വൽ ടു KQX ഡിവൈഡഡ് ബൈ R² പ്ലസ് R² ഹോൾ റേസ് ടു 3/2.
ഓക്കെ ആണല്ലോ. r² + r² ഹോൾ റേസ് ടു 3/2. ഇതാണ് ആക്സിയൽ പോയിന്റിലുള്ള അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സർ ഒന്നും കൂടി പറയോ പ്ലീസ്, ഏതാടാ പറയേണ്ടത്? ജസ്റ്റ് പറയോ. സെൻട്രൽ പോസിറ്റീവ് ചാർജ് ഒന്നുമില്ലടാ, ശ്രദ്ധിച്ചേ. സെൻറ്ററിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ പഠിക്കുന്നത്. സെൻറ്ററിൽ ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ചാർജ് ഉണ്ട്, നമുക്കറിയാം ഇത് ഫുൾ പോസിറ്റീവ് ചാർജാണ് അല്ലേ, അങ്ങനെ എടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇതിനിങ്ങോട്ട് തള്ളും. ഓക്കെ ആണല്ലോ. അതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെയും കുറച്ച് പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതിന് ഇങ്ങോട്ട് തള്ളും. അപ്പോൾ രണ്ട് തള്ളലും കൂടെ കാരണം അതിന് നടുക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും? അത് 0 ആയിരിക്കും, കാരണം രണ്ടും പിടിച്ച് വലിക്കുകയാണ്. അതുപോലെ ഇതെടുത്താൽ ഇവിടെ ക്യാൻസലായി പോകും, ഇതെടുത്താൽ ഇവിടെ ക്യാൻസലായി പോകും. നിങ്ങൾ കൺസെപ്റ്റ് വൈസ് ആലോചിക്കുകയാണെങ്കിൽ എല്ലാം പരസ്പരം ക്യാൻസലായി പോകും. ഇത് ക്യാൻസലാവും, ഇത് ക്യാൻസലാവും, ഇത് ക്യാൻസലാവും, അങ്ങനെ നടുക്ക് 0. ഓക്കെ ആണല്ലോ, ഫൈൻ. അത് ഇനി അടുത്ത കാര്യം എന്താ വെച്ചാൽ നെക്സ്റ്റ് വൺ ഇസ് സെഗ്മെൻറ്റ് ഓഫ് എ റിംഗ്. സെഗ്മെൻറ്റ് ഓഫ് റിംഗ് ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവരതിനെ വിളിക്കുക ചാർജ്ഡ് ആർക്ക് എന്നാണ് കേട്ടോ. ചാർജ് ചെയ്ത് ചെറിയൊരു ആർക്ക്. ഓക്കെ ആണല്ലോ. ഒരു ചാർജ്ഡ് ആർക്കാണെങ്കിൽ എന്ത് പറ്റും? ശ്രദ്ധിച്ചേ, ദിസ് ഇസ് ഓൾ പോസിറ്റീവ് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ടുണ്ട് ആൻഡ് ദിസ് ആംഗിൾ ഇസ് ആൽഫ എന്ന് വിചാരിക്കുക. ഇതാണ് അതിൻ്റെ സെൻറ്റർ O. അങ്ങനെയാണെങ്കിൽ E0 is equal to 2k λ/r sin α/2. ഓക്കെ ആണല്ലോ. E is equal to 2k λ/r sin α/2. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, ഫൈൻ. സോ ദിസ് ഇസ് ഈക്വൽ ടു ദി ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എൻ സെഗ്മെൻറ്റ് ഓഫ്. ഇത് കുറച്ച് കാണാപ്പാടം പഠിക്കണം എനിക്കറിയാം, പക്ഷേ മക്കളെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യനായി ചോദിക്കും. നിങ്ങൾക്ക് അവിടെ ഇരുന്ന് ഡിറൈവ് ചെയ്യാനോ പഠിക്കാനോ അത് ഉണ്ടാക്കാനോ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത കാര്യം മീൻസ് എ യൂണിഫോംലി ചാർജ്ഡ് സെമി സർക്കുലർ റിംഗ്. ഓക്കെ ആണല്ലോ. അതായത് സെമി സർക്കുലർ പറഞ്ഞാൽ പകുതി വട്ടുണ്ട്. ഓക്കെ ആണല്ലോ, പകുതി വട്ടുണ്ട്. അതിനാണ് എന്ത് വിളിക്കുന്നത്? സെമി സർക്കുലർ റിംഗ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ റേഡിയസ് r ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് E0 is equal to 2k λ/r, അല്ലെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു q/2π² ε0 r². ഇതാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് E is equal to. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. സോ E is equal to 2k λ/r or q/2π² ε0 r². അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇനി നിങ്ങൾക്ക് ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫാക്കാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാമന്മാർ, പകുതി ഭാഗം പോസിറ്റീവും പകുതി ഭാഗം നെഗറ്റീവും ചാർജ് ആക്കിയിട്ടുള്ള ഒരു സെമി സർക്കിൾ വരും. ഇവിടെ സെമി സർക്കിൾ ഫുൾ പോസിറ്റീവ് ചാർജ് ആയിരുന്നു. ഇനി പകുതി പോസിറ്റീവും പകുതി നെഗറ്റീവും ആണെന്ന് വിചാരിക്കുക, ഓഫ് റേഡിയസ് r. അങ്ങനെയാണെങ്കിൽ E0 is equal to q/π² ε0 r². ഓക്കെ ആണല്ലോ. ഒരുപാട് പേര് ചോദിക്കും വാട്ട് ഇസ് ലാംഡ. ലാംഡ എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് ബൈ πr ആണ് കേട്ടോ. ലാംഡ ഇസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ബൈ πr. സോ ഇതൊക്കെ നമുക്ക് ജിപ്മറിലും പണ്ട് എയിംസിന് എക്സാമൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ സ്ഥിരമായിട്ട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പകുതി പോസിറ്റീവ് പകുതി നെഗറ്റീവ് ആണെങ്കിൽ വാട്ട് ഈസ് എ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്? ദാറ്റ് ഈസ് q/π² ε0 r². ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ എല്ലാവർക്കും. ഓക്കെ, അത്രയും പറയുന്നതോടെ വി ഹാവ് കംപ്ലീറ്റഡ് അറൗണ്ട് മോർ ദാൻ ഹാഫ് ഓഫ് ദി ചാപ്റ്റർ. ഇനി മോഷനും ഗോസ് തിയറും കൂടിയേ ഉള്ളൂ. സോ ലെറ്റ്സ് ഡു സം ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം സോ എക്സൈറ്റഡ്, കാരണം വി ആർ ഗോയിങ് ടു ഡു ഇറ്റ് ടുഗെദർ. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞാൽ വേഗം തീർക്കാം. ഓക്കെ, സോ ഐ നോ യു ഗൈസ് നോ ഇറ്റ് റിയലി വെൽ, സോ വി ആർ ഗോയിങ് ടു ഡു ഇറ്റ്. ഞാൻ പറയല്ലോ, ക്വസ്റ്റ്യൻ വായിക്കുക, അപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ നോക്കട്ടെ ആരാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ കറക്റ്റാക്കാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ വായിച്ച് ഞാൻ പുതിയതായിട്ട് വന്ന കുട്ടികൾക്കൊക്കെ ഐ വിൽ ജസ്റ്റ് ഷോ യു എക്സാക്ട്ലി ഹൗ ടു അപ്രോച്ച് എ ക്വസ്റ്റ്യൻ. കേട്ടോ, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്ന് സാർ കാണിച്ചു തരാം. യു ക്യാൻ ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കുറച്ച് വെള്ളം കുടിക്കട്ടെ, ഐ എം ലിറ്റിൽ ബിറ്റ് തേഴ്സ്റ്റി. ശ്രദ്ധിക്കാം എന്താ സംഭവിച്ചത്. 2 point charges A and B having charges plus Q and minus Q respectively are placed at certain distance apart. അപ്പോൾ ഒരു പ്ലസ് ക്യൂ ഉണ്ട്, ഒരു മൈനസ് ക്യൂ ഉണ്ട് അല്ലേ. ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ്
തന്നിട്ടുള്ള ഒരു certain distance apart എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Suppose let it be small letter r. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇവർക്കിടയിലുള്ള ഫോഴ്സ് എഫ് ആണ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഫോഴ്സസ് എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 q²/r². ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കും. എന്തിനറിയോ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരുപാട് പേര് പറഞ്ഞു തരാത്തൊരു കാര്യമാണ്. ഓപ്പോസിറ്റ് ചാർജാണ് ഇരിക്കുന്നതെങ്കിൽ ഇവർ പരസ്പരം അട്രാക്ട് ചെയ്യും എന്നതിൽ സംശയമുണ്ടോ? ഇല്ല. അങ്ങനെ ഇവർക്കിടയിലുള്ള ഫോഴ്സ് അട്രാക്റ്റിംഗ് ഫോഴ്സ് ആണെന്ന് കാണിക്കാനാണ് നെഗറ്റീവ് ഇടുന്നത്. ഇനി അതറിയാത്തവർക്ക് എഫ് ഇസ് ഈക്വൽ ടു 1/4πε0. നിങ്ങൾ ചാർജ് എടുത്ത് നോക്കുക. ആദ്യത്തെ പ്ലസ് ക്യൂ ഇൻറ്റു മൈനസ് ക്യൂ ബൈ r². അപ്പോഴും എന്തായി? 4πε0 q². ഈ മൈനസ് മുമ്പിലിടണ്ടേ? q²/r². അങ്ങനെയും പറയാം. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ അട്രാക്ഷൻ കാണിക്കാനാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ഇപ്പോൾ ഇതാണ് എഫ്. ഓക്കെ, അടുത്ത കേസ് എന്താ? ഇഫ് 25% ഓഫ് ചാർജ് ഓഫ് എ ഈസ് ട്രാൻസ്ഫർ ടു ബി. 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? ക്വാർട്ടർ അല്ലേ, 1/4 അല്ലേ. അപ്പോൾ പുതിയ എഫ് ഡാഷ് എന്ന് പറയുന്നത് 1/4πε0 ആദ്യത്തെ ചാർജ് ഈ ക്യൂന്ന് q/4 ചാർജ്, അതാണ് 25% അല്ലേ. 50% എന്ന് പറഞ്ഞാൽ q/2 അറിയാലോ, q/2 50%. അപ്പോൾ 25% എന്ന് പറയുമ്പോൾ q/4. അപ്പോൾ 25% ചാർജ് പോയി. അപ്പോൾ ഇപ്പോൾ അതിൽ എത്ര ഉണ്ട്? q - q/4 ചാർജ് ഉണ്ട്. അതാണ് ബാക്കിയുള്ളത്. ഈ പോയ ചാർജ് ആർക്കാണ് കിട്ടിയത്? ബിക്കാണ് കിട്ടിയത്, അതായത് ഇവനാണ് കിട്ടിയത്. സോ അവൻ ഓൾറെഡി -q ചാർജ് ഉണ്ട്. അതിൻ്റെ ഒപ്പം ഇപ്പോൾ ഒരു q/4 ചാർജും കൂടെ കിട്ടി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ബൈ r². കിട്ടിയല്ലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/4πε0. വാട്ട് ഈസ് q - q/4? 3q/4. ആൻഡ് വാട്ട് ഈസ് ദിസ് ഇസ് q/4 മൈനസ് q അല്ലേ. അപ്പോൾ q - q/4. അപ്പോൾ ദിസ് ഇസ് -3q/4 ഹോൾ ഡിവൈഡഡ് ബൈ r². സോ ദിസ് ഇസ് 1/4πε0. 3 3s are 9, 4 4s are 16, q²/r² minus. This is equal to, what is ഇത്? minus 1/4πε0 q²/r² എന്ന് പറഞ്ഞാൽ അത് f ആണ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് f ഇൻറ്റു 9/16. അതായത് പുതിയ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാടാ? 9f/16. ഓക്കെ ആണല്ലോ, 9f/16. സോ ദ ആൻസർ ഇസ് 9f/16 ഓർ ആൻസർ സി. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ആരാണ് ആദ്യം കമൻറ്റ് ചെയ്ത് നോക്കട്ടെ? ആദ്യം കമൻറ്റ് ചെയ്തത് ഹലോ ഹായ് ആണ്. സോ ഹലോ ഹായ്, യു ഗോട്ട് ദ റൈറ്റ് ആൻസർ. ഫോളോഡ് ബൈ അമാന, ഫാത്തിമ, അർജുൻ, റിൻഷി, അങ്ങനെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഐ എം സീയിങ് ഓൾ ഓഫ് ദീസ്. സോ എല്ലാവർക്കും മനസ്സിലായ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒരു തംസ് അപ്പ് ഇട്ടേ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെ പ്രീവിയസ് ഇയർ നീറ്റ് ആണ്. ഫസ്റ്റ് തിങ്, ദിസ് ഓൾ ആർ പ്രീവിയസ് ഇയർ നീറ്റ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്തൊരു ആൻസറിൽ എത്തിക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദാറ്റ് ഇസ് ഡൺ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേ. Suppose the charge of proton and an electron differ slightly. One of them is minus E and the other is E plus delta E. Okay, മനസ്സിലായി. If the net of electric static force and gravitational force between two hydrogen atoms placed at a distance d apart is 0, then delta is of the order of. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഹൈഡ്രജൻ ആറ്റം? ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോൺ ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. ഒന്നാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എന്ത്? ഇലക്ട്രോണിൻ്റെ ചാർജ് -ഇയും പ്രോട്ടോണിൻ്റെ ചാർജ് E plus delta E ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇയും വെട്ടിപ്പോയി. സോ ടോട്ടൽ ചാർജ് delta E ആണ്. ഓക്കെ ആണല്ലോ, ടോട്ടൽ ചാർജ് delta E ആണ്. ഓക്കെ, ടോട്ടൽ ചാർജ് delta E ആണെങ്കിൽ വാട്ട് ഹാപ്പൻ? ശ്രദ്ധിച്ചേ. സോ വാട്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം? ഇപ്പം മൊത്തം ചാർജ് delta E ആണ് അല്ലേ. സോ ദിസ് ഇസ് 1/4πε0. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ ചാർജ് delta E ആണ്. അപ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ടെങ്കിൽ delta E ഇൻറ്റു delta E ഓർ delta E ദ ഹോൾ സ്ക്വയർ ബൈ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് d ആണ് തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് d². ഓക്കെ ആണല്ലോ. ഇവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇവർക്കിടയ്ക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. വാട്ട് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? Fg is equal to g mass of hydrogen into mass of hydrogen in by
ഡി സ്ക്വയർ. ഓക്കെ ആണല്ലോ. അതാണ് ഇവർക്കിടയ്ക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവർ പറഞ്ഞിട്ടുണ്ട് എഫ് ഇ ഈസ് ഈക്വൽ ടു എഫ് ജി. ഈ ഇലക്ട്രിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ഹാപ്പൻസ്? ഡെൽറ്റ ഇ ദി ഹോൾ സ്ക്വയർ ബൈ 4πε0 ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി എം എച്ച് സ്ക്വയർ ബൈ ഡി സ്ക്വയർ. ഓക്കെ ആണല്ലോ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡെൽറ്റ ഇൻ്റെ വാല്യൂ ആണ് അല്ലേ. സോ വാട്ട് ഹാപ്പൻസ്? ഡെൽറ്റ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4πε0 ഡി സ്ക്വയർ ഇൻറ്റു ജി എം എച്ച് സ്ക്വയർ ബൈ ഡി സ്ക്വയർ. ഓക്കെ ആണല്ലോ, ബൈ ഡി സ്ക്വയർ. അപ്പോൾ ഡി സ്ക്വയറും വെട്ടിപ്പോയി. സോ ഇറ്റ് ഈസ് 4πε0 ജി എം എച്ച് സ്ക്വയർ. എല്ലാത്തിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, നിങ്ങളത് കണ്ടുപിടിക്കണം. ദ ആൻസർ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ആൻസർ ഇസ് 10⁻⁻37 കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ ഇസ് ബി ആൻഡ് ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ആരാണ് പറഞ്ഞിട്ടുള്ളത് നോക്കട്ടെ? ഐഷ നസ്രീനാണ് കമൻറ്റ് ചെയ്തത് ബി റൈറ്റ് ആൻസർ, ഫോളോഡ് ബൈ അമ്മു, സന, ഫാത്തിമ, ഡാനിയ, ഷജി. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഐ എം ജസ്റ്റ് സീയിങ് എവ്രി വൺ കേട്ടോ. ലാസ്റ്റ് അഷ ഇട്ടിട്ടുണ്ട്, സഹദ് ഇട്ടിട്ടുണ്ട്. സോ ഹാപ്പി ടു സീ എവ്രി വൺ. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തത് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേ. എ ചാർജ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ ലൈൻ ജോയിനിങ് ടു ഈക്വൽ ചാർജസ്. ഓക്കെ, അപ്പോൾ രണ്ട് ചാർജിൻ്റെ ഇടയ്ക്ക്. ഓക്കെ ആണല്ലോ. സോ ഇവിടെ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ സ്മോൾ ചാർജ് വെച്ചിട്ടുണ്ട്. അതാണ് സ്മോൾ ലെറ്റർ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ നടുക്കത്തെ ചാർജ് ഇക്വലിബ്രിയത്തിലാവണമെങ്കിൽ ഈ ചാർജിൻ്റെ വാല്യൂ എത്രയായിരിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ശ്രദ്ധിച്ചേ. ഇപ്പോൾ ഇത് ഇക്വലിബ്രിയത്തിലാവണമെങ്കിൽ നമുക്കൊരു ഐഡിയ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആർന്നെടുക്കാം. ഓക്കെ ആണല്ലോ. ശ്രദ്ധിച്ചേ. അപ്പോൾ ഇത് കറക്റ്റ് നടുക്കാണ് വെച്ചത്. സോ ദിസ് ഇസ് r/2 റൈറ്റ്. ദിസ് ഇസ് r/2. ഓക്കെ ആണല്ലോ. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നത് ഈ ചാർജ് അഫക്റ്റ് ചെയ്യുന്ന, അതായത് എൻഡിലുള്ള ആ ഒരു ക്യാപിറ്റൽ ലെറ്റർ ക്യൂ എന്ന് പറഞ്ഞ ചാർജിൽ അഫക്റ്റ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിട്ട് എടുക്കാം. സോ വാട്ട് ഹാപ്പൻസ്? 1/4πε0 ദിസ് ഇസ് q/r². അത് ഈ ചാർജുകൾ പരസ്പരം, ഇനി ഈ രണ്ട് ചാർജ് എടുത്ത് പ്ലസ് 1/4πε0 q/r/2 ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ശ്രദ്ധിച്ചേ. 1/4πε0 q²/r² ഈസ് ഈക്വൽ ടു -1/4πε0 q/r²/4. ഇത് വെട്ടിപ്പോയി. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഡു യു ഗെറ്റ്? ക്യൂസ്. അപ്പോൾ ഒരു ക്യൂ വെട്ടിപ്പോയി, r² വെട്ടിപ്പോയി. സോ ക്യൂ ഇസ് ഈക്വൽ ടു -4q. ഈ 4 മുകളിലേക്ക് വന്നു. ഓക്കെ ആണല്ലോ. ഓർ ക്യൂ ഇസ് ഈക്വൽ ടു -q/4. or q is equal to -q/4. So what is the answer? A is the answer. ആരാണ് ആദ്യ ഉത്തരം പറഞ്ഞത് നോക്കട്ടെ? ആദ്യ ഉത്തരം പറഞ്ഞത് ഫാത്തിമ ഹംനയാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അത് ഷിഫ പറഞ്ഞിട്ടുണ്ട്, ഹംന പറഞ്ഞിട്ടുണ്ട്, ഐഷ നസ്ലിം പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കറക്റ്റ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോടാ? ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ട് ചെയ്യുന്നത് വേറൊന്നുമല്ല. നമുക്ക് ഇതിൽ കുറച്ച് ടൈം സേവ് ചെയ്താൽ, ഐ മീൻ കാൽക്കുലേഷനിൽ കുറച്ച് ടൈം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും കൂടെ തിയറിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ സർ, ഫിസിക്സ് കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാൻ എന്ത് ചെയ്യാം? ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. ഡോക്ടർ മിയ ഹാവ് റൈറ്റ്ലി സെഡ് ഇറ്റ്. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഇതിനൊരു കുറുക്ക് വഴിയില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. യു ഹാവ് ടു do a lot of questions. The more questions you do, the more confident you will become. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ കീപ്പ് ഓൺ ഡൂയിങ് മോർ ക്വസ്റ്റ്യൻസ്. ഓക്കെ ആണല്ലോ. കുറച്ച് ട്രിപ്സ് ഒക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ പറഞ്ഞുതരാം. ബട്ട് യാ, വി ആർ ഡൂയിങ് ഇറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ്റെ വലിപ്പം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വല്ല ലുട്ടാപ്പി ക്വസ്റ്റ്യൻ ആയിരിക്കും. നമുക്ക് വായിച്ചു നോക്കാം. ഓക്കെ, സോ എ ടോയ് കാർ വിത്ത് ചാർജ് Q moves on a frictionless horizontal plane surface under the influence of a uniform electric field, capital letter E. ഓക്കെ, അപ്പോൾ ഒരു ടോയ് കാർ നീങ്ങുകയാണ്. ഓക്കെ ആണല്ലോ. ഡ്യൂ ടു ദ ഫോഴ്സ് QV, ഇറ്റ്സ് വെലോസിറ്റി ഇൻക്രീസസ് ഫ്രം 0 to 6 m/s in 1 second. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് 6 m/s ആയി ഇതിൻ്റെ വെലോസിറ്റി. അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ഈസ് റിവേഴ്സ്ഡ്. അപ്പോൾ ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. വാട്ട് ഹാപ്പൻ ഹിയർ? ഇവിടെ ഈ ഒബ്ജക്റ്റ് ഇവിടെ എയിലിരിക്കുകയായിരുന്നു എന്ന് വിചാരിക്കാം.
അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി 0ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി വാട്ട് ഹാപ്പൻസ് ഇസ് ഇപ്പോൾ ടൈമും 0ആണ്. ഇനി ഇത് 1 സെക്കൻഡ് കൊണ്ട് t = 1 ആയപ്പോഴേക്കും ഇതിൻ്റെ വെലോസിറ്റി 6 മീറ്റർ/സെക്കൻഡ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ, അതായത് ഇത് 6 മീറ്റർ സഞ്ചരിച്ചു എന്നാണ് കാര്യം. ഈ സമയം കൊണ്ട് ഇത് 6 മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് വാട്ട് ഹാപ്പൻസ് സോറി 6 മീറ്റർ അല്ല, അത് ഡിപ്പെൻസ്. 1 സെക്കൻഡ് കൊണ്ടാണ് 6 മീറ്റർ ആയത്, അല്ലാണ്ട് തുടങ്ങുന്നത് 0 ആയിട്ടാണ്. തുടങ്ങുന്നത് 6 ആയിരുന്നെങ്കിൽ 6 മീറ്റർ സഞ്ചരിച്ചാൽ നമുക്കറിയില്ല, നോക്കി നോക്കാം, കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ എന്ത് പറ്റി, പിന്നെ ഇതിൽ ആക്ട് ചെയ്യുന്ന ഇതുവരെ ഇങ്ങനെ വന്നു. ഇനി എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡീസലറേഷൻ സംഭവിക്കുകയാണ് അല്ലേ. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറ്റി എന്ന് പറഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, എന്ത് പറ്റി, ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് വാട്ട് ഹാപ്പൻസ് ശ്രദ്ധിച്ചേ, അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് ഈസ് റിവേഴ്സ്ഡ്. ദ കാർ കണ്ടിന്യൂസ് ടു മൂവ് ഫോർ 2 more seconds. ഓക്കെ ആണല്ലോ, അപ്പോൾ 2 സെക്കൻഡിലൂടെ കാറ് നീങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കാം, 2 സെക്കൻഡിലൂടെ നീങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഫോഴ്സ് തിരിച്ചു കൊടുത്തു അല്ലേ. അപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് 6 എത്തിയെങ്കിൽ t = 2, അതേ ഫോഴ്സ് 1 സെക്കൻഡോടെ കൊടുത്തു കഴിഞ്ഞാൽ ആ സെക്കൻഡ് കൊണ്ട് ഇതിൻ്റെ വെലോസിറ്റി 0 ആവും. ഓക്കെ ആണല്ലോ, 0 ആയിരുന്നു, 1 സെക്കൻഡ് കൊണ്ട് 6 എത്തി. വീണ്ടും അതേ ഫോഴ്സ് തിരിച്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, ആദ്യം ഇങ്ങനെ ഫോഴ്സ് കൊടുത്ത് തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി വീണ്ടും 0 ആവും. പിന്നെ 1 സെക്കൻഡ് കൂടെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് തിരിച്ചിങ്ങോട്ട് വരും. ഓക്കെ ആണല്ലോ, അത് t = 3 ഇവിടെ എത്തി നിൽക്കും. ഓക്കെ ആണല്ലോ, ഫൈൻ. അപ്പോൾ ഇങ്ങോട്ട് -a ആക്ട് ചെയ്യും. ഇതാണ് ടോട്ടൽ സർക്കംസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. വാട്ട് ഹാപ്പൻസ്, നമുക്ക് ആദ്യം ഇതിൻ്റെ ആക്സിലറേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എത്ര, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ഫൈനൽ വെലോസിറ്റി 6 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ബൈ 1. സോ ഇറ്റ് ഈസ് 6 മീറ്റർ/സെക്കൻഡ്². നമുക്ക് ചോദിച്ചിട്ടുള്ള എന്താണ്, ആവറേജ് വെലോസിറ്റിയും അതുപോലെ തന്നെ ആവറേജ് സ്പീഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സപ്പോസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് t = 0 to t = 1. ആദ്യത്തെ 1 സെക്കൻഡ് കൊണ്ട് ഇത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, S1 = ut + ½ at². ഇവിടെ u 0 ആണ്, അപ്പോൾ ut 0 ആയി. അപ്പോൾ ½ ഇൻറ്റു ഇവിടെ a 6 ആണ്, ഇൻറ്റു t² 1² ആണ്. സോ ദിസ് ഇസ് 3. അപ്പോൾ ഇത് ആദ്യത്തെ 1 സെക്കൻഡ് കൊണ്ട് 3 മീറ്റർ പോയി എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ആൻഡ് t = 1 സെക്കൻഡ്. t = 1 സെക്കൻഡ് ആകുമ്പോൾ എന്ത് പറ്റി, ഇതിൽ ആക്ട് ചെയ്യുന്നത് നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ut, അപ്പോൾ S2 = u എന്ന് പറയുന്നത് 6 ആണ് ഇവിടെ. അപ്പോൾ 6 ആണ് ഇപ്പോഴത്തെ 6 ആണ് ഇപ്പോഴത്തെ വെലോസിറ്റി. 6 മീറ്റർ/സെക്കൻഡ് ആണ്. 1 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റി ആയി. 1 സെക്കൻഡ് ആക്ട് ചെയ്തു, -½ ഇൻറ്റു ഇവിടെ ആക്സലറേഷൻ 6 ഇൻറ്റു t². അപ്പം -6, ഞാൻ ഇവിടെ പ്ലസ് ut + ½ at² എന്നാണ്. ഇവിടെ ഞാൻ പ്ലസ് എന്ന സ്ഥലത്ത് മൈനസ് ഇട്ടു, കാരണം ഇതിൽ ആക്ട് ചെയ്യുന്നത് നെഗറ്റീവ് ആക്സലറേഷൻ ആണ് അല്ലേ. അപ്പോൾ +6 ആണെങ്കിൽ ഇങ്ങോട്ട് എന്തായിരിക്കും, -6 ആയിരിക്കും. ഓക്കെ ആണല്ലോ, ഇൻറ്റു ഇത് 12 അല്ല 1² ആണ്. സോ ദിസ് ഇസ് 6 - 3 ഓർ ദിസ് ഇസ് 3 മീറ്റർ. ഓക്കെ ആണല്ലോ. അപ്പോൾ T2 അപ്പോൾ ഇവിടെ ഇത് 3 മീറ്റർ നീങ്ങി, ഇവിടെയും ഇത് 3 മീറ്റർ നീങ്ങി. ഇനി t = 2 സെക്കൻഡ്സ്. 1നും 2നും ഇടയ്ക്ക് t = 2 to t = 3. ഇത് t = 1 to t = 2. ഓക്കെ ആണല്ലോ. സോ t = 2 to t = 3, 2 3 സെക്കൻഡ്. ആ ഒരു സെക്കൻഡിൽ എന്ത് സംഭവിച്ചു നോക്കിയേ, S3 = വീണ്ടും വാട്ട് ഹാപ്പൻസ്, ഇപ്പോൾ t = 2 സെക്കൻഡ് ആയപ്പോഴേക്കും ഈ ഒബ്ജക്റ്റ് അവിടെ നിന്നു. സംശയമുണ്ടോ, ഈ ഒബ്ജക്റ്റ് അവിടെ നിന്നു. സോ ദിസ് ഇസ് 0. വീണ്ടും നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. സോ ½ ഇൻറ്റു 3 ഇൻറ്റു 1² 6 ഇൻറ്റു 1² അല്ലേ. സോ ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു -3 അല്ലേ, -3 മീറ്റർ. ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, 3 + 3 -3, 3 + 3 -3, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഈസ് 3 മീറ്റർ. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ആവറേജ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി ഈസ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 3, total time is 3 seconds, so the answer is 1. So the average velocity is 1 meter/second. And what is the total, അടുത്ത ചോദ്യം average speed ആണ്. And what is the average speed? Average speed എന്ന് പറയുന്നത് total distance, ഇവിടെ displacement ആയിരുന്നു, ഈ total distance by total time. ഓക്കെ ആണല്ലോ, total distance by total time, അതാണ് എന്ത് പറയുന്നത് average speed എന്ന് പറയുന്നത്. So what happened, what is the total distance covered? 3 അല്ലേ, കാരണം ഇങ്ങനെ പോയി തിരിച്ചും 3 വന്നു. So it is 9/3, so it is 3. So the answer is 1 and 3.
1 and 3. ഓക്കെ ആണല്ലോ ഫൈൻ. കുട്ടികൾക്ക് ആർക്കും ക്വസ്റ്റ്യൻസ് ഇഷ്ടമല്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ 550 ആൾ കണ്ടുകൊണ്ടിരുന്ന ലൈവ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 294 ഐ ഡോണ്ട് നോ വൈ സ്റ്റുഡൻസ് ആർ നോട്ട് ലൈക്കിംഗ് ക്വസ്റ്റ്യൻസ് നൗ. ബട്ട് മെയിൻ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻസ് ആർ ദി ബ്രെഡ് ആൻഡ് ബട്ടർ ഓഫ് ഫിസിക്സ്. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് കൺസെപ്റ്റൊക്കെ കിട്ടി, ഇനി പോയിട്ട് അടുത്ത തിയറി ആകുമ്പോൾ വരാം. പക്ഷേ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ പറയുമ്പോഴായിരിക്കും ഞാൻ ചിലപ്പോൾ പുതിയൊരു കാര്യം പറയുന്നത്, ഇതുവരെ തിയറിയിൽ പറയാത്ത പുതിയൊരു കൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അപ്പോഴായിരിക്കും. ഓക്കെ അല്ലേ? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട, യു ഹാവ് ടു വെയിറ്റ്, എപ്പോഴാണത് വരുന്നതെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ഇത്രയും പഠിച്ച കാര്യത്തിൽ വന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനിയൊരു നമ്മുടെ കൈനറ്റിക് എനർജിയിലേക്കൊക്കെയാണ്, വിൽ കം ടു ദാറ്റ് വെരി സൂൺ. ഓക്കെ, so before that let's move on to the other part. Okay, so we are moving into the next part of the session. Okay, അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചാർജിനെ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണ് ഓഫ് മാസ് എം ആൻഡ് ചാർജ് ക്യൂ. ഓക്കെ ആണല്ലോ. അയ്യോ, അടുത്ത ഉത്തരം ഇപ്പം തന്നെ പറഞ്ഞു തുടങ്ങിയടാ, കുറച്ച് ടൈം എടുക്കട്ടെ, നമുക്ക് സമയമുണ്ട്, നമുക്കിത് മൊത്തം ചെയ്തിട്ട് നമ്മൾ പോവുള്ളൂ. ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ചാർജ് പാർട്ടിക്കിളിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ വാട്ട് ഓൾ തിങ്സ് ഹാപ്പൻ. ഞാൻ പറഞ്ഞു, ഒരു ചാർജ് വെക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് QE ആണ്. ഓക്കെ ആണല്ലോ. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ Q ചാർജ് വെച്ചാൽ ഇറ്റ്സ് ഗോയിങ് ടു ആക്ട് QE. അപ്പോൾ അതാണ് അതിന് ആക്സലറേഷൻ കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു F/m ഇസ് ഈക്വൽ ടു QE/m. അതുപോലെ തന്നെ വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ? നമുക്കറിയാം V ഇസ് ഈക്വൽ ടു U പ്ലസ് AT അല്ലേ. ഇവിടെ V 0 ആണ്, AT ആണ്. സോ A ഇൻറ്റു QE/T. സോ അത് അക്വയർ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് V is equal to QE/T ആണ്. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ? പറഞ്ഞേടാ, K is equal to half mv square, which is half m into V QET/m ആണ്. So that is QET/m the whole square. And what is the distance travelled? S is equal to UT plus half AT square. ഇവിടെ U 0 ആണ് അല്ലേ, അതുകൊണ്ട് UT മൊത്തത്തിൽ പോയി. സോ ഇറ്റ് ഇസ് ഹാഫ് AT സ്ക്വയർ. സോ ഹാഫ് ഇൻറ്റു A ഇവിടെ കിട്ടി, A എവിടെ കിട്ടിയേ? അപ്പോൾ QE/m ദി ഹോൾ സ്ക്വയർ ഇൻറ്റു T സ്ക്വയർ. സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇത് കിട്ടും. സോ ഞാൻ അതൊന്ന് സോൾവ് ചെയ്ത് സമയം കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം കൂടെ ഒറ്റയടിക്ക് തന്നത്. ഓക്കെ ആണല്ലോ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ, ഡെഫിനറ്റ്ലി ഡൈപോളിലേക്ക് വരുന്നുണ്ടോ. കുറച്ച് കഴിയുമ്പോൾ ഡൈപോളിനെ കുറിച്ചുള്ള എൻറ്റയർ കാര്യം ഞാൻ പറയും. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ എൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയും. ഓക്കെ, അതുവരെ ജസ്റ്റ് ഗിവ് മീ സം ടൈം. പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സോ ദർ ഇസ് ലോട്ട് ഓഫ് തിങ്സ് ടു കം. ഓക്കെ ആണല്ലോ, ഫൈൻ. വൈ ഡോണ്ട് യു ഇൻക്ലൂഡ് ക്വസ്റ്റ്യൻ ഫ്രം സെൻഗേജ് ആൻഡ് ലൈവ് സെഷൻ? എനിക്ക് സന്തോഷമുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ. ബട്ട് ദ പ്രശ്നം ഈസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വിൽ ടേക്ക് ലൈക്ക് 15 to 20 minutes ടു ആൻസർ വൺ ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ആകെ തന്നിട്ടുള്ള ലൈവ് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിൽ തീർക്കണം എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ തീർക്കണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ വിത്ത് ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. കാരണം തിയറിയും ചെയ്യണം, അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ആ ലെവൽ ക്വസ്റ്റ്യൻസ്, കിഡിലം ക്വസ്റ്റ്യൻസ് ഒക്കെ കാണണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഇതിൽ ഏതായിരുന്നു, കലാഷ് നിക്കാവോ എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഉണ്ടായിരുന്നു. അതിനകത്ത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, അതിൽ നല്ല കിഡിലം ക്വസ്റ്റ്യൻസ് സെർച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഞാൻ അന്ന് ചെയ്തപ്പോൾ കുട്ടികളെല്ലാവരും എക്സിറ്റ് അടിച്ചു പോകുമായിരുന്നു. കാരണം ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ് സാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണോ നിങ്ങൾ ആദ്യം ആ ഒരു വീഡിയോ കാണാം, മൊത്തം കാണാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കീപ്പ് ഇറ്റ്. ഐ ആം സോ ഹാപ്പി. എനിക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നിങ്ങളുടെ ഒരു പവർ, നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് മൊത്തത്തിൽ എനിക്ക് എടുത്ത് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഐ വിൽ ബി സോ ഹാപ്പി ടു ഡു ഇറ്റ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പറയാം, ഐ എം റെഡി. ഞാൻ പറഞ്ഞില്ല, ഏത് തരത്തിൽ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫ്ലെക്സ് ചെയ്യാം. ഐ ക്യാൻ ഗോ സോ ബേസിക്, ഐ ക്യാൻ ഗോ ഇൻ ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഐ ക്യാൻ ഗോ എ ഹയർ ലെവൽ. നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണ്, ഐ വിൽ ബി സോ ഹാപ്പി ടു ഡു ഇറ്റ്. ഓക്കെ ആണല്ലോ. സോ അതൊക്കെ വിൽ ഡു ഇറ്റ്. ഓക്കെ, സോ നമ്മളപ്പോൾ ആക്സലറേഷൻ, വെലോസിറ്റി, ഡിസ്റ്റൻസ്, കൈനറ്റിക് ഒക്കെ പറഞ്ഞു. ഓക്കെ, സോ അതാണ് കാര്യം. നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം പാർട്ടിക്കിൾസ് മൂവിങ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി അടുത്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ, അഗെയിൻ ഒരു വെലോസിറ്റി, ഒരു ഇനീഷ്യൽ വെലോസിറ്റി കൊണ്ട് പോവുകയാണെങ്കിൽ എല്ലായിടത്തും U ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ഒരു U വരും, അത്രേ ഉള്ളൂ. ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. ഇത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം. നമുക്ക് ഇഫ് യു നീഡ് സംവൺ യു ക്യാൻ ജസ്റ്റ് ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഓക്കെ, സോ ഇതാണ് പറഞ്ഞത്. ഒരു യൂണിഫോംഡ് പാർട്ടിക്കിളിൽ നിങ്ങൾ ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ
വാട്ട് ഹാപ്പൻസ് അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെയും ഒരു യു ആഡ് ചെയ്ത് കൊടുത്താൽ മതി, യു പ്ലസ് എ ടി, യു പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ ആണല്ലോ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അടുത്ത കാര്യം ഒരു ഒബ്ലിക് ആംഗിൾ. നമ്മൾ ഇതുവരെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആണ് പോയിക്കൊണ്ടിരുന്നത് അല്ലേ, ഒരു ചാർജിന് നമ്മൾ സ്ട്രെയിറ്റ് തള്ളി വിടുകയാണ് ചെയ്തത്. നമ്മളിപ്പോൾ അതൊന്ന് മാറി നൗ ഇറ്റ് ഈസ് മേക്കിംഗ് എ പെർട്ടിക്കുലർ ആംഗിൾ. ഓക്കെ ആണല്ലോ. സോ നീറ്റിന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് 15 മിനിറ്റ്സ് കൊണ്ട് ചെയ്യാനേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമോ? ഇല്ല, അതാണ് ഫസ്റ്റ് തിങ്. അത്ര ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. അഥവാ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് 1 or 2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ഒരു 1 or 2 ക്വസ്റ്റ്യൻസിന് വേണ്ടി നിങ്ങൾ ബാക്കിയുള്ള എൻറ്റയർ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. സോ നമുക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ടുവേർഡ്സ് ദി എൻഡൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ചെയ്യാം. ഈസിയുള്ള കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് വരും. അപ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ ആണല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റും, ഡോണ്ട് വറി. ഓക്കെ, സോ ഇപ്പം എന്താ പറ്റുന്നത്, എ ചാർജ് ഈസ് പ്രൊജക്റ്റഡ് ഒബ്ലിക്ലി, ഒരു ആംഗിൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ, വിത്ത് ആൻ ആംഗിൾ തീറ്റ. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും ശ്രദ്ധിച്ചേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനൊരു വേർട്ടിക്കൽ ആക്സലറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ ആക്സലറേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ തിയറി കാര്യങ്ങളൊന്നും പോകണം, നിങ്ങൾ ആകെ ചോദിക്കുക ഇതിൻ്റെ ബേസിക്സ് ആണ്. ഓക്കെ, അതിൻ്റെ ഡെറിവേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വെർട്ടിക്കൽ ആക്സലറേഷൻ, അതായത് മോളിക്കുലർ ആക്സലറേഷൻ വിൽ ബി F/m, അതിൽ ഡൗട്ടൊന്നുമില്ല. ഓക്കെ ആണല്ലോ, അത് മാത്രമേ നിങ്ങളോട് ചോദിക്കുള്ളൂ, വാട്ട് ഈസ് ദി വെർട്ടിക്കൽ ആക്സലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് അത് മാത്രം നോക്കി വയ്ക്കാം. ഓക്കെ ആണല്ലോ. നൗ വി ആർ മൂവിങ് ഇൻ ടു ഇലക്ട്രിക് ഡൈപോൾ. ആ മൂവ്മെൻറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ഷാൾ വി സ്റ്റാർട്ട് വിത്ത് ഡൈപോൾ? എല്ലാവരും റെഡി ആണോ? എല്ലാവരും ഉറങ്ങി? എന്ത് പറ്റി? എല്ലാവരും റിപ്ലൈ ചെയ്ത് ആർ യു റെഡി? ഇതുവരെ എടുത്തതൊക്കെ ഓക്കെ ആണോ എന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ? എല്ലാവരും ജസ്റ്റ് ഒന്ന് പറയുമോ? ആർ യു ഗൈസ് അണ്ടർസ്റ്റാൻഡിങ് ദ തിങ്സ് ആൻഡ് ആർ യു ഗൈസ് ഓക്കെ വിത്ത് ദിസ്? ജസ്റ്റ് ഒന്ന് പറയുമോ, പെട്ടെന്നൊന്ന് പറയുമോടാ. ഇതുവരെ പഠിപ്പിച്ചൊക്കെ ഓക്കെ ആണോ? ആൻഡ് ആർ യു ഗൈസ് റെഡി ടു സ്റ്റാർട്ട് ഇലക്ട്രിക് ഡൈപോൾ? ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. Ready? Okay. So we are starting with electric dipole. Okay, we are starting with electric dipole. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചാർജസ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്, +1 ആണെങ്കിൽ +1, ബട്ട് ഓപ്പോസിറ്റ് നേച്ചർ. ഒന്ന് +q ആണെങ്കിൽ അടുത്തത് -q. ഓക്കെ, ഒരുപാട് റെഡി, ഗ്രേറ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് അല്ലേ? ഐ എം സോ ഹാപ്പി. സോ ഒന്ന് +q ആണെങ്കിൽ മറ്റേത് +q. ഓക്കെ ആണല്ലോ. അങ്ങനെയായിട്ടുള്ള 2 ചാർജസ്, യു ഗെറ്റ് 2 ചാർജസ് വിച്ച് ഈസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2a. ഓക്കെ ആണല്ലോ, അവർക്കുള്ള ഡിസ്റ്റൻസ് 2a എന്നോ a എന്നോ എങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. കാരണം 2a എന്ന് എടുക്കുകയാണെങ്കിൽ അവരുടെ പകുതി ഡിസ്റ്റൻസ് a അല്ലേ ഉണ്ടാവുക. അതിനാണ് നമ്മളൊരു ഡൈപോൾ എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് എ ഡൈപോൾ? ഡൈപോൾ ഇസ് ബേസിക്കലി 2 ചാർജസ് ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് polarity or one positive negative separated by a very small distance. ഓക്കെ ആണല്ലോ, അതാണ് ഡൈപോൾ. ഇനി വാട്ട് ഈസ് ദി ആക്സിസ് ഓഫ് ദി ഡൈപോൾ? ഒരുപാട് പേര് ചോദിക്കുന്നവരാണ്, വാട്ട് ഈസ് ദി ആക്സിസ് ഓഫ് ഡൈപോൾ? ആക്സിസ് ഓഫ് ഡൈപോൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ കണക്ടിങ് ദ 2 ചാർജസ്, അതായത് 2 ചാർജിനിടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ. സോ ഇവിടെ ഞാൻ ഡോട്ടഡ് ലൈനിൽ ഇട്ട് കാണിച്ചിരിക്കുന്നതാണ് ഒരു ഡൈപോളിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ദി ആക്സിസ് ഓഫ് ഡൈപോൾ. അപ്പോൾ ആക്സിസ് ഓഫ് ഡൈപോൾ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ? ഗ്രേറ്റ്. ഇനി എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, വാട്ട് ഈസ് ആൻ ഇക്വിറ്റോറിയൽ ലൈൻ? ഓക്കെ ആണല്ലോ. എന്താണ് ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്? സോ ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനി ലൈൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ്. ഇപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടാവുക അല്ലേ? അപ്പം അങ്ങനെയാണ് നിങ്ങളെ സംബന്ധിച്ച് ഇതാണ് ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്. ഞാൻ അപ്പോൾ അതിനെ ഇങ്ങനെ കുത്തനെ വെച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വിറ്റോറിയൽ ലൈൻ, എനി ലൈൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ്. പക്ഷെ എന്തായിരിക്കും അത്? ഇറ്റ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അതായത് ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് 2a ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ പകുതി ഡിസ്റ്റൻസ് a. ആ പകുതി മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ആയിരിക്കും എന്ത് പറ്റുക? നമ്മുടെ ബൈസെക്ടർ പാസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഇക്വിറ്റോറിയൽ ലൈൻ പാസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തത് ഇക്വിറ്റോറിയൽ പ്ലെയിൻ. എന്താണ് ഇക്വിറ്റോറിയൽ പ്ലെയിൻ? ശ്രദ്ധിച്ചേ, ആ ഒരു ഇക്വിറ്റോറിയൽ ലൈൻ പാസ് ചെയ്യുന്ന ഭാഗം, അവിടെ ഞാനൊരു പേപ്പർ വെക്കുകയാണ്. പ്ലെയിൻ ബേസിക്കലി മീൻസ് എ പ്രതലം, ഒരേ സർഫസ്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ 2 ചാർജ് ഇവിടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ 2 ചാർജ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു പേപ്പർ വെച്ച് ഇങ്ങനെ വെക്കുകയാണ്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ബേസിക്കലി ദി പ്ലെയിൻ. ഓക്കെ ആണല്ലോ. ജസ്റ്റ് ഇക്വിറ്റോറിയൽ പ്ലെയിൻ എന്താണെന്ന് കാണിച്ചതാണ്. ഓക്കെ, ഇനി വി ആർ മൂവിങ് ടു ദ നെയിം തിങ് ദാറ്റ് ഈസ് നോൺ ആസ് ദ ഡൈപോൾ മൊമെൻറ്റ്. എന്താണ് ഡൈപോൾ മൊമെൻറ്റ്? ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട്, ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ P എന്നാണ് കാണിക്കുക. ഡൈപോൾ മൊമെൻറ്റ് ഇസ് ബേസിക്കലി 1 of the charge into distance between the 2 charges.
1 of the charge into distance between the two charges. ഓക്കെ ആണല്ലോ, അതിനെയാണ് നമ്മൾ ഡൈപോൾ മൊമെൻ്റ് എന്ന് വിളിക്കുന്നത്. സോ ഡൈപോൾ മൊമെൻറ്റിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഡൈപോൾ മൊമെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എന്താണ് ഡൈപോൾ മൊമെൻറ്റ്? ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ ആണോ, ഡൈപോൾ മൊമെൻറ്റ് ഇസ് ഓൾവേസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ ഒരു കാര്യമാണ് എന്ത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇസ് q into 2a, one of the charge into the distance between the two charges. ഓക്കെ ആണല്ലോ, അതിനെയാണ് നമ്മൾ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത്. P is equal to q into 2a. And tell me, what is the direction? That is very important. Dipole momentum ഒരു direction ഉണ്ട്, and that is from negative charge to positive charge. നെഗറ്റീവ് ചാർജ് നിന്ന് പോസിറ്റീവ് ചാർജിലേക്കുള്ളതാണ് എന്ത്, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഇറ്റ് ഈസ് ബേസിക്കലി ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. ഓക്കെ ആണല്ലോ, ഇറ്റ് ഈസ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. ആൻഡ് വാട്ട് ഈസ് ദ SI യൂണിറ്റ്? SI യൂണിറ്റ് എത്രയാണ്? ചാർജിൻ്റെത് കുളമ്പാണ്, ഇതിൻ്റെത് മീറ്ററാണ്. ഓക്കെ, so it is Coulomb into meter. It is Coulomb into meter. So ഈ ഒരൊറ്റ സ്ലൈഡിൽ ഡൈപോൾ മൊമെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട എൻറ്റയർ കാര്യങ്ങൾ സാറ് കിട്ടിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. സോ ഇവിടെ നെഗറ്റീവ് ടു പോസിറ്റീവ് അതാണ് അതിൻ്റെ ഡയറക്ഷൻ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. രണ്ട് കാര്യമാണ്. ഒന്ന് അതിൻ്റെ ആക്സിസിൽ. ഓക്കെ, അതിൻ്റെ ആക്സിസിലാണെങ്കിൽ വാട്ട് ഇസ് ഇറ്റ്? ആക്സിസിലാണെങ്കിൽ ഈ നെറ്റ് ഇസ് ഈക്വൽ ടു 1/4πε0 2p by x cube, where x is the, what is x പറഞ്ഞടാ, where x is the distance from the center. ഓക്കെ ആണല്ലോ, ആ രണ്ട് ഡൈപോളിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 2a ആണെങ്കിൽ അതിൻ്റെ പകുതി ഡിസ്റ്റൻസ് a ആണെങ്കിൽ x എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ നടുക്കുന്ന് ആ ഇരിക്കുന്ന ചാർജിലേക്കുള്ള ദൂരത്തിനാണ് x എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, സോ E is equal to 1/4πε0 2p by x cube. ഓക്കെ ആണല്ലോ, 2p by x cube. അതാണ് ആക്സിയൽ പോയിന്റിലുള്ള അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇക്വിറ്റോറിയൽ ലൈൻ. ഓക്കെ, ഇക്വിറ്റോറിയൽ ലൈൻ. ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? വലിയ ഡെറിവേഷനാണ്, നിങ്ങൾ 12th പഠിച്ചിട്ടുണ്ടാവും. ആൻസർ പഠിക്കുക. ദിസ് ഇസ് E is equal to -1/4πε0 p by x cube. p by x cube. ഓക്കെ ആണല്ലോ, സോ ജസ്റ്റ് ഓർത്തിരിക്കുക 1/4πε0 p by x cube. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, ഇനി ഇത് വേറൊരു കാര്യമാണ്. ദിസ് ഇസ് എല്ലാവരും പറയാറില്ല, ബട്ട് ഐ യൂസ് ടു ടീച്ച് ദം വെൻ ഐ യൂസ് ടു ടീച്ച് പീപ്പിൾ. ദിസ് ഇസ് എനി പോയിന്റ്, അതായത് നിങ്ങൾക്ക് ഏത് പോയിന്റ് കൊടുക്കാം. ഓക്കെ ആണല്ലോ, സോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ഇതാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ, Q - Q ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങോട്ട് P ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ -Q, ഇവിടെ +Q. അപ്പോൾ ഈ ഡയറക്ഷനിൽ P ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ P, അതായത് ദിസ് ഇസ് ദ പോയിന്റ്. ഓക്കെ ആണല്ലോ, അങ്ങനെയാണെങ്കിൽ അതിന് നമ്മുടെ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കാം. ഓക്കെ ആണല്ലോ, തീറ്റയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് സിമ്പിളാക്കി വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഇസ് -Q, ദിസ് ഇസ് +Q, ആൻഡ് ദിസ് ഇസ് ദ പോയിന്റ് M. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ. ദിസ് ഇസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ. ദിസ് ഇസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ. അതുപോലെ തന്നെ x is the distance between the point and the charge. ഓക്കെ ആണല്ലോ, അങ്ങനെയാണെന്ന് വിചാരിക്കുക. സോ വാട്ട് ഹാപ്പൻസ്, ദിസ് ഇസ് എനി പോയിന്റ്, ഏത് പോയിന്റ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് E is equal to 1/4πε0 p into 1 + 3 cos square theta the whole raised to 1/2, or the square root, ഇങ്ങനെ square root by x cube. ഓക്കെ ആണല്ലോ, by x cube. എല്ലാവർക്കും മനസ്സിലായോ? സർ ഒന്നും കൂടെ പറയാമോ? ഏതാടാ പറയേണ്ടത്? ജസ്റ്റ് ഒന്ന് പറയോ, ഒന്നുകൂടെ പറയാമോ? ഏത് ഭാഗമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ജസ്റ്റ് ഒന്ന് പറയാം സർ, ഒന്നും കൂടെ പറയും. ഏത് എനി പോയിന്റ് ആണോ ഉദ്ദേശിച്ചത്, അതോ വാട്ട് ഈസ് ഹാപ്പനിങ്? സ്ക്രീനിന് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇസ് എ പ്രോബ്ലം വിത്ത് ദ സ്ക്രീൻ? ഓ ഓക്കെ ഓക്കെ, 1 സെക്കൻഡ്. ഇപ്പോൾ ഫിക്സ് ചെയ്യാം. ഒരു ഗിവ് മീ 1 സെക്കൻഡ്. സ്ക്രീൻ പോയി. ഐ അണ്ടർസ്റ്റാൻഡ്. എങ്ങോട്ട് പോയത് കേട്ടോ, അവിടെ ചെറിയൊരു നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണ്. ജസ്റ്റ് 1 സെക്കൻഡ്.
ഒറ്റ മിനിറ്റ് ആരും പോകണ്ട കേട്ടോ. ജസ്റ്റ് എന്തോ ഒരു ചെറിയ ഇറക്ഷൻ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 20 seconds. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ശരിയായിവിടെ. ജസ്റ്റ് പറഞ്ഞേ സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ചെറുതായിട്ടൊരു ചെറിയൊരു എറർ വന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് മിക്കവാറും ഉണ്ടാവാറുണ്ട്. ഓക്കെ ആണല്ലോ. 1 second. കഴിഞ്ഞു 10 seconds പറഞ്ഞു കഴിഞ്ഞല്ലോ. പെട്ടെന്ന് തന്നെ ശരിയാക്കി തന്നല്ലോ. ഇപ്പോൾ എല്ലാവർക്കും കാണുന്നുണ്ടോ? അധികം വെയിറ്റ് ചെയ്യിപ്പിക്കില്ല ആരും. ഇത്രയും 277 സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്യാമല്ലോ. സോ ഐ ഡോണ്ട് വാണ്ട് ടു വെയിറ്റ് പീപ്പിൾ. ഈസ് ഇറ്റ് ഓക്കെ നോ? എല്ലാവർക്കും കാണുന്നുണ്ടോ? അവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. സോ ജനറൽ പോയിന്റ് ആണ് പറഞ്ഞത്. ജനറൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിന്റ് അല്ലേ, -q + q ഉണ്ട്. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ആ ചാർജിനെ വെച്ചിരിക്കുകയാണ്. യു ക്യാൻ കീപ്പ് ഇൻ എനി പോയിന്റ്. ഓക്കെ ആണ്, എനി പോയിന്റ്. സോ ആ ഒരു പോയിന്റുമായിട്ട് ഈ ഒരു ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. അതുപോലെ തന്നെ അതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ഇറ്റ് ഇസ് p 1/4πε0 p × 1 + 3 cos² θ ഹോൾ റേസ് ടു 1/2 x³. ഒരുപാട് ഇക്വേഷൻസ് ഉണ്ടല്ലോ. എന്ത് ചെയ്യും? യു ഹാവ് ടു സ്റ്റഡി. എന്താ പറയുക, ഇതിനൊക്കെ നിങ്ങൾ ആലോചിച്ചോട്ടെ. എക്സാമിന് ഇരുന്നിട്ട് ഇത് സോൾവ് ചെയ്ത് ഉത്തരം എത്തുമോ? ഇല്ല. സോ ഇതേപോലത്തെ കുറച്ച് ഇക്വേഷൻസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രാക്ടീസ്. ആദ്യമൊക്കെ ഡിഫിക്കൽട്ടായി തോന്നുന്നു, എനിക്ക് ഒരുപാട് ഡിഫിക്കൽട്ടായിരുന്നു. ബട്ട് ഇഫ് യു കീപ്പ് ഓൺ റിപ്പീറ്റിംഗ് ദിസ് ഓൾവേസ് ആൻഡ് ഇഫ് യു ബിലീവ് ദാറ്റ് ദിസ് ഇസ് ദ റൈറ്റ് തിങ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ ഐ എം ഷുവർ യു വിൽ ബി ഏബിൾ ടു ലേൺ ഇറ്റ്. പേടിക്കേണ്ട ആവശ്യമില്ലടാ, ഇത് തീരും. ഓക്കെ ആണല്ലോ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഗോസസ് തിയറം അപ്ലിക്കേഷൻ എടുക്കുമല്ലോ, ഡെഫിനറ്റ്ലി എടുക്കും കേട്ടോ. മുക്കാലായില്ലേ, അതാണ് കുട്ടികൾ നോക്കുന്നത്. സോ വിൽ ഗോ എ ലിറ്റിൽ ബിറ്റ് ക്വിക്കർ. ജസ്റ്റ് ഒന്ന് അത്ര ഇതുണ്ടാവില്ല, പെട്ടെന്ന് തന്നെ തീരും. ഓക്കെ ആണല്ലോ. ഈ ഡൈപോൾ ഇൻട്രാക്ഷൻ ആണുള്ളത്. ഡൈപോൾ ഇൻട്രാക്ഷൻ എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ഡൈപോളിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ നെഗറ്റീവ് ക്യൂലേക്ക് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും, പോസിറ്റീവിൽ അങ്ങോട്ടുണ്ടാവും. ഈ രണ്ട് ഫോഴ്സും പരസ്പരം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ദേ വിൽ ക്യാൻസൽ. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ്, നോക്കി നോക്ക്, ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്. രണ്ടും ഓപ്പോസിറ്റ് ആണ്, ബട്ട് ദേ ക്യാൻസൽ. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് നെറ്റ് ഫോഴ്സ് 0 ആണ്, ബട്ട് ദേ എക്സ്പീരിയൻസ് എ ടോർക്ക്. അത് കാരണം ദേ വിൽ ബി കീപ്പ് ഓൺ റൊട്ടേറ്റിംഗ്. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഒരു ഇലക്ട്രിക് ഫീൽഡ് വെക്കുമ്പോൾ ഡൈപോൾ വിൽ എക്സ്പീരിയൻസസ് എ ടോർക്ക് ആൻഡ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഈസ് 0. ഓക്കെ ആണല്ലോ. നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഈസ് 0. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. സോ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഈസ് 0, but it will be rotating. Okay ആണല്ലോ. Fine. So what is the torque acting on a dipole? Tau is equal to PE sin theta. What is the torque acting on it? Tau net is equal to PE sin theta. So that is a net torque acting on a dipole. Okay ആണല്ലോ. Fine. ഇനി ജസ്റ്റ് ഇക്വിലിബ്രിയംസ് എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം, അധികം ഇതിലേക്ക് പോകുന്നില്ല. വാട്ട് ഈസ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം? സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ആ ഒരു എൻറ്റയർ സിസ്റ്റം 0-ലായിരിക്കും. അതായത് നെറ്റ് ഫോഴ്സ് ആക്ടിങ് വിൽ ബി 0. പിന്നെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അതിനെ എങ്ങോട്ടെങ്കിലും നീക്കിയാൽ പോലും അത് തിരിച്ച് അങ്ങോട്ട് തന്നെ വന്നിരിക്കും. അതായത് ആൻ ഇക്വിലിബ്രിയം വെയർ ഇഫ് യു മേക്ക് എ ചേഞ്ച് ദ സിസ്റ്റം വിൽ കം ഇറ്റ് സെൽഫ് ബാക്ക് ടു ഇറ്റ്സ് പൊസിഷൻ. അതിനാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനത്തിന് ഇങ്ങനെ നീ ഇതിനെ പിടിച്ച് ഇങ്ങോട്ടാക്കിയാലും അതൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അത് എന്ത് ചെയ്യും? തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഈസ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്നത് ഇക്വിലിബ്രിയത്തിലാണ്, പക്ഷെ നീ അതിനെ ഇങ്ങോട്ട് വെച്ചു എന്ന് വിചാരിക്കുക, നീക്കി വെച്ചു എന്ന് വിചാരിക്കുക, അതൊരിക്കലും തിരിച്ചു വരില്ല. മനസ്സിലായോ? ദാറ്റ് ഈസ് നോൺ ആസ് ആൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. നമ്മൾ തിരിച്ചു വിട്ടാൽ അതിന് തിരിച്ച് അങ്ങോട്ട് തന്നെ വരാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അതിനെയാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ടൈം ഇസ് ആക്ച്വലി 11:50. ഓക്കെ, സോ 12-ന് ഒരു 10 മിനിറ്റ്സും കൂടിയേ ഉള്ളൂ. നിങ്ങൾക്ക് എനിക്കൊരു 10 മിനിറ്റ്സും കൂടെ കടം തരാൻ പറ്റുമോ നിങ്ങളുടെ ടൈമെന്ന്? അതായത് ഞാനൊരു 12-10 വരെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു 10 മിനിറ്റ് എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫ്ലെക്സും ഗോസ് തിയറും വിത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫുൾ വൃത്തിക്ക് പറഞ്ഞു തരാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു 10 മിനിറ്റ് കൂടെ സാർ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? അതോ 12-ന് വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് നിർബന്ധമാണോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുമോ? അടുത്ത കാര്യം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എസ് തിൻ യൂണിഫോം റിംഗ് ആണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഓൾറെഡി തന്ന ഇക്വേഷൻ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ യൂണിഫോംലി ചാർജ് റോഡ് ഇതറിയാം, എന്തറിയാം. ഓക്കെ, ദെൻ വാട്ടേഴ്സ് ഡിസ്കും വേണ്ട. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഇലക്ട്രിക് ഫ്ലെക്സ് നൗ കേട്ടോ. ലെറ്റ്സ് മൂവ് ഓൺ ടു ഇലക്ട്രിക് ഫ്ലെക്സ്. ഓക്കെ, ഇലക്ട്രിക് ഫ്ലെക്സ്. വാട്ട് ഈസ് ഇലക്ട്രിക് ഫ്ലെക്സ്? ഇലക്ട്രിക് ഫ്ലെക്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നമ്മുടെ ചാർജ് എന്ന്. ഇപ്പം നിങ്ങൾക്ക് ഇതിന് മുന്നത്തെ സാധനം വേണമെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണമെങ്കിൽ തരാം കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് ഷീറ്റ് കാര്യങ്ങളൊക്കെ
ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ളതല്ലേ, സോറി 1 സെക്കൻഡ്. സോറി, ദിസ് ഈസ് വാട്ട് യു റിക്വയർ അല്ലേ, സോറി. അപ്പോൾ ഇത് ജസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സംതിങ് ആണ് കേട്ടോ. അപ്പോൾ ഒരു യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സാധനം വെച്ചിരിക്കുകയാണ്, അതിന് ഒരു എക്സ് ഡിസ്റ്റൻസ് മാറിയൊരു പോയിന്റ്, ആ ഭാഗത്തുള്ള അതിന് ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു πL/4πε0 r × r+L. ഓക്കെ ആണല്ലോ, അതാണ് ഇലക്ട്രിക് ഫീൽഡ്. അതുപോലെ തന്നെ ഒരു ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ് വെച്ചിട്ടുള്ളത്, അതിൽ നിന്ന് ഒരു പോയിന്റ് പി മാറിയിട്ടാണ്, ഡിസ്റ്റൻസ് r ആണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ആ ഒരു റോഡിൻ്റെ ഡിസ്റ്റൻസ് y ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു k λ × sin θ1 + sin θ2. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിടുക കേട്ടോ, ഇതിൽ തിയറി ഒന്നുമില്ല, ജസ്റ്റ് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക, ഒരു ഇപ്പോൾ രണ്ട് സൈൻ തീറ്റ ഉണ്ട് അല്ലേ, ഇഫ് യു ക്യാൻ സീ ഇതിൽ സൈൻ തീറ്റ കൊടുത്തിട്ടില്ല. സോ ദിസ് ഈസ് ബേസിക്കലി നമ്മൾ എങ്ങനെ വെച്ചാൽ ഇങ്ങനെ നമ്മൾ എടുക്കാം. സോ ഇങ്ങനെ കണക്ട് ചെയ്യാം, ആൻഡ് യു വിൽ ബി ഹാവിങ് ദിസ് ഇസ് θ1 ആൻഡ് ദിസ് ഇസ് θ2, അങ്ങനെയാണ് എടുക്കുക. ഓക്കെ ആണല്ലോ. സോ ആ θ1 ഉം θ2 ഉം ഈക്വൽ ആണെങ്കിൽ, ഇഫ് θ1 ആൻഡ് θ2 ഇസ് ഈക്വൽ, ദെൻ E net ഇസ് ഈക്വൽ ടു 2k λ × sin θ/r. ഓക്കെ ആണല്ലോ, അതാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ടൈം ഡസൻറ്റ് മാറ്റർ, ഗ്രേറ്റ് ഫൈൻ. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ ഐ വിൽ ബി ഫിനിഷിങ് ഇറ്റ്. ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വന്ന് ഭയങ്കര എളുപ്പമായിട്ട് കാര്യമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു പെർപെൻഡിക്കുലർ വയറിൻ്റെ എൻഡിൽ നിന്ന് മാറിയിട്ടുള്ളൊരു പോയിന്റ്, അതാണിത്. അങ്ങനെയാണെങ്കിൽ √2k λ/r. ഓക്കെ ആണല്ലോ, ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ ആണല്ലോ, √2k λ/r. ഓക്കെ ആണല്ലോ, അത് ഒരു വയറിൻ്റെ എൻഡിൽ നിന്നുള്ള ഒരു പോയിന്റ് മാറിയിട്ടാണ് ഉള്ളതെങ്കിൽ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഒരു ഇൻഫിനിറ്റ് വയർ ആണെങ്കിലോ ശ്രദ്ധിച്ചേ, അങ്ങനെയാണെങ്കിൽ E net ഇസ് ഈക്വൽ ടു 2k λ/r. ഒരു ഇൻഫിനിറ്റ് വയറിൽ പി മാറിയിട്ടാണെങ്കിൽ 2k λ/r. പിന്നെ ഒരു ഡിസ്ക് ഇതൊക്കെ ശരിക്കും ജിപ്മറിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇൻക്ലൂഡ് ചെയ്ത്. ഒരു ഡിസ്ക്കാണ്, അതിൻ്റെ ഡയമീറ്റർ അതിനൊരു ഒരു ഡിസ്ക് ഉണ്ട്, ആ ഡിസ്കിൽ നിന്ന് ഒരു പോയിന്റ് പി മാറിയിട്ടാണുള്ളത്, ആൻഡ് ദിസ് ഇസ് എക്സ് ആൻഡ് ദിസ് ഇസ് ദ റേഡിയസ് r. ഓക്കെ, അതിൻ്റെ റേഡിയസ് r ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു σ/2ε0 × 1/1 - x/√(x²+ r²). ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തത് നമ്മുടെ യൂണിഫോം ചാർജ് ഷീറ്റ് ആണെങ്കിലോ E is equal to σ/2ε0. സ്ലൈഡ് നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് പോയാൽ മതി കേട്ടോ, നിങ്ങൾക്ക് 1-2 ഇക്വേഷൻസ് അല്ലേ വേണ്ടി വരുള്ളൂ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ E is equal to σ/2ε0, അതാണ് എന്ത്, അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, E is equal to σ/2ε0. ലെറ്റ്സ് മൂവ് ഓൺ ടു ഫ്ലെക്സ്. കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, എൻ്റെ കൂടെ ശ്രദ്ധിച്ചിരിക്കുക. 5 മിനിറ്റ് വി ആർ ഗോയിങ് ടു ഫിനിഷ് ദി ഇലക്ട്രിക് ഫ്ലെക്സ്. എന്താണ് ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു യൂണിറ്റ് ഏരിയയിൽ 1 സെൻറ്റിമീറ്റർ നീളവും അല്ലെങ്കിൽ 1 മീറ്റർ നീളവും വീതിയുള്ള ഒരു സ്ക്വയർ വരച്ചാൽ അതിനുള്ളിലൂടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നു, അതിനെയാണ് ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ യൂണിറ്റ് ഏരിയ ഇസ് കോൾഡ് എസ് ഇലക്ട്രിക് ഫ്ലെക്സ്. ഓക്കെ ആണല്ലോ, ദാറ്റ് ഇസ് കോൾഡ് എസ് ഇലക്ട്രിക് ഫ്ലെക്സ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അങ്ങനെയാകുമ്പോൾ ഗോസ് തിയറം. എന്താണ് ഗോസ് തിയറം? ഗോസ് തിയറം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, ബൈ ദ വേ ഇലക്ട്രിക് ഫ്ലെക്സ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 5 വെച്ചിട്ടാണ് കേട്ടോ. 5 വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു E.S. ആൻഡ് വാട്ട് ഇസ് ഏരിയ വെക്റ്റർ? ഏരിയ വെക്റ്റർ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്റ്റർ, അതിനെയാണ് നമ്മൾ ഏരിയ വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ വാട്ട് ഇസ് ഗോസസ് ലോ? ഗോസസ് ലോ പറഞ്ഞ കാര്യം ഇതാണ്, ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ഉള്ളിൽ ചാർജ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെയുള്ള ഫ്ലെക്സ് എന്ന് പറയുന്നത് φ is equal to the total charge enclosed by ε0. ഓക്കെ ആണല്ലോ. അതുപോലെ നമ്മുടെ ഇലക്ട്രിക് ഫ്ലെക്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് മീറ്റർ ആണ്. അതിൻ്റെ ഡയമെൻഷൻ ഇസ് Newton meter square plus Coulomb ആണ്. അതിൻ്റെ ഡയമെൻഷൻ ഫോർമുല ഈസ് ml3 t⁻³ a⁻⁻1 ആണ്. ഓക്കെ ആണല്ലോ, അതാണ് അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി
ഫൈൻ്റെ വാല്യൂ 0 ആവുന്ന കുറച്ച് കേസസ് പെട്ടെന്ന് പറഞ്ഞു. ഫൈൻ്റെ വാല്യൂ 0 ആവുന്ന കുറച്ച് കേസ്. ഒന്നാമത്തെ കാര്യം, ഒരു ഡൈപോൾ ആണ് ഇരിക്കുന്നതെങ്കിൽ, ഒരു ക്ലോസ് സർഫസിനുള്ളിൽ ഒരു ഡൈപോൾ ആണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റി? +q -q 0 ആയി. അപ്പോൾ എന്തായി? നെറ്റ് 0 ആയി. ഓക്കെ ആണല്ലോ. അടുത്ത കാര്യം, 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്, 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ എന്ത് പറ്റി? എല്ലാം കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ നെറ്റ് ചാർജ് 0 ആയിപ്പോയി. അപ്പോഴും 0 ആവും. അടുത്ത കാര്യം എന്താ വെച്ചാൽ, അതിനുള്ളിൽ നോ ചാർജ്, അതായത് ഒരു സർഫസിനുള്ളിൽ ചാർജ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഫ്ലക്സ് 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ആൻഡ് ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് എൻട്രിങ് ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫ്ലക്സ് ലീവിങ്. അതായത് 2 ഇലക്ട്രിക് ഫ്ലക്സ് ഉള്ളിൽ കയറി, ആ 2 ഇലക്ട്രിക് ഫ്ലക്സ് ഇറങ്ങിയും പോയി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ദെൻ ഇറ്റ് ബിക്കംസ് ദ ടോട്ടൽ ഫ്ലക്സ് ഈസ് 0. ഓക്കെ ആണല്ലോ. അതായത് ഉള്ളിക്ക് 3 എണ്ണം വന്നിട്ട് പുറത്തേക്ക് 2 പോകുന്നുള്ളൂ വെച്ചാൽ ഫ്ലക്സ് 1 ആണ്. ഒരു ഫ്ലക്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. അല്ല, ഉള്ളിക്ക് 3 എണ്ണം വന്ന് പുറത്തേക്ക് 3 എണ്ണം തന്നെ പോയിച്ചാൽ ഫ്ലക്സ് 0 ആണ്. അധികമൊന്നും കൺഫ്യൂഷൻ ആവണ്ട. എത്ര ഫ്ലക്സ് ഉള്ളിലേക്ക് വന്നു മൈനസ് എത്ര ഫ്ലക്സ് പുറത്തു പോയി, അതാണ് ഇലക്ട്രിക് ഫ്ലക്സ്. 3 എണ്ണം ഉള്ളിലേക്ക് വന്നു, 2 എണ്ണം പുറത്തു പോയി. സോ ഫ്ലക്സ് ഇസ് 1. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി എന്താണ് ഗോഷ്യൻ സർഫസ്? ഗോഷ്യൻ സർഫസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഡെറിവേഷനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇമാജിനറി സർഫസ് ആണ്. ദാറ്റ് ഈസ് വെയർ നമുക്കിപ്പോൾ ഒരു പോയിന്റ് അക്രോസ് ആയിട്ട് ഒരു സിലിണ്ടറിനൊക്കെ കരുതാം, ഒരു സ്ഫിയറിനൊക്കെ കരുതാം. ദീസ് ആർ ഓൾ ഡിഫറെൻറ്റ് ഗോഷ്യൻ സർഫസ് ട്ടോ. ജസ്റ്റ് ഓർത്തിരിക്കാനാണ്. അടുത്തത്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എൻ യൂണിഫോംലി ചാർജ്ഡ് വയർ. ഓക്കെ ആണല്ലോ. ഒരു യൂണിഫോംലി ചാർജ്ഡ് വയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു λ/2ε0 r × r cap. ഓക്കെ ആണല്ലോ. സോ അതാണ്. ഓക്കെ ആണല്ലോ. ഫൈൻ. സർ റെഡി ആണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ ഹാപ്പി ടു സീ ദാറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾ അധികം ബുദ്ധിമുട്ടിക്കൂല. ഞാൻ പറഞ്ഞല്ലോ, എവ്രി വൺ ഹാവ് ടു സ്ലീപ്പ്. ഇതിൽ ഒരുപാട് പേര് വളരെ ബുദ്ധിമുട്ടി ഇരിക്കുന്നുണ്ടാവും. സോ ഐ ഡോണ്ട് വാണ്ട് ടു റിസ്ക് എനി വൺ. യു ഗായ്സ് വിൽ ബി ഏബിൾ ടു സ്ലീപ്പ്, ബട്ട് ഗിവ് മീ ലൈക്ക് ഒരു 5-10 minutes ട്ടോ, അതിനുള്ളിൽ തീർക്കാം. അടുത്തത്, ഇനി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ് തിൻ സ്പെരിക്കൽ ഷെൽ. ഓക്കെ ആണല്ലോ. ഒരു തിൻ സ്പെരിക്കൽ ഷെല്ലിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു തിൻ സ്പെരിക്കൽ ഷെല്ലിനെ സംബന്ധിച്ച് വാട്ട് ഹാപ്പൻസ്, അതിനകത്തുള്ള ഒരു ദിസ് ഈസ് എ കണ്ടക്ടിങ് സ്പെരിക്കൽ ഷെൽ ട്ടോ. ദിസ് ഈസ് എ കണ്ടക്ടിങ് സ്പെരിക്കൽ ഷെൽ. അതായത് ഒരു ഷെൽ കണ്ടക്ടിങ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ചാർജ് കംപ്ലീറ്റ് അതിൻ്റെ പുറത്ത് പോയിട്ട് അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. വാട്ട് എവർ ചാർജ് വി ഗിവ്, നമ്മൾ കൊടുക്കുന്ന ചാർജ് എല്ലാം അതിൻ്റെ പുറത്ത് പോയിട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ചാർജ് ഒന്നും ഉണ്ടാവില്ല. സോ ദ ചാർജ് ഇൻസൈഡ് വിൽ ബി 0. ദ ചാർജ് ഇൻസൈഡ് വിൽ ബി 0. ഓക്കെ ആണല്ലോ. ദ ചാർജ് ഇൻസൈഡ് വിൽ ബി 0. മനസ്സിലായോടാ? ദ ചാർജ് ഇൻസൈഡ് വിൽ ബി 0. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്ത്, അതായത് ഇപ്പോൾ ഇതിൻ്റെ സർഫസിലാണെങ്കിൽ ഇറ്റ് വിൽ ബി q/4πε0 ക്യാപിറ്റൽ ലെറ്റർ r². അല്ല, ഇതിന് വേറെ ഏത് പോയിന്റിലാണെങ്കിലും ഞാൻ പറഞ്ഞു പുറത്ത് ഫുൾ ചാർജ് ഉണ്ട് അല്ലേ, ഈ ചാർജ് ഉണ്ട്. അപ്പോൾ ഇത് പുറത്തേക്ക് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും. സോ പുറത്ത് ഏത് പോയിന്റ് ആണെങ്കിലും E is equal to q/4πε0 r² × r cap. ഓക്കെ ആണല്ലോ. അതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് വിച്ച് ഇസ് ഔട്ട്സൈഡ് ദി സ്പെരിക്കൽ ഷെൽ. ഓക്കെ ആണല്ലോ. ഇതാണ് ഗ്രാഫ് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞു ഉള്ളിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ഉള്ളതുകൊണ്ട് ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അത് കഴിഞ്ഞ് R എത്തുമ്പോൾ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് വരും. ദാറ്റ് ഈസ് 4πε0 r². പിന്നെ അത് കുറയും. സോ ഇങ്ങനെയാണ് ഗ്രാഫ് വരിക കേട്ടോ. ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. ഓക്കെ ആണല്ലോ. ജസ്റ്റ് ഓർത്തിരിക്കുക. സോ അത്രയും കാര്യങ്ങൾ പറയുന്നതോടെ നമ്മുടെ തിയറീസ് എന്താ പറയുക ഒഫീഷ്യലി ഓവർ. ഇറ്റ്സ് ഒഫീഷ്യലി ഓവർ. നമുക്കിനി ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. ഞാൻ അതിലേക്ക് മുന്നേ കുറച്ച് ഫ്ലെക്സ് കാൽക്കുലേഷൻ, കുറച്ച് ഇക്വേഷൻസ് മാത്രം തന്നിട്ട് പോകാം കേട്ടോ. കാരണം അതും കൂടെ തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആദ്യത്തെ കാര്യം, ഒരു സ്ഫിയർ, ഒരു ഹെമിസ്ഫിയർ ആണ് ഉള്ളതെന്ന് വിചാരിക്കാം. ഒരു ഹെമിസ്ഫിയർ ആണെങ്കിൽ ഫൈ ടോട്ടൽ ഈസ് 0. കാരണം എന്താ പറയുക, ഉള്ളിലേക്ക് വരുന്നതൊക്കെ പുറത്തേക്ക് പോകും. അതായത് ഫൈ ഇൻ കയറുന്നത് ഈസ് -πr²e. അതുപോലെ ഇറങ്ങിപ്പോകുന്ന ഫൈ ഔട്ട് എന്ന് പറയുന്നതും -πr²e ആയിരിക്കും, +πr²e ആയിരിക്കും. സോ ടോട്ടൽ 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഫൈൻ. അതുപോലെ തന്നെ ഒരു ക്യൂബാണെന്ന് വിചാരിക്കാം. ഇതിൻ്റെയും ഫൈ ടോട്ടൽ ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ. ഒരു ക്യൂബാണെങ്കിലും അതിൻ്റെ ഫൈ ടോട്ടൽ 0 ആണ്. ഓക്കെ, ഇനി ഇങ്ങനെയാണ് ഹെമിസ്ഫിയർ ഇരിക്കുന്നത്, എന്നിട്ട് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും ഫൈ ടോട്ടൽ 0 ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിലും ഫൈ ടോട്ടൽ 0 ആണ്. ഇനിയുള്ള അടുത്തൊരു കേസ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്, പക്ഷെ ചാർജ് ഇരിക്കുന്നത് താഴെയാണ്. അതിൻ്റെ താഴെയാണ് ചാർജ് ഇരിക്കുന്നത്. സോ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അങ്ങനത്തെ കേസിൽ ഒരു ഫ്ലക്സ് ഉണ്ട്. ഫൈ ഈസ് ഈക്വൽ ടു q/r².
2 എപ്സിലോൺ 0. ഓക്കെ ആണല്ലോ. ഒരു ഹെമിസ്ഫിയർ ആണ് ഇരിക്കുന്നതെങ്കിൽ, അതായത് ഒരു സ്ഫിയർ കട്ട് ചെയ്ത് പകുതിയാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് Q/2 എപ്സിലോൺ 0. ഓക്കെ ആണല്ലോ. ഫൈൻ. അടുത്തത് ക്യൂബിൻ്റെ കാര്യമാണ്. ക്യൂബിൽ ചാർജ് ഇരിക്കുന്നത് അതിൻ്റെ ഒരു ഫേസിലാണെന്ന് വിചാരിക്കുക. ഒരു ഫേസിലാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഫേസിന് വേറെ എത്ര ഫേസ് ആയിട്ട് കോണ്ടാക്ട്, അതായത് ഇതിനെ സംബന്ധിച്ച് ഇതിനൊക്കെ എന്ത് ചെയ്യാം, ഇപ്പുറത്ത് വേറൊരു ക്യൂബ് കൂടെ വെക്കാം അല്ലേ, ഇങ്ങനെ ഒരു ക്യൂബ് കൂടെ വെച്ചുകൂടെ. അതായത് ഈ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും എത്ര ക്യൂബുകൾ വെക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഫേസ് ആണെങ്കിൽ അതിനപ്പുറത്ത് ഒരൊറ്റ ഫേസും കൂടി വെക്കാൻ പറ്റുള്ളൂ. സോ Q/2 എപ്സിലോൺ 0 ആയിരിക്കും 5 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല എന്നറിയാം. ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ശ്രദ്ധിക്കാം. ഇവിടെ ഒരു എഡ്ജിലാണ് വെക്കുന്നതെന്ന് വിചാരിക്കുക. എന്തിലാണ് വെക്കുന്നത്? എഡ്ജിലാണ് വെക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ശ്രദ്ധിച്ചേ, ഈ ചാർജിന് എത്ര ചാർജായിട്ട് എത്ര ക്യൂബായിട്ട് കോണ്ടാക്റ്റ് വരും? ഇപ്പോൾ ഇങ്ങനെ, അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ ഒരു ക്യൂബ് വരാം അല്ലേ, ഇതിൻ്റെ ഇപ്പുറത്ത്, അതായത് ഒരു ക്യൂബ് ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇഫ് യു തിങ്ക് റിയലി വാട്ട് ഹാപ്പൻസ്, ഇതിന് ഫ്രണ്ടിലൊന്ന് വന്നു, ഇതിന് ഇപ്പുറത്തൊന്ന് വന്നു, ഇപ്പുറത്തൊന്ന് വന്നു, അങ്ങനെ 4 എണ്ണം വന്നു ആണല്ലോ. അപ്പോൾ ഇത് ഈ സൈഡിലാണ്. അതേപോലെ ഇതിന് താഴെ 4 എണ്ണം വരാം. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് ആ ക്യൂബ് ഇരിക്കുന്നത്. എനിക്ക് വരയ്ക്കാൻ ഭയങ്കര മോശമാണ് ഇങ്ങനെ. അപ്പോൾ എന്ത് പറ്റി? ഇവിടെ അതേപോലെ ഒരു ക്യൂബ് വരാം. ഓക്കെ, ഇങ്ങനെ അതേപോലെ ഒരു ക്യൂബ് വരാം. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇതിൻ്റെ ഫ്രണ്ടിലും ഇതേപോലെ വരാം. അപ്പോൾ 2 എണ്ണം അങ്ങനെ ഇരുന്നു അല്ലേ. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലേക്കും ഇങ്ങനെ ക്യൂബ് വരും. മനസ്സിലായോ? ഫ്രണ്ടിലേക്കും ക്യൂബ് വന്നു. അപ്പോൾ ഈ മുകളിലത്തെയായി ഇതേപോലെ 4 എണ്ണം താഴെയും വരയ്ക്കാം. ഓക്കെ, താഴെയും ഇതേപോലെ വരയ്ക്കാം. പറഞ്ഞു വരുന്നത്, ഒരു കോർണറിലാണ് ക്യൂബ് ഇരിക്കുന്നതെങ്കിൽ അതിന് 8 ക്യൂബുമായിട്ട് ഷെയറിങ് ഉണ്ടാവും. സോ 5 = Q/8 എപ്സിലോൺ 0. ഓക്കെ, അതുപോലെ ഇത് ആ ചാർജ് ഇരിക്കുന്നത് അതിൻ്റെ ഒരു വെർട്ടെക്സിലാണ്, ഒരു എഡ്ജിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് 5 = Q/. ഇപ്പോൾ എഡ്ജിലാണെങ്കിൽ എന്ത് പറ്റും? ആകെ 4 എണ്ണം അല്ലേ. ഇപ്പം ഇങ്ങനെ ഒരു ക്യൂബ് ഇരിക്കുകയാണെങ്കിൽ മുകളിലൊന്ന്, ഫ്രണ്ടിലൊന്ന്, അങ്ങനെ 4 എണ്ണമായിട്ടേ വരുള്ളൂ. സോ 5 = Q/4 എപ്സിലോൺ 0. 4 എപ്സിലോൺ 0. അയ്യോ, ഗുഡ് മോർണിംഗോ? എടാ ഗുഡ് മോർണിംഗ് ആയിട്ടില്ലടാ. ദിസ് ഈസ് എ ഹാപ്പി മിഡ് നൈറ്റ് അല്ലേ. എല്ലാവരും ഗുഡ് മോർണിംഗ് കേട്ടില്ല. ഗുഡ് മോർണിംഗ് നാളെ രാവിലെ ഫാസിലിയോട് പറഞ്ഞു കേട്ടോ. നമ്മൾ പറയുന്ന പോലെ രാവിലെ 7 മണിക്ക് നേരം വിളിക്കും. അപ്പോൾ നിങ്ങൾ ഫാസിലിയോട് പറഞ്ഞു. ഓക്കെ ആണല്ലോ. സോ എഡ്ജ് ആണെങ്കിൽ 4, കോർണർ ആണെങ്കിൽ 8, ഫേസ് ആണെങ്കിൽ 2. അതാണ് പറഞ്ഞു വന്നത്. കോർണർ ആണെങ്കിൽ 8/8, എഡ്ജ് ആണെങ്കിൽ അല്ലെങ്കിൽ എഡ്ജ് ആണെങ്കിൽ 4, അതുപോലെ തന്നെ ഫേസ് ആണെങ്കിൽ 2. ഇത് ക്യൂബ് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, അതുകൊണ്ടാണ് സർ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. സോ ഇനി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നൊരു കാര്യം, ഒരു പോസിറ്റീവ് ചാർജ്, ഒരു പ്ലേറ്റ്, ഇൻഫിനിറ്റ് മെറ്റൽ പ്ലേറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറയും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഇങ്ങനെയാണ് ഉണ്ടാവുക. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കംപ്ലീറ്റ് ആ മെറ്റൽ ചാർജിൽ വന്ന് നിൽക്കും. ഓക്കെ ആണല്ലോ. ഫൈൻ. എന്നാൽ പിന്നെ ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ് ആക്കി. എന്താണ് ഇങ്ങനെ നിങ്ങൾ ചെറിയ പിള്ളേരെ പോലെ? ഇനി 10 മിനിറ്റ് കൂടെ ഉണ്ട്. യു ഹാവ് 2 ഓപ്ഷൻസ്. തിയറി ഈസ് ഒഫീഷ്യലി ഓവർ. ഇനി എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ ബാക്കിയുള്ളത് ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ട് ബാക്കി ചെയ്യാൻ. നിങ്ങളെല്ലാവരും റെഡി ആണെങ്കിൽ ആ 10 ക്വസ്റ്റ്യൻ ഞാൻ പെട്ടെന്ന് ഷടേന്ന് ഒരു 10 മിനിറ്റോട് ചെയ്തു തരാം. എന്താ ചെയ്യേണ്ടത്? ഓർ ഇറ്റ്സ് 2 hours, വി ക്യാൻ സ്റ്റോപ്പ് ദ സെഷൻ. വാട്ട് ഡു യു വാണ്ട്? ആ ഒരു 10 ക്വസ്റ്റ്യനോടെ ചെയ്യണം. എല്ലാം പ്രീവിയസ് ഇയർ ആണ്. നിങ്ങൾ റെഡി ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻസോടെ സാറ് പെട്ടെന്ന് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ വി ക്യാൻ ജസ്റ്റ് വൈൻഡ് അപ്പ്. ആ ഒരു വിന്നർ, അതായത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡോപ്പയുടെ ക്വിസിത്തെ വിന്നറിനെ കൂടെ നമ്മൾ അനൗൺസ് ചെയ്ത് വിൽ ജസ്റ്റ് ക്ലോസ് ദ ചാപ്റ്റർ. വാട്ട് ഡു യു വാണ്ട്? അൺഒഫീഷ്യലി കഴിഞ്ഞു ഡെഫിനറ്റ്ലി, ബട്ട് വി നീഡ് ടു ഡു ദ ക്വസ്റ്റ്യൻസ് ട്ടോ. Ready. Okay, fine. Now let's do it. എന്താണ് ക്വസ്റ്റ്യൻ? വായിച്ചേ. A particle of mass m and a charge q is placed at rest in a uniform electric field E and then released. The kinetic energy attained is. മനസ്സിലാക്കുക. ഇവിടെ റെസ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ v² = u² + 2s. ഇവിടെ u 0 ആണ്, കാരണം റെസ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് y ആണ്. സോ v² = 2ay. ഓക്കെ ആണോ? 2ay. ഓക്കെ ഫൈൻ. 2 into, but we know one thing. What is it? F is equal to ma. So a is equal to f by m. So it is
F by m into y. Okay ആണല്ലോ, ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് 2F by m into y. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഇവിടെ ഫോഴ്സ് ഇസ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇസ് QE. സോ ദാറ്റ് ഈസ് 2QE y into m. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ചോദിച്ചാൽ വാട്ട് ഇസ് ദി, സോ ദിസ് ഇസ് ദി വെലോസിറ്റി v സ്ക്വയർ. v സ്ക്വയർ ഇസ് ഈക്വൽ ടു 2QEm by y. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി ഇസ് ഹാഫ് എം വി സ്ക്വയർ, ഹാഫ് എം വി സ്ക്വയർ. സോ ദിസ് ഇസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ എന്ന് പറയുന്നത് 2QEy by m. അപ്പോൾ എം വെട്ടിപ്പോയി, 2 വെട്ടിപ്പോയി. സോ ദ ആൻസർ ഇസ് QEy അല്ലേ? ആൻസർ ഇസ് QEy. സോ ദ ആൻസർ ഇസ് QEy. ആൻസർ ഇസ് QEy. ആൻസർ ഇസ് എ. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തത്, ലെറ്റ്സ് മൂവ് ഓൺ ടു 6th question. 3 point charges Q minus 2 and plus Q are placed at points. ശ്രദ്ധിക്കുക, ഇവിടെ 3 ചാർജ് ഉണ്ട്. പ്ലസ് ക്യൂ വെച്ചിട്ടുള്ളത് y ഈക്വൽ ടു എയിലാണ്, അതായത് y ആക്സിസിലാണ് അല്ലേ? ഇത് എ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെയാണ് ഒരു പ്ലസ് ക്യൂ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ -2q ഇസ് കെപ്റ്റ് ഇൻ ഒറിജിൻ. അപ്പോൾ ഇവിടെ ഒരു -2q വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലസ് ക്യൂ എക്സ് ഈക്വൽ ടു എ, ഒരു എ ഡിസ്റ്റൻസ് മാറി ഇവിടെ ഒരു പ്ലസ് ക്യൂ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ടുള്ള കാര്യം വാട്ട് ഇസ് ദ നെറ്റ് ഡയറക്ഷൻ. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് -2q ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് -q എന്ന് എഴുതുകയാണ്. ദാറ്റ് ഇസ് -2q. നൗ വാട്ട് ഹാപ്പൻസ്, ദിസ് ബിക്കംസ് വൺ ഡൈപോൾ -q plus q. ദിസ് ബിക്കംസ് അനദർ ഡൈപോൾ -q. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്, ഇങ്ങോട്ട് ഡൈപോൾ മൊമെൻറ്റ്, കാരണം -q to +q ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടും ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്, -q to +q ആണ്. അപ്പോൾ രണ്ട് ഡൈപോൾ മൊമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ദ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ ആണോ? നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. ആൻഡ് വാട്ട് ഇസ് ഇറ്റ്? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് a square plus b square. അതാണല്ലോ റിസൾട്ടൻറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a square plus b square അല്ലേ? സോ QA the whole square plus QA the whole square. ഓക്കെ ആണല്ലോ? ഓർ ദിസ് ഇസ് റൂട്ട് ടു QA. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് ദി റിസൾട്ടൻറ്റ്. റിസൾട്ടൻറ്റ് എന്തെന്ന് പറയുന്നത് നമ്മുടെ P dipole moment എന്ന് പറയുന്നത്. സോ ഡൈപോൾ മൊമെൻറ്റ് ഇസ് റൂട്ട് ടു QA ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദി x direction. ഓക്കെ ആണല്ലോ? സോ ദ ആൻസർ ഇസ് റൂട്ട് ടു QA along the points x equal to 0, y equal to 0, z equal to 0 and x equal to a, y equal to അല്ലേ? അതായത് ഇതാണ് ആദ്യത്തെ പോയിന്റ്, x equal to 0, y equal to 0. അടുത്ത പോയിന്റ് x equal to a, y equal to a. അതായത് ഈ ലൈനിലാണ് അല്ലേ? ആ ലൈനിലാണ് എന്തുള്ളത്? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് അല്ല, നമ്മുടെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് അഥവാ ഡൈപോൾ മൊമെൻറ്റ് ഉള്ളത്. ഓക്കെ ആണല്ലോ? സോ എ ഇസ് ദി ആൻസർ. ഓക്കെ, എല്ലാവരും എ ഇടുന്നുണ്ട്. ഗ്രേറ്റ്. അടുത്തത്, a point Q lies in the perpendicular bisector of an electric dipole moment. If the distance is given, electric field is. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞേ? വാട്ട് ഹാപ്പൻസ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E is equal to 1/4πε0 P by R cube ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം E is proportional to P and E is proportional to 1/R cube അല്ലേ? So E is proportional to P and is proportional to 1/R cube. So this is the answer. E is proportional to P and is proportional to 1/R cube എന്ന് പറഞ്ഞാൽ R raised to -3. ഓക്കെ ആണല്ലോ? അത്രയേ ഉള്ളൂ. മൂവിങ് ഓൺ ടു 8th question. എന്താണ് 8th question? An electric dipole is placed at an angle of 30 degrees. So here theta is equal to 30 degree with an electric field intensity E is equal to 2 × 10⁵. It experiences a torque 4 Newton meter. അങ്ങനെയാണെങ്കിൽ ചാർജ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ടോ is equal to PE sin theta. P cross your PE sin theta. Or ടോ is equal to P ൻ്റെ സ്ഥലത്ത് Q into L. Q into distance between the two charges. E sin theta. നമ്മളോട് ചോദിച്ചുള്ളത് എന്താണ്? Q ആണ്. സോ Q is equal to ടോ by EL sin theta. ഇതാണ് സാറ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? സോ ടോൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ടോ ഈസ് 4 ഇൻ്റെ വാല്യൂ 2 × 10⁵ ഇൻറ്റു എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? ഡൈപോൾ ലെങ്ത് ഇസ് 2 cm. 2 × 10⁻² ഇൻറ്റു സൈൻ 30 ഈസ് 1/2. ഓക്കെ ആണല്ലോ? ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഡു യു ഗെറ്റ്? ദ ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് 2 microcoulomb കേട്ടോ. ദ ആൻസർ ഇസ് 2 microcoulomb. ആൻസർ ഇസ് ബി. റൈറ്റ്. ഐഷ നസ്രീൻ ആണ് പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ആൻസർ കേട്ടോ. കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്. ടോ ഇസ് ഈക്വൽ ടു P cross E. ബി ആണല്ലോ, എല്ലാവർക്കും അറിയാം. ടോ ഇസ് ഈക്വൽ ടു P cross E. അടുത്ത കാര്യം,
ഈ ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ പെട്ടെന്ന് തീരും. എ തിൻ കണ്ടക്ടിങ് റിംഗ് ഓഫ് റേഡിയസ് ആർ ഇസ് ഗിവൺ എ ചാർജ് പ്ലസ് ക്യൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടക്ടിങ് റിങ്ങിന് ഒരു പ്ലസ് ക്യൂ ചാർജ് കൊടുത്തിട്ടുണ്ട്. ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ റിംഗ് ഡ്യൂ ടു ദ പാർക്ക് എ കെ ബി ഓൺ ദ റിംഗ്. അതായത് ഈ എ കെ ബി എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം നമ്മുടെ സെൻറ്ററിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, ഫൈൻ, അങ്ങനെ ആയിക്കോട്ടെ. സോ വാട്ട് ഹാപ്പൻസ്? ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഡ്യൂ ടു ദ ചാർജ് ഓൺ ദ പാർട്ട് എ സി ഡി ബി. ഈ എ സി ഡി ബി കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, അപ്പോൾ ടോട്ടൽ ചാർജ് ക്യൂ അല്ലേ, അപ്പോൾ ഇവിടെ Q/4 ഉണ്ടാവും, ഇവിടെ Q/4 ഉണ്ടാവും, ഇവിടെ Q/4 ഉണ്ടാവും, ഇവിടെ Q/4 ഉണ്ടാവും. ഓക്കെ ആണല്ലോ, എല്ലായിടത്തും Q/4 ഉണ്ടാവും. ഓക്കെ ഫൈൻ, എല്ലായിടത്തും Q/4 ചാർജ് ഉണ്ട്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ എല്ലായിടത്തും Q/4 ചാർജ് ഉണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് പറഞ്ഞിടാ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ചാർജ് പരസ്പരം ക്യാൻസൽ ആയി പോകും. ഓക്കെ ആണല്ലോ, രണ്ടും ക്യാൻസൽ ആയി പോകും. എഫക്റ്റീവ് ആയിട്ടുള്ള ചാർജ് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ ആണല്ലോ, സോ ദാറ്റ് ഈസ് ഇ, അതായത് ഇവിടേക്കുള്ള ഇതേ ഡയറക്ഷൻ ചാർജ്, അതേ ഇലക്ട്രിക് ഫീൽഡാണ് ഇങ്ങോട്ടും ഉണ്ടാവുക എലോങ് ഓക്കെ. ഓക്കെ ആണല്ലോ, കാരണം ഇതൊരു പോസിറ്റീവ് ചാർജാണ് അല്ലേ, അപ്പോൾ അതിന് ഇങ്ങോട്ട് തള്ളുക ചെയ്യാം, മനസ്സിലായോ, അങ്ങോട്ടാണ് ഉണ്ടാവുക, റൈറ്റ്. സോ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക, ഇതും പരസ്പരം വെട്ടിപ്പോവും. ആൻഡ് ഇത് ഇങ്ങോട്ടാണ് ഓക്കെ ഡയറക്ഷനാണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ, സോ ഈ എന്ന് പറഞ്ഞ ചാർജ് തന്നെ ഉണ്ടാവുക, കാരണം ഇവിടെ ഉണ്ടാവുന്ന അതേ ചാർജാണ് Q/4 ഇവിടെ ഉള്ളത്. ഓക്കെ ആണല്ലോ, സോ അവിടുന്ന് പുഷ് ചെയ്യാണ് ചെയ്യുക. സോ ഇറ്റ് ഇസ് Q/4, സോ ഇറ്റ് ഇസ് ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു ലീനിയർ ഡെൻസിറ്റി ആണെങ്കിൽ വാട്ട് ഈസ് ദി ആൻസർ? 11. ദ ആൻസർ ഇസ് സി ട്ടോ, λ/2ε0a. ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഡെറിവേഷൻ തന്നതാണ്. അടുത്തത്, ദ ഫ്ലെക്സ് ത്രൂ ക്യൂബ് ഓഫ് സൈഡ് ഇഫ് ദ പോയിന്റ് ഇസ് വൺ ഓഫ് ഇറ്റ്സ് കോർണർ. പറഞ്ഞോടാ, കോർണറിലാണെങ്കിൽ എന്ത് പറ്റും? എന്ത് പറ്റും? ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, കോർണറിലാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു, കോർണറിലാണെങ്കിൽ ക്യാ ഹുവാ? കോർണറിലാണെങ്കിൽ ഇറ്റ് വിൽ ബി by 8. So the answer is Q/8ε0. ഓക്കെ ആണല്ലോ, ഇറ്റ്സ് ബൈ Q/8ε0. ഓക്കെ ആണല്ലോ, Q/8ε0. അടുത്തത്, എ ചാർജ് Q is enclosed by a Gaussian spherical surface of radius r. If the radius is doubled, then the outward electric flux will be. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗോഷ്യൻ സർഫസിൽ സംബന്ധിച്ച് അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ടോട്ടലി ഡിപ്പെൻഡൻ്റ് അപ്പോൺ ദി ചാർജ് ഇൻസൈഡ് ഇറ്റ്. അതിൻ്റെ വലിപ്പത്തിനെ കുറിച്ച് ഗോസ് അണ്ണൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഗോസ് അണ്ണൻ പറഞ്ഞാൽ എന്താ, എത്ര ചാർജാണുള്ളത് അത് ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാക്കും. Phi is equal to Q/ε0. ഇതിലെവിടെയും സൈസിനെ കുറിച്ച് ഗോസ് അണ്ണൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്തത് കൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻസ്, നമ്മൾ റേഡിയസ് ഡബിൾ ആക്കിയാലും ട്രിപ്പിൾ ആക്കിയാലും ക്വാഡ്രപ്പിൾ ആക്കിയാലും ഇറ്റ് റിമെയിൻസ് ദ സെയിം. ഓക്കെ ആണല്ലോ, ഇറ്റ് റിമെയിൻസ് ദി സെയിം. ഓക്കെ ഫൈൻ. അടുത്തത് 14ാമത്തെ ചോദ്യം. 2 parallel infinite charges with linear charge densities plus lambda and minus lambda are placed at a distance 2r in the free space. What is electric field? നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ ഈ ഒരു പോയിന്റ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ E1, അതായത് ഇത് പ്ലസ് ചാർജാണ്, അപ്പോൾ അതിനെ മൊത്തം ഇങ്ങോട്ട് തള്ളും. E1 ഇത് മൈനസ് ആണ് അല്ലേ, മൈനസ് ഇതിന് ഇങ്ങോട്ട് വലിക്കും അല്ലേ, മൈനസിലേക്കും 2 ഇതിനുള്ളിലേക്കാണ് അല്ലേ, സോ ഇങ്ങോട്ടായിരിക്കും E2 ഉണ്ടാവുക. ഓക്കെ ആണല്ലോ, സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് E is equal to E1 plus E2. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് E is equal to E1 plus E2. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? പക്ഷെ നമുക്കറിയാം E1 equal to E2 എത്രടാ, ഒരു എന്താണ് ഇൻഫിനിറ്റ്ലി ലോങ് ആണെങ്കിൽ λ/2πε0r ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ശരിയാണല്ലോ, E1 is equal to λ/2πε0r നമ്മൾ പഠിച്ചാണ്. അങ്ങനെയാണെങ്കിൽ E is equal to E1 plus E2 അല്ലേ, അതായത് 2E1 E1 is equal to E2 അല്ലേ, സോ 2 into λ/2πε0r രണ്ടും വെട്ടിപ്പോയി. സോ λ/πε0r. ദ ആൻസർ വിൽ ബി D, λ/πε0 into r. D, correct. And we are moving to the last question. An electric field at a distance 3r/2 from the center of a charge conducting sphere is E. The electric field at a distance E from the center of a sphere is. Conducting spherical shell basically means എന്ത് ചാർജ് കൊടുത്താലും ഇറ്റ് ഈസ് ഓൾ ലൊക്കേറ്റഡ് ഔട്ട്സൈഡ്.
എല്ലാം പുറത്താണുള്ളത്. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻസ് ഇസ്, നീ ഇതിൻ്റെ ഉള്ളിൽ എവിടെ പോയി നോക്കിയാലും അവിടെയൊന്നും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ആ ഇലക്ട്രിക് ഫീൽഡ് എല്ലാം ഉണ്ടാവുക എവിടെയാണ്? എല്ലാം അതിൻ്റെ പുറത്താണ് ഉണ്ടാവുക. മനസ്സിലായോ? സോ വാട്ട് എവർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദെയർ, ഇറ്റ് ഈസ് ഓൾ പ്രസൻറ്റ് ഔട്ട്സൈഡ്. സോ ദർ ഈസ് നോ ഇലക്ട്രിക് ഫീൽഡ്. സോ ദ ആൻസർ ഈസ് 0. The answer is 0. So officially we have completed the chapter. Okay, we have completed the chapter. എടാ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? ദിസ് വാസ് എ ഫസ്റ്റ് സെഷൻ ആൻഡ് ട്രസ്റ്റ് മീ, ഇത്രയും വലിയ സെഷൻ എനിക്ക് കുറവായിരിക്കും. മേ ബി പൊട്ടൻഷ്യലും കറണ്ടും എനിക്കറിയില്ല, നിങ്ങൾക്ക് മൊത്തം പറഞ്ഞു തരണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ഞാനൊരു റിപ്പീറ്ററിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഒരു കോംബി ക്ലാസ് ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരിക്കലും ഒന്നും കുറച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടതും അതിലുപരിയുള്ള കാര്യങ്ങൾ സാറ് തരാൻ സാറ് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഒരു സെക്കൻഡ്. നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ക്ലാസ് ഒന്ന് പറയുവാടാ. കാരണം എനിക്ക് പറ്റുന്ന പോലെ മെയിൻ കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ചാപ്റ്റർ എല്ലാവരും എടുക്കാൻ ചെറിയൊരു മടി കാണിക്കും. അത് ചാപ്റ്റർ ഡിഫിക്കൽട്ട് ആയതുകൊണ്ടല്ല. ഈ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് കുട്ടികൾക്കെല്ലാം ഇത് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഹെക്ടിക് ടാസ്ക്കാണ്. കാരണം നിങ്ങൾക്കത് എടുക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എത്രങ്ങാനും കാര്യങ്ങൾ ഇതിനകത്തുണ്ടെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആക്കുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഹൂ വോൺ ദ ദിസ് ടൈം ദ കോംബി ക്വിസ് വിന്നർ ഇസ് വിഷ്ണു. വിഷ്ണു ആണ് ഇത്തവണത്തെ കോംബി ക്വിസ് വിന്നർ. സോ കൺഗ്രാറ്റ്സ് വിഷ്ണു. ആൻഡ് സോ വിഷ്ണു ഇവിടെ ഉണ്ടോ? വിഷ്ണു ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു മെസ്സേജ് ആണെങ്കിൽ വിൽ ബി സോ ഹാപ്പി. സോ എന്താണ്, സോ എവ്രി വൺ ഹാവ് റെസ്പോണ്ടഡ് വെൽ. ഓക്കെ ആണല്ലോ? സോ എല്ലാവരും നല്ല കുട്ടികളാണ്. ഐ എം സോ ഹാപ്പി ദാറ്റ് എവ്രി വൺ ഇസ് ഹാവ് റെസ്പോണ്ടഡ് സോ വെൽ ഓൾസോ. സോ എന്താ പറയുക, സോ ഹാപ്പി. ഞാൻ PDF ഇടാം. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ നാളെ നമുക്കുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് തുടങ്ങിയ ചാപ്റ്ററാണ്. ഇറ്റ്സ് എ ബിഗ് ചാപ്റ്റർ അഗെയിൻ. ഹോപ്പ്ഫുള്ളി അത് എൻ്റെ തലയിലാണ് ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി എൻ്റെ തലയിലാണ്. സോ ഞാൻ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചാപ്റ്റർ വിൽ ബി ലിറ്റിൽ ബിഗ്. അപ്പോൾ നാളെയും നിങ്ങൾ എൻ്റെ കൂടെ ഒരു 2 മണിക്കൂർ ഇരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വരുമോ? 2 മണിക്കൂർ നാളെ എൻ്റെ കൂടെ ഇരിക്കുമോ? അതോ ഞാൻ നാളെ ചെറുതാക്കി കൊണ്ടുവരണോ? നിങ്ങൾ ഇന്ന് തന്നെ പറഞ്ഞു. ഞാൻ അതാണ് ഇന്ന് എനിക്ക് അറിയേണ്ടത്. നാളെ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണോ, ഓർ ഷുഡ് ഐ ഗോ സ്മോൾ? അതാണ് എനിക്ക് അറിയേണ്ട ആകെ കാര്യം. ഇഫ് യു സേ ഐ വിൽ ജസ്റ്റ് ഡു ഇറ്റ്. ഇരുന്നോളാം. ഓക്കെ, ഫൈൻ. സോ വിഷ്ണു ഫ്രം നിലമ്പൂരാണ് ദ വിന്നർ. സോ ഹാപ്പി. സോ എവറിത്തിങ് ഹാവ് വെൻ വെൽ. ഓക്കെ ആണല്ലോ? ഫൈൻ. So that's it. So tomorrow we will be catching with a new chapter which is electrostatic potential and capacitance. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് വരിക. കുറച്ചൊക്കെ തിയറി വായിച്ച് വരികയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. സോ ദിസ് വാസ് എ ഫസ്റ്റ് കോംബി ക്ലാസ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവരുടെയും റിവ്യൂസ് യു ഷുഡ് ഡെഫിനറ്റ്ലി കമൻറ്റ് കേട്ടോ. നിങ്ങൾ കമൻറ്റ് ആയിട്ട് ഇടണം. ഐ ജസ്റ്റ് റീഡിങ് എവറിത്തിങ് ആൻഡ് ഐ വിൽ ബി റെസ്പോണ്ടിങ് ഓൾസോ. ഓക്കെ ആണല്ലോ? ഫൈൻ. So happy to see everyone. Great. So if anyone needs to contact me, ആർക്കെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ the best way to contact is through Instagram. So you can leave a message. This is my Instagram ID കേട്ടോ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ you can contact. WhatsApp I am not using it that often. So you can ആർക്കെങ്കിലും എന്നോട് സംസാരിക്കണമെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും you can leave a text. I will definitely reply. Okay ആണല്ലോ? So the_CRUDE.DOC എവിടെയും സ്പേസ് ഒന്നുമില്ല. So this is my Insta ID. So you can just catch me whenever you want. So that's all for the day. I hope everyone understood the class. Okay ആണല്ലോ? അപ്പോൾ നമുക്ക് സ്ലൈഡ്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നോ ഇഷ്യൂസ്. So see you tomorrow. Okay ആണല്ലോ? So till then say bye. Good night everyone. അതിനിടയ്ക്ക് ലോക്കായിട്ട് പോകുന്നത് blank screen unla adi